ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിസംബർ 2017 തേർഡ് സെമസ്റ്റർ ബിടെക് എക്സാമിൻ്റെ ആൻസേഴ്സാണ്. സോ ഇത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൻ്റെ കോഴ്സ് കോഡ് EE207. സോ ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസംബർ 2017 ആണ്. സോ ഇതിൽ 4 പാർട്സ് ഉണ്ട്. പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി, പാർട്ട് ഡി. സോ ഇത് ടോട്ടൽ 100 മാർക്സിനാണ്. 3 hours ആൻസർ ചെയ്യണം. സോ പാർട്ട് എയിൽ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് പാർട്ട് എയിലുള്ളത് 8 ക്വസ്റ്റ്യൻസ് ആണ്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 5 മാർക്സ്. ഇതിൽ ചോയ്സ് ഇല്ല, എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യണം. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മെഷീൻ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ് ആൻഡ് ഹൈ ലെവൽ ലാംഗ്വേജസ്. What is the difference between compiler and assembler? ഇത് ഇത്രയ്ക്കും 5 മാർക്സ് ആണ്. സോ മെഷീൻ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ്, ഹൈ ലെവൽ ലാംഗ്വേജിൻ്റെ ഡിഫറൻസസ് പഠിക്കാൻ വേണ്ടി നമുക്ക് 3 കോളമുള്ള ടേബിൾ ഇട്ടിട്ടുണ്ട്. സോ അതിൽ ഓരോരോ ഡിഫറൻസ് ആയിട്ട് വായിക്കാം. മെഷീൻ ലാംഗ്വേജ്: ഇൻസ്ട്രക്ഷൻസ് ഫോർ CPU which can only be read by the CPU. സോ ഇത് മെഷീൻ ലാംഗ്വേജിലെ കോഡ് എന്ന് പറയുന്നത് ബൈനറി കോഡാണ്. 1s and 0s കോഡ് ചെയ്യുന്നതാണ്. സോ അതിന് CPU-ക്ക് ആണ് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ കോഡ് ചെയ്തിരിക്കുന്നത്. സോ അത് കോഡ് ചെയ്യുന്ന ആളിന് എളുപ്പം മനസ്സിലാവില്ല. അസംബ്ലി ലാംഗ്വേജ്: മെഷീൻ കോഡ് ഇൻസ്ട്രക്ഷൻസ് വിച്ച് ക്യാൻ ഓൾസോ ബി റെഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ബൈ ദ പ്രോഗ്രാമർ. അസംബ്ലി ലാംഗ്വേജിൽ നമ്മൾ കോഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നിമോണിക്സ് ആണ്. നിമോണിക്സ് എന്ന് പറഞ്ഞാൽ ആഡ്, സബ്, മൽ, MUL, അങ്ങനെ ഓരോരോ നിമോണിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ അത് കോഡ് ചെയ്യുന്ന ആളിനും മനസ്സിലാവും, അതേപോലെ മെഷീനിനും മനസ്സിലാവും. ഹയർ ലെവൽ ലാംഗ്വേജ്: ഹയർ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ C പ്രോഗ്രാമിങ്ങിന് ഹയർ ലെവൽ ലാംഗ്വേജ് എന്ന് പറയും. പ്രോഗ്രാംസ് റിട്ടൺ ഫോർ ദ കമ്പൈലർ ആൻഡ് ഇന്റർപ്രിറ്റർ ക്യാൻ ബി റെഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ബൈ ദ പ്രോഗ്രാമർ. സോ ഈ പ്രോഗ്രാമർ ചെയ്യുമ്പോൾ പ്രോഗ്രാമറിനും വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. നെക്സ്റ്റ് പോയിന്റ്: കൺസിസ്റ്റ് ഓഫ് ബൈനറീസ്, സീറോസ് ആൻഡ് വൺസ്. സോ നമ്മൾ മെഷീൻ ലാംഗ്വേജ് ചെയ്യുന്നത് സീറോസ് ആൻഡ് വൺസ് ആണ്, ബൈനറി കോഡാണ്. അടുത്തത് അസംബ്ലി ലാംഗ്വേജ്: ഫോളോസ് സിൻടാക്സ് സിമിലർ ടു ഇംഗ്ലീഷ് ലാംഗ്വേജ്. സോ അസംബ്ലി ലാംഗ്വേജ് ഇംഗ്ലീഷ് ലാംഗ്വേജിന് സിമിലർ ആയിട്ടുള്ള സിൻടാക്സ് ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഹയർ ലെവൽ ലാംഗ്വേജ്: സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് സിൻടാക്സ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഹയർ ലെവൽ ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ്, സിൻടാക്സ് എല്ലാം ഇംഗ്ലീഷ് ലാംഗ്വേജിന് സിമിലർ ആയിരിക്കും. നെക്സ്റ്റ് തേർഡ് പോയിന്റ്: ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മെഷീൻ ലാംഗ്വേജിൻ്റെ ആണ്. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്ലാറ്റ്ഫോം ഓർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓർ ദ ടൈപ്പ് ഓഫ് മെഷീൻ ഇറ്റ് ഈസ് എക്സിക്യൂട്ടഡ്. സോ മെഷീൻ ലാംഗ്വേജിൻ്റെ കോഡ് നമ്മൾ ഒരു മെഷീനിൽ റൺ ചെയ്യുന്ന കോഡ് ഇനിയൊരു മെഷീനിൽ ചിലപ്പോൾ റൺ ആവില്ല, അത് ഡിപ്പെൻഡ് ആവും. സോ നമ്മൾ ഒരു കോഡ് അതിൽ റൺ ആവുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ടൈപ്പ് ഓഫ് മെഷീൻ അതിന് അനുസരിച്ച് ഡിപ്പെൻഡ് ആവും. സോ കോഡ് തമ്മിൽ ഡിഫറൻസസ് ഉണ്ടാവും. അടുത്തത് അസംബ്ലി ലാംഗ്വേജിൻ്റെ കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഓൾസോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്ലാറ്റ്ഫോം ഓർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓർ ദ ടൈപ്പ് ഓഫ് മെഷീൻ ഇറ്റ് ഈസ് എക്സിക്യൂട്ടഡ്. സോ അസംബ്ലി ലാംഗ്വേജും ടൈപ്പ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ടൈപ്പ് ഓഫ് മെഷീൻ, റൺ ആവുന്ന മെഷീൻ, പിന്നെ അതേ കണക്ക് സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. സോ അത് ഒരു മെഷീനിൽ ഇനി ഒരു മെഷീനും അതേ കണക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് വർക്ക് ആവുന്നത് അതിനനുസരിച്ച് ഡിപ്പെൻഡ് ആവും. നെക്സ്റ്റ് ഹയർ ലെവൽ ലാംഗ്വേജ്: കോഡ് ക്യാൻ ബി റൺ ഓൺ ഡിവൈസസ് കമ്പാറ്റബിൾ വിത്ത് ദ ലാംഗ്വേജ്. ഹയർ ലെവൽ ലാംഗ്വേജ് ഈസ് മെഷീൻ ഇൻഡിപെൻഡൻറ്റ്. സോ നമ്മൾ ഈ ഹയർ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്ന പോർട്ടബിൾ ആണ്. സോ നമ്മൾ ജനറലായിട്ട് ആൾമോസ്റ്റ് എല്ലാ മെഷീനിലും നമുക്ക് റൺ ചെയ്യാൻ പറ്റും. സോ ഒരു മെഷീനിൽ റൺ ആവുന്ന കോഡ് നമ്മൾ മറ്റൊരു മെഷീനിലും റൺ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൽ റൺ ആവുന്ന കോഡ് വേറൊരു കമ്പ്യൂട്ടറിലും റൺ ചെയ്യാൻ പറ്റും. സോ അത് ഹയർ ലെവൽ ലാംഗ്വേജിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അടുത്ത പോയിന്റ്: ഫാസ്റ്റർ ഇൻ സ്പീഡ് ഓഫ് എക്സിക്യൂഷൻ. ഇത് മെഷീൻ ലാംഗ്വേജിൻ്റെ ആണ്. ഫാസ്റ്റർ ഇൻ സ്പീഡ് ഓഫ് എക്സിക്യൂഷൻ കമ്പയർ ടു ഹയർ ലെവൽ ലാംഗ്വേജ്, ഹൈ ലെവൽ ലാംഗ്വേജ്. സോ സ്പീഡ് ഓഫ് എക്സിക്യൂഷൻ മെഷീൻ ലെവൽ ലാംഗ്വേജ് ഫാസ്റ്റ് ആണ്. എന്തെന്ന് പറഞ്ഞാൽ ഇതിന് ട്രാൻസ്ലേഷൻ്റെ പ്രൊസീജിയറില്ല, ട്രാൻസ്ലേഷൻ്റെ സ്റ്റെപ്പില്ല. ഡയറക്റ്റ് ബൈനറീസിൽ കോഡ് ചെയ്യുന്നതുകൊണ്ട് അത് ഡയറക്റ്റായിട്ട് എക്സിക്യൂട്ട് ആവുന്നതാണ്. സോ അതുകൊണ്ട് സ്പീഡ് ഓഫ് എക്സിക്യൂഷൻ ഫാസ്റ്റ് ആണ്.
അടുത്ത അസംബ്ലി ലാംഗ്വേജിൻ്റെ സ്പീഡ് ഓഫ് എക്സിക്യൂഷൻ ലൈസ് ബിറ്റ്വീൻ ലോവർ ലെവൽ ലാംഗ്വേജ് ആൻഡ് ഹയർ ലെവൽ ലാംഗ്വേജ്. They have fewer syntaxes, functions, keywords and class libraries. So higher level language syntax ഉണ്ട്, keywords ഉണ്ട്, class libraries ഉണ്ട്. സോ ഇതെല്ലാം കമ്പൈൽ ചെയ്ത് ട്രാൻസ്ലേറ്റ് ആവാൻ കുറച്ച് സമയം പിടിക്കും. അതേപോലെ ഇതിന് മെഷീൻ ലെവൽ ലാംഗ്വേജിൻ്റെ അത്ര സ്പീഡില്ല, പക്ഷെ അസംബ്ലി ഹയർ ലെവൽ ലാംഗ്വേജിൻ്റെ അത്ര സിൻടാക്സും ഇല്ല. സോ അതുകൊണ്ട് ഇതിൻ്റെ എക്സിക്യൂഷൻ ടൈം എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് എക്സിക്യൂഷൻ ഇൻ ബിറ്റ്വീൻ ദ ഹയർ ലെവൽ ലാംഗ്വേജ് ആൻഡ് ദ ലോവർ ലെവൽ ലാംഗ്വേജ്. നെക്സ്റ്റ് ഹയർ ലെവൽ ലാംഗ്വേജിൻ്റെ സ്ലോവർ കമ്പയർ ടു ദ മെഷീൻ ലെവൽ ലാംഗ്വേജ്. സോ മെഷീൻ ലെവൽ ലാംഗ്വേജ് കമ്പയർ ചെയ്താൽ സ്ലോ എന്തെന്ന് പറഞ്ഞാൽ ഇതിന് ട്രാൻസ്ലേഷനുണ്ട്, കമ്പൈലർ, ഇൻ്റർപ്രിറ്റർ, അത് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആവാൻ കുറച്ച് സമയം എടുക്കും. നെക്സ്റ്റ് മെഷീൻ ലെവൽ ലാംഗ്വേജിന് നോട്ട് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഡിബഗ് ഇൻ കേസ് ഓഫ് എറർസ്. സോ മെഷീൻ ലെവൽ ലാംഗ്വേജ് കോഡിൽ എന്തെങ്കിലും എറർസ് സംഭവിച്ചാൽ അതിനെ ഡീബഗ് ചെയ്യാൻ എളുപ്പമല്ല. അത് വായിച്ച് മനസ്സിലാക്കി അതിൻ്റെ എറർസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി കുറേ സമയം പിടിക്കും, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. നെക്സ്റ്റ് അസംബ്ലി ലെവൽ ലാംഗ്വേജ് ബെറ്റർ കമ്പയർ ടു മെഷീൻ ലാംഗ്വേജ് can be read and understand instructions. സോ മെഷീൻ ലെവൽ ലാംഗ്വേജ് കമ്പയർ ചെയ്താൽ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് വായിച്ച് എന്തെങ്കിലും എറർസ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. നെക്സ്റ്റ് ഹയർ ലെവൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ലൈക്ക് ലാംഗ്വേജ് can be understood by the programmer and error debug is easy. സോ ഇതിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തന്നെ അതിലെന്തെങ്കിലും കറക്ഷൻസ് അല്ലെങ്കിൽ എറർസ് ഉണ്ടെങ്കിൽ അത് ഡിസ്പ്ലേ ചെയ്യും. സോ അത് വായിച്ചിട്ട് നമുക്ക് എറർസ് കറക്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. സോ ഇംഗ്ലീഷ് ലൈക്ക് ലാംഗ്വേജ് ആയതുകൊണ്ട് വായിച്ചിട്ട് നമുക്ക് എറർസിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും, ഡീബഗ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പോയിന്റ് ഇൻ മെഷീൻ ലെവൽ ലാംഗ്വേജ് ബെറ്റർ പെർഫോമൻസ് ആസ് ദേ ആർ ഫാസ്റ്റർ. മെഷീൻ ലെവൽ ലാംഗ്വേജിൻ്റെ പെർഫോമൻസ് ബെറ്റർ ആണ്. സോ ഇറ്റ് ഈസ് ഫാസ്റ്റ് ആയതുകൊണ്ട് ബെറ്റർ പെർഫോമൻസ്. അടുത്തത് അസംബ്ലി ലാംഗ്വേജിൻ്റെ പെർഫോമൻസ് ലൈസ് ബിറ്റ്വീൻ മെഷീൻ ലാംഗ്വേജ് ആൻഡ് ഹൈ ലെവൽ ലാംഗ്വേജ്. സോ പെർഫോമൻസ് ലൈസ് ബിറ്റ്വീൻ മെഷീൻ ലെവൽ ലാംഗ്വേജ് ആൻഡ് ഹയർ ലെവൽ ലാംഗ്വേജ്. നെക്സ്റ്റ് ഹയർ ലെവൽ ലാംഗ്വേജിൻ്റെ ഇത് ലെസ്സർ പെർഫോമൻസ് ആസ് ദ സ്പീഡ് ഓഫ് എക്സിക്യൂഷൻ ഇസ് സ്ലോ. സോ ഹയർ ലെവൽ ലാംഗ്വേജിൻ്റെ പെർഫോമൻസ് ലെസ് ആണ്. So last point, does not need translation as they are in machine language. So machine language in the next point, ഇതിന് ട്രാൻസ്ലേഷൻ്റെ ആവശ്യമില്ല. എന്തെന്ന് പറഞ്ഞാൽ അത് ഡയറക്റ്റ് മെഷീൻ ലാംഗ്വേജിൽ കോഡ് ചെയ്യുന്നതാണ്, ബൈനറി വൺസ് ആൻഡ് സീറോസിൽ കോഡ് ചെയ്യുന്നതാണ്. അത് ഡയറക്റ്റ് മെഷീനിന് വായിച്ച് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അത് നെക്സ്റ്റ് അസംബ്ലി ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ്സ് അസംബ്ലി ലാംഗ്വേജ് ഇൻ ടു മെഷീൻ ലാംഗ്വേജ്. സോ assembler translates the assembly language to machine language. Next, compiler and interpreter are needed to translate to machine language. So നമ്മൾ എഴുതുന്ന ഹയർ ലെവൽ ലാംഗ്വേജ് കോഡിന് കമ്പൈലറും ഇൻ്റർപ്രിറ്ററും എൻ്റെ ആവശ്യം കൊണ്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മെഷീൻ ലാംഗ്വേജിലാക്കാൻ കഴിയും. സോ നെക്സ്റ്റ് സബ് പാർട്ട് കമ്പൈലർ ആൻഡ് അസംബ്ലർ. സോ ഇതാണ് നമ്മൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കമ്പൈലർ ആൻഡ് അസംബ്ലർ എന്ന് ചോദിച്ചിരിക്കുകയാണ്. സോ കമ്പൈലർ ആൻഡ് അസംബ്ലർ. കമ്പൈലർ converts the source code written by the programmer into a machine level language. Assembler converts the assembly level language into machine language. Next, source code is the input of the compiler. So compiler na nammal kodukkunna input source code aanu. Assembly language code is the input of the assembler. Next, compiler converts the entire code into machine language at a time. സോ ഇതിൽ കമ്പൈലർ എന്ന് പറയുന്നത് മൊത്തം കോഡിനെ കൺവേർട്ട് ചെയ്ത് മെഷീൻ ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. അസംബ്ലർ ചെക്ക് ഈച്ച് ഇൻസ്ട്രക്ഷൻ ഫോർ ഇറ്റ്സ് കറക്റ്റ്നെസ് ആൻഡ് ജനറേറ്റ്സ് എ ഡയഗ്നോസ്റ്റിക് മെസ്സേജ്. അസംബ്ലർ ഓരോ ഇൻസ്ട്രക്ഷനായിട്ട് ചെക്ക് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്യും. സോ അത് 1 by 1 ആയിട്ട് ചെയ്യുന്നതാണ്. എന്തെങ്കിലും എറർസ് വന്നാൽ അത് എറർ കറക്റ്റ് ചെയ്തിട്ടോ നെക്സ്റ്റ് കോഡിന് അത് ഇത് ചെയ്യും, പ്രോസസ് ചെയ്യും. Compiler is more faster and intelligent than an assembler. So compiler assemblerനെ സംബന്ധിച്ച് കുറച്ചുകൂടെ ഫാസ്റ്റ് ആൻഡ് ഇൻ്റലിജൻ്റ് ആണ്. അടുത്തത് assembler is less efficient than compiler. Next, output of compiler is the mnemonic binary version of the machine code. So compilerൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ മെഷീൻ കോഡിൻ്റെ ന്യൂമോണിക് ആണ്. സോ അത് വൺസ് ആൻഡ് സീറോസിൽ ട്രാൻസ്ലേറ്റ് ആവുന്ന ഒരു കോഡാണ്, ന്യൂമോണിക് കോഡാണ്. Output of assembler is the binary version of machine code. Assemblerന്റെ ഔട്ട്പുട്ട് മെഷീൻ കോഡിൻ്റെ ബൈനറി വെർഷൻ ആണ്. എക്സാമ്പിൾസ് ഓഫ് കമ്പൈലർ ആർ C, C++ and Java.
Examples of assembler are GAS, GNU assemblers. There are 7 phases of the compiler: lexical analyzer, syntax analyzer, semantic analyzer, intermediate code generated, code optimizer, code generator, error handler. There are 2 phases of an assembler: first phase, second phase. Next, different types of compiler include cross compiler, bootstrap compiler, decompiler, source to source compiler. Different types of assembler include one pass assemblers, load and go assemblers. Next point, last point, it is easier to debug, and in assembler is difficult to debug. So ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. 5 മാർക്സിന് നോക്കിയിട്ട് ആവശ്യമുള്ള ഈസി ആയിട്ടുള്ള പോയിന്റ്സ് എഴുതിയാലും 5 മാർക്സ് സ്കോർ ചെയ്യാൻ കഴിയും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ C program to find the LCM and HCF of any two numbers entered by user. LCM എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, HCF എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. സോ അത് നമ്മൾ ഒരു പ്രോഗ്രാമിൽ ചെയ്യുന്നതാണ്. So first ഈ ജസ്റ്റ് പ്രോഗ്രാം എഴുതിയാൽ 5 മാർക്സ് ആണ്. So this program accepts 2 positive integers and finds their LCM, lowest common multiple, and HCF, highest common factor. This uses a function to compute HCF of 2 input numbers. So നമ്മൾ ഫസ്റ്റ് HCF ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അത് വെച്ച് നമുക്ക് LCM എടുക്കാൻ പറ്റും. സോ ഇതിൻ്റെ പ്രോഗ്രാമാണ് ഇത്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ആവുന്നത്. ഹാഷ് ഇൻക്ലൂഡ് studio.h void LCM underscore GCD ബ്രാക്കറ്റിനകത്ത് int, int, ഇത് സെമിക്കോളൻ. സോ ഇതെന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്യാണ്. ഫംഗ്ഷൻ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ആണ്. നെക്സ്റ്റ് void main ഓപ്പൺ ഫ്ലോർ ബ്രാക്കറ്റ് int num1 num2. സോ 2 നമ്പറിൻ്റെ LCMഉം HCFഉം ആണ് ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് num1 num2 എന്ന് പറഞ്ഞുള്ള ഇൻറ്റീജർ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാണ്. നെക്സ്റ്റ് printf enter 2 numbers. സോ നമ്മൾ printf സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഔട്ട്പുട്ടിൽ കാണിക്കാൻ വേണ്ടി enter 2 numbers. സ്കാൻ ഓഫ് %d and num1 and num2. സോ ഇത് 2 നമ്പർ എൻട്രി ചെയ്യുന്ന നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി അഡ്രസ് ഓഫ് num1, അഡ്രസ് ഓഫ് num2. നെക്സ്റ്റ് നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യാണ്. ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് LCM underscore GCD num1, num2. സോ num1, num2 എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് ആണ്. സോ ഇത് നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഫംഗ്ഷനിലോട്ട് പോകും. സോ ഇത് എന്നിട്ട് void LCM GCD int n1 and int n2. n1 എന്ന് പറയുന്നത് num1ൻ്റെ കോപ്പിയാണ്. അതേ കണക്ക് n2 എന്ന് പറയുന്നത് num2ൻ്റെ കോപ്പിയാണ്. n1 and n2 ആർ ദ ഫോർമൽ പാരാമീറ്റേഴ്സ്. നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ LCM ഫൈൻഡ് ചെയ്യാൻ വേണ്ടി അഡീഷണൽ ആയിട്ട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാണ്. അത് ഫംഗ്ഷനകത്താണ്. സോ int GCD. സോ GCDയുടെ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി GCD എന്ന് പറഞ്ഞൊരു വേരിയബിൾ, LCMൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യാൻ LCM എന്ന് പറഞ്ഞൊരു വേരിയബിളും. സോ അതിന് രണ്ടിനെയും ഡിവൈഡ് ചെയ്താൽ നമുക്ക് LCM GCD ഫൈൻഡ് ചെയ്യാൻ പറ്റും. റിമൈൻഡർ എന്ന് പറഞ്ഞ വേരിയബിൾ, ന്യൂമറേറ്റർ എന്ന് പറഞ്ഞ വേരിയബിൾ, ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞ വേരിയബിൾ. സോ നെക്സ്റ്റ് ഇഫ് നമ്പർ 1 n1 ഗ്രേറ്റർ ദാൻ n2. സോ n1 എന്ന് പറയുന്നത് നമ്പർ 1 ഗ്രേറ്റർ ദാൻ നമ്പർ 2. ആദ്യത്തെ നമ്പർ രണ്ടാമത്തെ നമ്പറിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ ന്യൂമറേറ്റർ ഈക്വൽ ടു n1. സോ n1ലുള്ള വാല്യൂ ന്യൂമറേറ്ററിൽ കോപ്പി ചെയ്യുക. ഡിനോമിനേറ്റർ ഈക്വൽ ടു n2. n2 എന്ന് പറഞ്ഞ വാല്യൂ ഡിനോമിനേറ്ററിൽ കോപ്പി ചെയ്യുക. അതല്ലെങ്കിൽ നമ്മൾ കൂടുതലുള്ള നമ്പറാണ് ന്യൂമറേറ്ററിൽ വരാനുള്ളത്. സോ അതിന് കൂടുതലുള്ള നമ്പർ ന്യൂമറേറ്ററിൽ അല്ലെങ്കിൽ നമ്മളത് ഇന്റർചേഞ്ച് ചെയ്യേണ്ടി വരും. n2 is the value of n2 is copied to numerator. സോ ന്യൂമറേറ്ററിൽ n2ൻ്റെ വാല്യൂ കോപ്പി ചെയ്യും, ഡിനോമിനേറ്ററിൽ n1ൻ്റെ വാല്യൂ കോപ്പി ചെയ്യും ഇഫ് ദ വാല്യൂ ഓഫ് n1 is lesser than n2. എന്നിട്ട് റിമൈൻഡർ ഈക്വൽ ടു ന്യൂമറേറ്റർ മോഡുലസ് ഡിനോമിനേറ്റർ. സോ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിവൈഡ് ചെയ്തിട്ട് അതിലുള്ള റിമൈൻഡർ വാല്യൂ നമ്മൾ റിമൈൻഡറിൽ സേവ് ചെയ്യുന്നു. അതിനുശേഷം നെക്സ്റ്റ് റിമൈൻഡർ വൈൽ റിമൈൻഡർ നോട്ട് ഈക്വൽ ടു 0. സോ ആ റിമൈൻഡർ 0 അല്ലാത്തിടത്തോളം സമയം വരെ വൈൽ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവും. അപ്പോൾ എന്താവും, ഡിനോമിനേറ്ററിലുള്ള വാല്യൂ ന്യൂമറേറ്ററിൽ കോപ്പി ചെയ്യും, റിമൈൻഡറിലുള്ള വാല്യൂ ഡിനോമിനേറ്ററിൽ കോപ്പി ചെയ്യും. എന്നിട്ട് വീണ്ടും റിമൈൻഡർ ഈക്വൽ ടു ന്യൂമറേറ്റർ മോഡുലസ് ഡിനോമിനേറ്റർ. സോ ന്യൂമറേറ്റർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ ചെയ്തിട്ട് അതിലുള്ള റിമൈൻഡർ വാല്യൂ റിമൈൻഡറിലോട്ട് കോപ്പി ചെയ്യും. സോ ഇത് എത്രത്തോളം വർക്ക് ആവും എന്ന് പറഞ്ഞാൽ റിമൈൻഡറിൻ്റെ വാല്യൂ 0 ആവുന്നവരെ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. എന്നിട്ട്
ഡിനോമിനേറ്റർ അവസാനം വരുന്ന ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ ജി സി ഡിയിൽ കോപ്പി ചെയ്യും. സോ ദിസ് ഇസ് ദ വാല്യൂ ഓഫ് ജി സി ഡി. നെക്സ്റ്റ് എൽ സി എം ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എൽ സി എം ഈക്വൽ ടു n1 ഇൻറ്റു n2 ഡിവൈഡഡ് ബൈ ജി സി ഡി. സോ നമ്മൾ ഈ എക്സാമ്പിളിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന n1ൻ്റെ വാല്യൂ 15ഉം n2ൻ്റെ വാല്യൂ 45ഉം ആണ്. സോ ഇത് ഇങ്ങനെ വർക്കാവും. സോ n1ൻ്റെ വാല്യൂ 45 എന്നുള്ളത് ന്യൂമറേറ്ററും 15 എന്നുള്ളത് ഡിനോമിനേറ്ററുമാണ്. സോ ഇത് ഡിവൈഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് അവസാനം നമുക്ക് ജി സി ഡിയുടെ വാല്യൂ 15 കിട്ടും. ജി സി ഡിയുടെ വാല്യൂ 15ഉം എൽ സി എമ്മിൻ്റെ വാല്യൂ 45ഉം കിട്ടും. സോ നമ്മൾ ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ ജി സി ഡിയിൽ സ്റ്റോറായി. എൽ സി എം ഈക്വൽ ടു 15 ഇൻറ്റു 45 ഡിവൈഡഡ് ബൈ 15 ഈക്വൽ ടു 45. സോ എൽ സി എം ഇത് കണക്ക് കിട്ടും. സോ നമ്മൾ പ്രിന്റ് ഔട്ട്. സോ നമ്മൾ ഔട്ട്പുട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ജി സി ഡി ഓഫ് %d ആൻഡ് %d ഈക്വൽ ടു %d n1, n2, ജി സി ഡി. സോ നമ്മൾ ഔട്ട്പുട്ട് ഫംഗ്ഷനിൽ തന്നെ പ്രിന്റ് ചെയ്യണം. എൽ സി എം ഓഫ് 15 ആൻഡ് 45 ഈക്വൽ ടു 45. സോ ഇത് കണക്ക് നമുക്ക് വേണമെങ്കിൽ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സോ ഇത് ഞാൻ കോഡ് കോപ്പി ചെയ്തിട്ട് ഓൺലൈൻ സി കമ്പൈലറുണ്ട്. സോ അതിൽ ഞാൻ പേസ്റ്റ് ചെയ്ത് റൺ ചെയ്യണം. റൺ ചെയ്യുമ്പോൾ എൻ്റർ ദ 2 നമ്പേഴ്സ് എന്ന് ചോദിക്കുന്നത്. സോ അതിൽ ഞാൻ 15 സ്പേസ് 45 കൊടുക്കുകയാണ്. 45 കൊടുക്കുമ്പോൾ ജി സി ഡി ഓഫ് 15 ആൻഡ് 45 ഈക്വൽ ടു 15, എൽ സി എം ഓഫ് 15 ആൻഡ് 45 ഈക്വൽ ടു 45. സോ ഇതാണ് എൻ്റെ ഔട്ട്പുട്ട്. സോ ഇത്ര നമ്മൾ എക്സാമിൽ ഔട്ട്പുട്ട് എക്സിക്യൂട്ട് ചെയ്യില്ല, പക്ഷെ നമ്മൾ ഔട്ട്പുട്ടും എഴുതി പ്രോഗ്രാമും എഴുതിയാൽ ഫുൾ മാർക്സ് കിട്ടും. സോ ഇതാണ് പ്രോഗ്രാമിൻ്റെ കോഡ് output. So next question number 3, write a C program to reverse a string. So ഇത് 5 മാർക്സിനാണ്. സോ ഈ പ്രോഗ്രാം നമ്മൾ സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യണം. സോ അതങ്ങനെ ചെയ്യുമ്പോൾ എളുപ്പമായിട്ട് നമുക്ക് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ കോഡ് എന്ന് പറയുന്നത് പ്രോഗ്രാം ടു റിവേഴ്സ് എ ഗിവൺ സ്ട്രിങ് #include stdio.h #include string.h. നമ്മൾ സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ ഈ ഹെഡർ ഫയലും കൂടെ യൂസ് ചെയ്യും, string.h എന്നുള്ളത്. നെക്സ്റ്റ് ഇൻറ്റ് മെയിൻ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്ത് നെക്സ്റ്റ് ഓപ്പൺ ഫോർ ബ്രാക്കറ്റ് ക്യാരക്ടർ എസ് ഓഫ് 100. സോ ഇത് ഒരു ക്യാരക്ടർ അറേയാണ്. 100 മാക്സിമം ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ഒരു 100 ഉള്ള ഒരു സ്ട്രിങ്ങിനെ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പ്രിന്റ് ഓഫ് എൻ്റർ എ സ്ട്രിങ് ടു റിവേഴ്സ്. സോ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ ആവശ്യമുള്ള സ്ട്രിങ്ങിന് എൻ്റർ ചെയ്യാൻ ചോദിക്കുന്ന. നെക്സ്റ്റ് ഗെറ്റ്സ് എസ് ഓഫ് എസ്. ഇതിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന സ്ട്രിങ് അതിൽ സേവ് ആവും, ഗെറ്റ്സ് എസ്. നെക്സ്റ്റ് സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻ ആണ് സ്ട്രിങ് റിവേഴ്സ്. strrev എന്ന് പറയുന്ന സ്ട്രിങ്ങിനെ റിവേഴ്സ് ചെയ്യാനുള്ള ഒരു സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻ ആണ്. സോ നമ്മൾ ഗിവൺ ഇൻപുട്ട് സ്ട്രിങ്ങിനെ നമ്മൾ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി ഈ സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് റിവേഴ്സ് ഓഫ് ദ സ്ട്രിങ് ഈക്വൽ ടു %s/newline yes. സോ നമ്മൾ റിവേഴ്സ് ചെയ്ത സ്ട്രിങ്ങിനെ പ്രിന്റ് ചെയ്യും. സോ എസ്സിൽ ഇത് ഓൾറെഡി റിവേഴ്സ് ആയ സ്ട്രിങ് സ്റ്റോർ ആയിരിക്കുന്നതാണ്, അത് സ്റ്റോർ ആവും. നെക്സ്റ്റ് റിട്ടേൺ 0. സോ ഇത് സ്ട്രിങ് റിവേഴ്സ് ആവും. സോ ഇതിൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇതാണ് പ്രോഗ്രാം. #include stdio.h string.h മെയിൻ ക്യാരക്ടർ എൻ്റർ സ്ട്രിങ് ടു റിവേഴ്സ് ഗെറ്റ്സ് എസ്. സോ എൻ്റർ സ്ട്രിങ് ടു റിവേഴ്സ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. സ്ട്രിങ് യൂണിവേഴ്സിറ്റി എന്ന് കൊടുത്താൽ റിവേഴ്സ് ഓഫ് ദ സ്ട്രിങ് ഈസ് യൂണിവേഴ്സിറ്റിയുടെ റിവേഴ്സ് പ്രിന്റ് ചെയ്യും. സോ ഇത്രയ്ക്ക് 5 മാർക്സ് ആണ്. സോ ഇതിൽ ഇന്ന കണ്ടീഷൻ ഇല്ല, ഇന്ന രീതിയിൽ തന്നെ നമ്മൾ പ്രോഗ്രാം എഴുതണമെന്ന് കൊടുത്തിട്ടില്ല. എനി മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, either സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻ ഓർ നോർമൽ മെത്തേഡ്. സോ നമ്മൾ സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് എളുപ്പമായി. നെക്സ്റ്റ് 4th question. What are the 4 basic storage classes in C? 5 marks. So there are 4 basic storage classes in C. So there are four storage class specifications in C: automatic, external, static, and register. They are identified by the keywords auto, extern, static, and register respectively.
The storage class associated with a variable is sometimes defined by the location of the variable declaration within the program. In other situations, however, the keyword that specifies a particular storage class must be placed at the beginning of the variable declarations. So, നമ്മൾ സാധാരണ നിലയിൽ നമ്മൾ എനി വേരിയബിൾ നമ്മളൊരു ഫംഗ്ഷനിൽ അല്ലെങ്കിൽ മെയിനിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് അത് ഓട്ടോമാറ്റിക് വേരിയബിൾ ആണ്. സോ അതിന് സ്കോപ്പ് എന്നുള്ളത് അത് ആ പർട്ടിക്കുലർ ഫംഗ്ഷനകത്ത് മാത്രമേ കാണൂ. സോ അത് എല്ലായിടത്തും എല്ലാ സ്ഥലത്തും ആ പ്രോഗ്രാമിൽ ത്രൂ ഔട്ട് ദി പ്രോഗ്രാം അതിൽ അതിന് സ്കോപ്പ് കാണില്ല. ഏതൊരു ഫംഗ്ഷനിൽ ഡിക്ലെയർ ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കലി ഫംഗ്ഷനിൽ ആ സ്കോപ്പ് കാണും. അല്ലെങ്കിൽ നമ്മൾ മെയിൻലി ഡിക്ലെയർ ചെയ്താൽ മെയിനിൽ മാത്രം അതിൻ്റെ വാല്യൂ ഇതാവും. സോ നമ്മൾ ഏത് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓർ മെയിൻ. സോ അതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഓട്ടോമാറ്റിക് വേരിയബിൾ. സോ automatic variables are always declared within a function and are local to the function in which they are declared. That is, their scope is confined to that function. Automatic variables defined in different functions will therefore be independent of one another, even though they may have the same name. Any variable declared within a function is interpreted as an automatic variable unless a different storage class specification is shown in the declaration. സോ ഇതെന്താണെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് വേരിയബിൾ എന്ന് പറയുന്നത് നമ്മൾ ആ ഫംഗ്ഷനിൽ ഡിഫൈൻ ചെയ്യുന്നതാണ്. സോ നമ്മൾ ഡിഫറെൻറ്റ് ഫങ്ഷൻസിൽ നമ്മൾ ഡിഫറെൻറ്റ് സെയിം നെയിം കൊടുത്താലും അതിന് ഡിഫറെൻറ്റ് വാല്യൂസ് കാണും. എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് വേരിയബിൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് അത് ആ പർട്ടിക്കുലർ ഫങ്ഷനിലോ അതിൻ്റെ സ്കോപ്പ് കാണും. നെക്സ്റ്റ് അതിൻ്റെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാം അല്ല, അതിൻ്റെ ജസ്റ്റ് ഒരു സിൻടാക്സ് എഴുതിയാൽ മതി. സോ ഇത് ഈ എക്സാമ്പിൾ സിൻടാക്സ് എന്ന് പറയാം. സോ കാൽക്കുലേറ്റ് ദ ഫാക്ടോറിയൽ ഓഫ് ഇൻറ്റീജർ ക്വാണ്ടിറ്റി. സോ ഇതിൽ നമ്മൾ സാധാരണ പ്രോഗ്രാം ചെയ്യുന്നതാണ് തന്നെ studio.h ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് സോ ഫംഗ്ഷനകത്ത് വരുന്ന ഒരു വേരിയബിളിൻ്റെ ഇതാണ് മെൻഷൻ ചെയ്യുന്ന. സോ ഓട്ടോ ഇൻറ്റീജർ എൻ എന്ന് പറയുന്ന ഒരു ഓട്ടോമാറ്റിക് വേരിയബിൾ ആണ്. ഇതിൻ്റെ സ്കോപ്പ് ഉള്ളത് ഈ വെറും മെയിൻ ഫംഗ്ഷനിൽ മാത്രമാണ്. സോ നമ്മൾ ഈ ഫംഗ്ഷനകത്തും എൻ എന്ന് കൊടുത്തിരിക്കുന്ന സോ അത് സെപ്പറേറ്റ് ആണ്. അത് രണ്ടും രണ്ടാണ്. സോ ഇതിൽ വരുന്ന കാൽക്കുലേറ്റ് ദ ഫാക്ടോറിയൽ ഇതിൽ നമ്മൾ ഫംഗ്ഷനിൽ ഓട്ടോമാറ്റിക് ഇൻറ്റീജർ എൻ എന്ന് കൊടുത്തിരിക്കുന്നു. സോ രണ്ടും രണ്ടാണ്, ഡിഫറെൻ്റ് ആണ്. നെക്സ്റ്റ് global external variable. So external variables, in contrast to automatic variables, are not confined to single functions. Their scope extends from the point of definition through the remainder of the program. Hence, they usually span two or more functions and often an entire program. They are often referred to as global variables. Since external variables are recognized globally, they can be accessed from any function that falls within their scope. They retain their assigned values within this scope. Therefore, an external variable can be assigned a value within one function, and this value can be used by accessing the external variable within another function. The use of external variables provides a convenient mechanism for transferring information back and forth between functions. സോ എക്സാമ്പിൾ നോക്കാം. സോ ഗ്ലോബൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ത്രൂ ഔട്ട് ദി പ്രോഗ്രാം ഫങ്ഷൻസിലും മെയിനിലും എല്ലാ സ്ഥലത്തും അതിന് സെയിം വാല്യൂ ആയിരിക്കും. അത് ത്രൂ ഔട്ട് ദി പ്രോഗ്രാം അത് സെയിം വാല്യൂ ആയിരിക്കും. സോ നമ്മളിപ്പോൾ ഈ പ്രോഗ്രാമിൽ മെയിൻ ഫംഗ്ഷൻ്റെ മുകളിൽ നമ്മൾ വേരിയബിൾസ് ഡിക്ലെയർ ആണ്. സോ ഇതെല്ലാം ഗ്ലോബൽ വേരിയബിൾ ആണ്. സം ഈക്വൽ ടു 0, ലൈൻസ് ഈക്വൽ ടു 0, ലൈൻ കൗണ്ട്. സോ ഇതെല്ലാം ഗ്ലോബലി ഡിക്ലെയർഡ് ചെയ്താണ്. സോ ഇത് ത്രൂ ഔട്ട് ദി മെയിൻ ഫംഗ്ഷനിലും അതിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. അതേപോലെ തന്നെ സബ് പ്രോഗ്രാം അല്ലെങ്കിൽ 1, 2, 3, 4 ഫങ്ഷൻസ് ഉണ്ടെങ്കിലും ആ ഫങ്ഷൻസിൽ എല്ലാ സ്ഥലത്തും അതിൻ്റെ വാല്യൂ സെയിം തന്നെ ആയിരിക്കും. സോ ഇതിനെ ഗ്ലോബൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ വേരിയബിൾസ് എന്ന് പറയും. Next, static variable. In a single file program, static variables are defined within individual functions and therefore have the same scope as automatic variables. That is, they are local to the functions in which they are defined. So, ഈ സ്റ്റാറ്റിക് വേരിയബിൾ എന്ന് പറഞ്ഞാൽ അത് ലോക്കലി ഡിഫൈൻഡ് ആണ്. എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക്
എന്ന് പറഞ്ഞൊരു നമ്മൾ കീവേഡ് കൊടുത്ത് ആ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്താൽ ത്രൂ ഔട്ട് ദ കംപ്ലീഷൻ ഓഫ് ദ പ്രോഗ്രാം വരെ ആ ലോക്കലി ഡിഫൈൻഡ് വേരിയബിളിൻ്റെ വാല്യൂ ചേഞ്ച് ആവില്ല. അത് പ്രോഗ്രാം എക്സിസ്റ്റ് ആവുന്നവരെ അതിൻ്റെ വാല്യൂ സെയിം തന്നെ ആയിരിക്കും, അതിന് ചേഞ്ച് ആവില്ല. അത് unlike automatic variables, however, static variables retain their values throughout the life of the program. Thus, if a function is excited and then re-entered at a later time, the static variables defined within that function will retain their former values. So function excite ആയിട്ട് re-enter ചെയ്താലും പിന്നെ സമയം കഴിഞ്ഞ് re-enter ചെയ്താലും അതിൻ്റെ വാല്യൂ ചേഞ്ച് ആവില്ല. സോ നമ്മൾ സ്റ്റാറ്റിക് ഇൻറ്റ് എക്സ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞ് നമ്മൾ ഡിഫൈൻ ചെയ്താൽ അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്താൽ അതിൻ്റെ വാല്യൂ ത്രൂ ഔട്ട് ദ ലൈഫ് ഓഫ് ദി പ്രോഗ്രാം അതിൻ്റെ വാല്യൂ 10 തന്നെ ആയിരിക്കും. സോ അത് ഒരിക്കലും ചേഞ്ച് ആവില്ല. പക്ഷേ അത് ലോക്കലി ഡിഫൈൻഡ് ആണ്, അത് ഗ്ലോബൽ സ്കോപ്പ് കാണില്ല. സോ വേറെ ഫംഗ്ഷനിൽ അതിൻ്റെ വാല്യൂ വേറെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ നമ്മൾ ഏത് മെയിൻ ഫംഗ്ഷനിൽ അല്ലെങ്കിൽ ഏത് ഫംഗ്ഷനിലാണോ നമ്മൾ സ്റ്റാറ്റിക് ഇൻറ്റ് ഡിഫൈൻ ചെയ്യുന്നത് അതിൻ്റെ വാല്യൂ ആ സ്കോപ്പിൽ തന്നെ അത്രയും പെർമനൻ്റ് ആയിരിക്കും. Static variables are defined within a function in the same manner as automatic variable, except that the variable declaration must begin with the static storage class designation. Static variables can be utilized within the function in the same manner as the other variables. They cannot, however, be accessed outside their defining functions. So ഇതിൻ്റെ എക്സാമ്പിൾ ആണ് void dummy void. So ഇത് ജസ്റ്റ് സ്റ്റാറ്റിക് ഇൻറ്റ് ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ ജസ്റ്റ് ഒരു സിൻടാക്സ് ആണ്. സോ സ്റ്റാറ്റിക് ഇൻറ്റ് എ ഈക്വൽ ടു 10. സോ ഇതിൽ നമ്മൾ ഒരു മെയിൻ ഫംഗ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഈ വാല്യൂ ചേഞ്ച് ആവില്ല. നെക്സ്റ്റ് ലാസ്റ്റിൽ നമ്മൾ രജിസ്റ്റർ വേരിയബിൾസ് ഡിഫൈൻ ചെയ്യുന്നു. സോ രജിസ്റ്റർ വേരിയബിൾസ് ആർ സ്പെഷ്യൽ സ്റ്റോറേജ് ഏരിയാസ് വിത്തിൻ ദ കമ്പ്യൂട്ടേഴ്സ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്സ്. ദ ആക്ച്വൽ അർത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ operations that comprise a program are carried out within these registers. സോ നമ്മൾ കമ്പ്യൂട്ടറിൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൽ ആണ് അർത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ഉള്ളത്. സോ അതിലാണ് ഈ പ്രോഗ്രാംസ് ആൻഡ് കാൽക്കുലേഷൻസ് ഒക്കെ വർക്ക് ആവുന്നത്. സോ ഈ അർത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്നത് രജിസ്റ്റേഴ്സിലാണ്. സോ ഈ രജിസ്റ്റേഴ്സിൽ നമ്മൾ ഓപ്പറേഷൻസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഡയറക്റ്റ് ആക്സസ് ചെയ്താൽ അല്ലെങ്കിൽ അതിൽ നമ്മൾ വാല്യൂ സ്റ്റോർ ചെയ്താൽ എളുപ്പം ആക്സസ് ചെയ്യാൻ പറ്റും. സോ ഇത് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്നത് ടൈം കൺസ്യൂമിങ് കുറയ്ക്കാനും ഫാസ്റ്റർ എക്സിക്യൂഷൻ ടൈമിന് വേണ്ടിയാണ്. സോ മില്ലി സെക്കൻഡ്, നാനോ സെക്കൻഡ് ആ ടൈം ഡ്യൂറേഷനിൽ നമുക്ക് എക്സിക്യൂഷൻ ചെയ്യാൻ വേണ്ടിയാണ് രജിസ്റ്റർ വേരിയബിൾസിൽ നമ്മൾ ഇത് ചെയ്യുന്നത്, രജിസ്റ്റർ വേരിയബിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. So next, normally these operations are carried out by transferring information from the computer's memory to these registers, carrying out the indicated operations and then transferring results back to the computer's memory. So example, so normally നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കമ്പ്യൂട്ടേഴ്സ് മെമ്മറിയിൽ വീണ്ടും തിരിച്ചും ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കും. സോ ഇതിൻ്റെ എക്സാമ്പിളാണ് സിൻടാക്സ് studio.h time.h. സോ ഇതിൽ നമ്മൾ ഹെഡർ ഫയൽ കൊടുക്കുന്ന time.h എന്ന് അഡീഷണൽ ആയിട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് രജിസ്റ്റർ ഇൻറ്റ് F1 F2. സോ ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്താൽ സ്റ്റോറേജ് ക്ലാസ്, സോ അതിൽ സ്റ്റോർ ആവുന്ന വാല്യൂ രജിസ്റ്ററിൽ സ്റ്റോർ ആവും. സോ ഇത് ഫോർത്ത് ആൻസർ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ സ്ട്രക്ചർ ആൻഡ് യൂണിയൻ, 5 മാർക്സ്. സോ ഇതിൽ നമ്മൾ ഒരുപാട് പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ആയിട്ടാണ് സ്ട്രക്ചർ ആൻഡ് യൂണിയൻ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സ്ട്രക്ചർ ആൻഡ് യൂണിയൻ യൂഷ്വലി ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്, പക്ഷെ അതിലുള്ള ഡിഫറൻസസ് ആണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് കീവേഡ് യൂസ് ചെയ്യുന്നത് നമ്മൾ സ്ട്രക്ചറിന് സ്ട്രക്ട് എന്നാണ്, യൂണിയൻ എന്നുള്ള കീവേഡാണ് യൂസ് ചെയ്യുന്നത്. Struct keyword is used to define the structure. Union keyword is used to define the union. Next, size. So when variables or members are associated with the structure, the compiler allocates the memory for each member. The size of a structure is equal to or greater than the sum of size of its members.
ദ സ്ട്രക്ചറിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രക്ചറിൽ സാധാരണ ഒരുപാട് മെമ്പേഴ്സ് കാണും. സോ ഫോർ എക്സാമ്പിൾ നമ്മളൊരു സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റ നമ്മൾ ഒരു സ്ട്രക്ചറിനകത്ത് അസൈൻ ചെയ്യുന്നതെങ്കിൽ സ്റ്റുഡൻറ്റിന് പേര് കാണും. സോ നെയിം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ടൈപ്പ് ഡേറ്റ ആണ്. സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പർ ഇൻറ്റീജർ ടൈപ്പ് ഡേറ്റ ആണ്. അത് കണക്ക് സ്റ്റുഡൻറ്റിൻ്റെ പെർസെൻറ്റേജ് അതൊരു ഫ്ലോട്ട് ടൈപ്പ് ഡേറ്റ ആണ്. സോ അങ്ങനെ സ്റ്റുഡൻറ്റിൻ്റെ ബ്രാഞ്ച് അത് വീണ്ടും ക്യാരക്ടർ ടൈപ്പ് ഡേറ്റ ആണ്. അങ്ങനെ ഓരോന്ന് നമ്മൾ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെമ്പേഴ്സിനെ നമ്മൾ യൂസ് ചെയ്യും ഒരു സ്ട്രക്ചറിനകത്ത്. സോ ഈ മെമ്പേഴ്സിന് നമ്മൾ അസൈൻ ചെയ്യുന്ന മെമ്മറീസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. സോ ഈ ഓരോ മെമ്പേഴ്സിനും സെപ്പറേറ്റ് ആയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യും. Union. Next, when a variable is associated with the union, the compiler allocates the memory considering the size of the largest memory. So the size of union is the size of the largest member. So union എന്ന് പറയുന്ന യൂസ് ചെയ്യുന്നത് നമ്മൾ മെമ്മറി സ്പേസ് സേവ് ചെയ്യാനും അല്ലെങ്കിൽ മെമ്മറി സ്പേസ് കുറയ്ക്കാൻ വേണ്ടി കുറച്ച് കൺസ്യൂം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് യൂണിയൻ എന്ന് പറയുന്നത്. സോ ഇതിൽ യൂണിയനിൽ നമ്മൾ സെയിം സ്റ്റുഡൻറ്റിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ സോ ക്യാരക്ടർ എന്ന് പറയുന്നത് ഡേറ്റ 1 byte ആണ് കൺസ്യൂം ചെയ്യുന്നത്. അതാണ് ഇൻറ്റീജർ 2 bytes ആണ്. ഫ്ലോട്ട് എന്ന് പറയുന്നത് 4 bytes ആണ്. സോ നമ്മൾ ഈ ഫ്ലോട്ട് എന്ന് പറയുന്ന മെമ്പർ ലാർജസ്റ്റ് ഡേറ്റ കൺസ്യൂം ചെയ്യുന്ന മെമ്പറാണ്. സോ സൈസ് ഓഫ് ദ യൂണിയൻ എന്ന് പറയുന്നത് സൈസ് ഓഫ് ദ ലാർജസ്റ്റ് മെമ്പറാണ്. സോ ഇതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ്. മെമ്മറി. ഈച്ച് മെമ്പർ വിത്തിൻ എ സ്ട്രക്ചർ ഈസ് അസൈൻഡ് എ യുണീക്ക് സ്റ്റോറേജ് ഏരിയ ഓഫ് ലൊക്കേഷൻ. സോ ഇതിലുള്ള ഓരോ മെമ്പറിനും സെപ്പറേറ്റ് മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് യൂണിയൻ. മെമ്മറി അലോക്കേറ്റഡ് ഇസ് ഷെയർഡ് ബൈ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഓഫ് യൂണിയൻ. സോ മൊത്തം മെമ്മറി അലോക്കേറ്റ് ചെയ്തത് ഓരോരോ മെമ്പേഴ്സും ഷെയർ ചെയ്താണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, വാല്യൂ ഓൾട്ടറിങ്. Altering the value of a member will not affect the other members of the structure. സോ ഞാനിപ്പോൾ ഇതിലുള്ള മെമ്പേഴ്സിൻ്റെ ഏതെങ്കിലും ഒരു മെമ്പറിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്താൽ, ഫോർ എക്സാമ്പിൾ ബ്രാഞ്ചിൻ്റെ വാല്യൂ അല്ലെങ്കിൽ സെമസ്റ്ററിൻ്റെ വാല്യൂ എന്തെങ്കിലും ചേഞ്ച് ചെയ്താൽ വേറെ മെമ്പേഴ്സിന് ഒന്നും എഫക്റ്റ് ആവില്ല. എന്തെന്ന് പറഞ്ഞാൽ ഇതെല്ലാം സെപ്പറേറ്റ് മെമ്മറി ലൊക്കേഷനിലാണ് സ്റ്റോർ ആയിരിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ മെമ്പേഴ്സിനും സെപ്പറേറ്റ് മെമ്മറിയാണ് അലോക്കേറ്റ് ആയിരിക്കുന്നത്. Next, union. Altering the value of any of the member will alter other member values. സോ ഏതെങ്കിലും ഒരു മെമ്പറിൻ്റെ വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്താലും അതർ മെമ്പേഴ്സിൻ്റെ വാല്യൂ ചേഞ്ച് ആവും അല്ലെങ്കിൽ എഫക്റ്റ് ആവും. നെക്സ്റ്റ്, ആക്സസിങ് മെമ്പേഴ്സ്. ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ക്യാൻ ബി ആക്സസ്ഡ് അറ്റ് എ ടൈം. സോ നമുക്ക് ഒരേ സമയത്ത് എല്ലാ മെമ്പേഴ്സിനെയും ആക്സസ് ചെയ്യാൻ പറ്റും. സോ ഒരേ സമയത്ത് എനിക്ക് രജിസ്റ്റർ നമ്പർ, നെയിം, ബ്രാഞ്ച്, സെമിസ്റ്റർ എല്ലാം എടുക്കാൻ പറ്റും. സോ ഇതിൽ യൂണിയനിൽ ഓൺലി 1 member ക്യാൻ ബി ആക്സസ്ഡ് അറ്റ് എ ടൈം. സോ ഒരു സമയത്ത് എനിക്ക് ഒരു മെമ്പറിൻ്റെ വാല്യൂ എടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇൻറ്റീജർ n1 വാല്യൂ മാത്രമേ റിട്ടർ ചെയ്യും. n2 വാല്യൂ എടുത്താൽ അത് 0 എന്ന് കാണിക്കും. നെക്സ്റ്റ്, ഇനിഷ്യലൈസേഷൻ ഓഫ് മെമ്പേഴ്സ്. സെവറൽ മെമ്പേഴ്സ് ഓഫ് എ സ്ട്രക്ചർ ക്യാൻ ബി ഇനിഷ്യലൈസ്ഡ് അറ്റ് വൺസ്. സോ സ്ട്രക്ചറിൽ നമുക്ക് എല്ലാ മെമ്പേഴ്സിനെയും ഒരുമിച്ച് ഇനിഷ്യലൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ യൂണിയനിൽ ഓൺലി ദ ഫസ്റ്റ് മെമ്പർ ഓഫ് എ യൂണിയൻ ക്യാൻ ബി ഇനിഷ്യലൈസ്ഡ്. സോ ഇതിൽ നമ്മൾക്ക് യൂണിയൻ്റെ ഏതെങ്കിലും ഫസ്റ്റ് മെമ്പർ, സോ ഇൻറ്റീജർ n1 മാത്രം ഇനിഷ്യലൈസ് ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ എക്സാമ്പിളാണ് ഒരു സിൻടാക്സിൻ്റെ പോലത്തെ ഒരു എക്സാമ്പിൾ. നമ്മൾ സ്ട്രക്ചറിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു എന്നുള്ളതാണ്. സ്ട്രക്ട് കീവേഡ് STUD. സ്റ്റുഡൻറ്റ് ജസ്റ്റ് ഇതൊരു നെയിമാണ്. നമുക്ക് നമ്മൾ റിക്വയർമെൻറ്റ് അനുസരിച്ച് പേര് കൊടുക്കാം. സ്റ്റുഡൻ്റ് എന്ന് കൊടുക്കാം, STUD എന്ന് കൊടുത്തിരിക്കുന്ന ഓപ്പൺ ഫ്ലോർ ബ്രാക്കറ്റ്, ഇൻറ്റീജർ ഡേറ്റ ടൈപ്പ്, രജിസ്റ്റർ നമ്പർ, ക്യാരക്ടർ ഡേറ്റ ടൈപ്പ്, നെയിം ഓഫ് 20. സോ ഒരാളുടെ പേര് 20 ആൽഫബറ്റ്സ്. അതാണ് ക്യാരക്ടർ ബ്രാഞ്ച് 20. അതാണ് ഇൻറ്റീജർ സെമസ്റ്റർ, ഫ്ലോട്ട് മാർക്സ്, ക്ലോസ് ഫ്ലോർ ബ്രാക്കറ്റ്, സെമിക്കോളൻ. സോ ഇതാണ് യൂണിയൻ നമ്പർ. സോ ഒരു നമ്പർ ഓപ്പൺ ഫ്ലോർ ബ്രാക്കറ്റ്, ഇൻറ്റീജർ n1, ഫ്ലോട്ട് n2, ക്ലോസ്. സോ ഇത് രണ്ടും സ്ട്രക്ചറും യൂണിയനും ഡിഫൈൻ ചെയ്യുന്നതിൻ്റെ എക്സാമ്പിളാണ്. ഇത് രണ്ടും സിമിലർ ആണ്, പക്ഷേ ഇതിൻ്റെ മെമ്മറി അലൊക്കേഷനും ആക്സസിങ്ങിൻ്റെ എല്ലാം ഡിഫറൻസ് ആണ്. സോ ഇത്ര എഴുതിയാൽ 5 marks സ്കോർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, 6th question. Write a C program to add 2 variables using pointers. സോ നമ്മൾ 2 variables പോയിന്റേഴ്സ് യൂസ് ചെയ്തിട്ട് ആഡ് ചെയ്യണം. സോ ഇതിൻ്റെ ജസ്റ്റ് പ്രോഗ്രാം എഴുതുന്നതാണ്. പ്രോഗ്രാം ടു ആഡ് 2 variables യൂസിങ് പോയിന്റേഴ്സ്. ഹാഷ് ഇൻക്ലൂഡ് stdio.h int main. സോ മെയിൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത്, സോ നമ്മൾ ഇൻറ്റ് മെയിൻ എന്ന് കൊടുത്തിരിക്കുന്നത് നമ്മൾ 2 വേരിയബിൾ ഇൻറ്റീജർ ടൈപ്പാണ്. നെക്സ്റ്റ്, ഇൻറ്റ് ഫസ്റ്റ് സെക്കൻഡ്, *p*q sum.
സോ ഇത് ആക്ച്വലി ഫസ്റ്റ് എന്ന് പറയുന്നത് വേരിയബിൾ ഫസ്റ്റ് നമ്പർ സ്കോർ ചെയ്യാനും, സെക്കൻഡ് എന്നുള്ളത് സെക്കൻഡ് നമ്പർ സ്കോർ ചെയ്യാനും, സ്റ്റാർ പി എന്ന് പറയുന്നത് പോയിന്റർ ടു ദ ഫസ്റ്റ് നമ്പർ, സ്റ്റാർ ക്യൂ എന്ന് പറയുന്നത് പോയിന്റർ ടു ദ സെക്കൻഡ് നമ്പർ. സോ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സമ്മിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി സം എന്നുള്ള വേരിയബിളാണ്. സോ സ്റ്റാർ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ട് ഒരു വേരിയബിളിനെ ഡിഫൈൻ ചെയ്താൽ അത് പോയിന്റർ ടു എ വേരിയബിളാണ്. അതേ കണക്ക് സ്റ്റാർ എന്ന് ഡിഫൈൻ ചെയ്തിട്ട് രണ്ടാമത്തെ വേരിയബിൾ ഡിഫൈൻ ചെയ്താൽ അത് പോയിന്റർ ടു ദ സെക്കൻഡ് വേരിയബിളാണ്. നെക്സ്റ്റ് എൻ്റർ ദ ടു ഇൻറ്റീജേഴ്സ് ടു ആഡ്. സോ രണ്ട് ഇൻറ്റീജർ ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള രണ്ട് ഇൻറ്റീജറിന് എൻ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഔട്ട്പുട്ട് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ് സ്കാൻ ഓഫ് പെർസെൻറ്റേജ് ഡി ആംപർസാൻഡ് ഫസ്റ്റ് ആംപർസാൻഡ് സെക്കൻഡ്. സോ നമ്മൾ രണ്ട് നമ്പർ എൻ്റർ ചെയ്യുന്നത് ആംപർസാൻഡ് ഫസ്റ്റിൽ അഡ്രസ്സിൽ ഫസ്റ്റ് നമ്പർ സ്റ്റോർ ആവും. ആംപർസാൻഡ് സെക്കൻഡ് എന്നുള്ളതിൽ രണ്ടാമത്തെ നമ്പർ സ്റ്റോർ ആവും. നെക്സ്റ്റ് നമ്മൾ ഒരു പോയിന്റർ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, രണ്ട് പോയിന്റേഴ്സ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സോ പി ഈസ് ഈക്വൽ ടു അഡ്രസ് ഓഫ് ഫസ്റ്റ് വേരിയബിളിന്റെ അഡ്രസ്സ് പോയിന്റർ പിയിൽ അസൈൻ ആയിട്ടുണ്ട്. ക്യൂ എന്നുള്ളതിൽ അഡ്രസ് ഓഫ് സെക്കൻഡിന്റെ അഡ്രസ്സ് അസൈൻ ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പോയിന്റർ യൂസ് ചെയ്തിട്ട് രണ്ടിനെയും കൂടെ ആഡ് ചെയ്യാണ്. സം ഈസ് ഈക്വൽ ടു സ്റ്റാർ പി പ്ലസ് സ്റ്റാർ ക്യൂ. സോ ഈ സ്റ്റാർ എന്നുള്ളത് അല്ലെങ്കിൽ ആസ്ട്രിക്സ് എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ കണ്ടന്റ് ആസ്ട്രിക്സിൽ കാണും. സോ അഡ്രസ് ഓഫ് പി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്നുള്ള വേരിയബിളിന്റെ അഡ്രസ്സ് കാണും. അതേ കണക്ക് സ്റ്റാർ പി എന്ന് മെൻഷൻ ചെയ്താൽ ഫസ്റ്റിലുള്ള അതിന്റെ വാല്യൂ അതിൽ ആക്സസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ക്യൂ അഡ്രസ് ഓഫ് ക്യൂ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് എന്നുള്ള വേരിയബിളിന്റെ അഡ്രസ്സാണ് സ്റ്റോർ ആവുന്നത്. അതേ കണക്ക് സ്റ്റാർ ക്യൂ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് എന്നുള്ള വാല്യൂ അതിൽ ആക്സസ് ചെയ്യാൻ പറ്റും. സോ സമ്മിൽ സ്റ്റാർ പി പ്ലസ് സ്റ്റാർ ക്യൂ എന്നുള്ളത് സം അതിൽ സ്റ്റോർ ആവും. പ്രിന്റ് ഓഫ് സം ഓഫ് ദി നമ്പേഴ്സ് ഈക്വൽ ടു പെർസെൻറ്റേജ് ഡി സ്ലാഷ് ന്യൂ ലൈൻ സം. സോ സമ്മിൽ സ്റ്റോർ ആയിരിക്കുന്നത് അത് പ്രിന്റ് ആവും. റിട്ടേൺ 0 ക്ലോസ് സ്ക്വയർ ബ്രാക്കറ്റ്. സോ ഇത് പ്രോഗ്രാം ഇത് വെച്ച് കംപ്ലീറ്റ് ആവും. ഇവിടും വരെ ചെറിയ പ്രോഗ്രാമാണ്, പക്ഷെ പോയിന്റർ യൂസ് ചെയ്ത് പോയിന്ററിന്റെ നോളജ് വേണം. സോ ഇതിന് 5 മാർക്സ് ആണ്. സോ നമ്മൾ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത് വേണമെങ്കിൽ ഇത് റൺ ചെയ്ത് നോക്കാം, ട്രൈ ചെയ്യാം. ഓൺലൈൻ സി കമ്പൈലർ ആണ്. സോ എൻ്റർ ടു ഇൻറ്റീജേഴ്സ് ടു ആഡ് എന്ന് ചോദിക്കുന്നത്. സോ ഞാനത് ഒരു 55ഉം 22ഉം കൂടെ കൊടുക്കുകയാണ്. സോ ഇത് രണ്ടും സം ഓഫ് ദി നമ്പേഴ്സ് ഈസ് 77. ഇത് എക്സിക്യൂട്ട് ആവാണ്. സോ ഞാൻ ഇതിൽ എൻ്റർ ചെയ്തിരിക്കുന്ന എൻ്റർ ടു ഇൻറ്റീജേഴ്സ് ടു ആഡ് 21 and 36, സം ഓഫ് ദി നമ്പേഴ്സ് ഈക്വൽ ടു 57. സോ ഇത് നമ്മൾ ഔട്ട്പുട്ടും കൂടെ എഴുതിയാൽ കുറച്ചും കൂടെ ക്ലിയർ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7th ക്വസ്റ്റ്യൻ ആണ്. 7th ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഹൗ എ ന്യൂ ഫയൽ ഈസ് ഓപ്പൺഡ്. വാട്ട് ആർ ദ 3 modes while opening an existing files? What are the 3 modes while opening an existing file? So ഇത് ഫയൽ ഹാൻഡ്ലിംഗ് ഫംഗ്ഷന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് 5 മാർക്സ് ആണ്. സോ ഫസ്റ്റ് ഓപ്പണിംഗ് ഫയൽ. സോ ഓപ്പണിംഗ് ഫയൽ എഫ് ഓപ്പൺ ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. വി മസ്റ്റ് ഓപ്പൺ എ ഫയൽ ബിഫോർ ഇറ്റ് ക്യാൻ ബി റെഡ്, റൈറ്റ് ഓർ അപ്ഡേറ്റ്. സോ നമ്മളൊരു ഫയലിൽ ചെയ്യുന്ന ഓപ്പറേഷൻ റീഡ്, റൈറ്റ്, അപ്ഡേറ്റ് ആണ്, അല്ലെങ്കിൽ അപ്പൻഡ് എന്ന് പറയും. So the fopen function is used to open a file. The syntax of the fopen is given below. So നമ്മൾ fopen function യൂസ് ചെയ്തിട്ടാണ് ഒരു ഫയൽ ഓപ്പൺ ചെയ്യുന്നത്. സോ അതിൻ്റെ സിൻടാക്സ് ആണ് ഫയൽ ആസ്ട്രിക്സ് fopen ഓപ്പൺ ബ്രാക്കറ്റ് കോൺസ്റ്റ് ക്യാരക്ടർ സ്റ്റാർ ഫയൽ നെയിം കോമ കോൺസ്റ്റ് ക്യാരക്ടർ സ്റ്റാർ മോഡ് ക്ലോസ് ബ്രാക്കറ്റ് സെമിക്കോളൻ. സോ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ fopen ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഇവിടെ ഫയൽ നെയിം കൊടുക്കുന്ന ഒരു പോയിന്റർ ടു ഫയൽ നെയിം കൊടുത്തിട്ട് നെക്സ്റ്റ് അതിൽ ചെയ്യാൻ പോകുന്ന റീഡ് ഓപ്പറേഷൻ അല്ലെങ്കിൽ റൈറ്റ് ഓപ്പറേഷൻ അല്ലെങ്കിൽ അപ്പൻഡ് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ മോഡിൽ കൊടുക്കുന്നു. സോ അത് fopen ഫംഗ്ഷൻ ആക്സെപ്റ്റ്സ് 2 പാരാമീറ്റേഴ്സ്, ദ ഫയൽ നെയിം string. If the file is stored at some specific location, then we must mention the path at which the file is stored. For example, a file name can be like C drive / some folder / some file.txt. അപ്പോൾ നമ്മൾ ഇന്ന ഡ്രൈവിൽ ഇന്ന ഫോൾഡറിനകത്ത് ഇന്ന ഫയൽ നെയിം ഉണ്ടെങ്കിൽ നമ്മൾ ആ പാത്ത് കൊടുത്താൽ നമുക്ക് ഈ
ഫയലിനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. The mode in which the file is to be opened if it is a string. So ഇത് ഒരു എക്സാമ്പിൾ ആണ്. സോ എക്സാമ്പിൾ ഫയൽ ഓപ്പണിൻ്റെ എഫ് ഓപ്പൺ എഫ് ക്ലോസിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. സോ ഇതിൽ നമ്മൾ എന്ത് ചെയ്യും, ഹാഷ് ഇൻക്ലൂഡ് stdio.h void main ഓപ്പൺ ഫ്ലോർ ബ്രാക്കറ്റ് ഫയൽ പോയിന്റർ ടു എ ഫയൽ സ്റ്റാർ എഫ് പി അല്ലെങ്കിൽ ആസ്ട്രിക്സ് എഫ് പി എന്ന് പറയുന്നത് പോയിന്റർ ടു എ ഫയൽ, ക്യാരക്ടർ CH ഒരു ക്യാരക്ടർ വേരിയബിൾ. നെക്സ്റ്റ് എഫ് പി ഈക്വൽ ടു എഫ് ഓപ്പൺ ഫയൽ അണ്ടർസ്കോർ ഹാൻഡിൽ ഡോട്ട് സി. സോ ഇതൊരു ഫയൽ നെയിമാണ്. സോ ഇതിൽ ഇൻ ബിറ്റ്വീൻ ഇൻവേർട്ടഡ് കോമ ആർ. സോ ഇത് റീഡ് ഓപ്പറേഷൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. ക്ലോസ് ബ്രാക്കറ്റ് സെമിക്കോളൻ. സോ വൈൽ 1 ഇത് യൂണിവേഴ്സലി ട്രൂ ആണ്, എപ്പോഴും ട്രൂ ആയിരിക്കും. സോ ഇത് CH ഈസ് ഈക്വൽ ടു എഫ് ഗെറ്റ് സി എഫ് പി. സോ ഇഫ് CH ഈസ് ഈക്വൽ ടു എൻഡ് ഓഫ് ഫയൽ ബ്രേക്ക് %C CH ക്ലോസ് ബ്രാക്കറ്റ് എഫ് ക്ലോസ് എഫ് പി. സോ നമ്മൾ ഫയൽ ഓപ്പറേഷൻസ് കംപ്ലീറ്റ് ആയിട്ട് ഫയലിനെ നമ്മൾ റീഡ് ചെയ്ത് കംപ്ലീറ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ എൻഡ് ഓഫ് ഫയലിൽ പോയതിനു ശേഷം ആ ബ്രേക്ക് ഓപ്പറേഷൻ എക്സിക്യൂട്ട് ആയിട്ട് ആ അതിൽ നിന്ന് ലൂപ്പിൽ നിന്ന് പുറത്തോട്ട് വന്നിട്ട് അതിനുശേഷം നമ്മളത് റീഡ് ചെയ്ത വാല്യൂ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഫയലിനെ നമ്മൾ ക്ലോസ് ചെയ്യുന്നു. എഫ് ക്ലോസ് എന്ന് കൊടുക്കുമ്പോൾ ആ ഓപ്പൺ ചെയ്ത ഫയല് ക്ലോസ് ആവുന്നു. സോ ഇവിടെ ഓപ്പൺ ചെയ്തത് ഇവിടെ എഫ് ക്ലോസ് കൊടുത്ത് ക്ലോസ് ചെയ്യും. സോ ഇതിന് നമ്മൾ ഫയലിനെ ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഒരുപാട് മോഡ്സ് ഓഫ് ഓപ്പണിങ് എ ഫയൽ. സോ നമ്മളിവിടെ നേരത്തെ പറഞ്ഞ കണക്ക് സോ ഇവിടെ ക്യാരക്ടർ മോഡ് എന്ന് പറഞ്ഞത് ഒരുപാട് മോഡ്സ് ഉണ്ട്. There are many modes of opening a file. R, open a file in read mode. W, open or create a text file in write mode. A, open a file in append mode. R plus opens a file in both read and write mode. A plus opens a file in both read and write mode. W plus opens a file in both read and write mode. So ഇത് ഇത്രയും modes of operation ആണ്. സോ ഇത് 7th ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. സോ നെക്സ്റ്റ് 8th ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എ പൈത്തൺ പ്രോഗ്രാം ടു റിവേഴ്സ് എ ഗിവൻ ഇൻറ്റീജർ 5 മാർക്സ്. സോ ഞാൻ ഇത്രയും പോയിന്റ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് വിട്ടുപോയാലും ഫുൾ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. സോ ഇതിൽ ആക്ച്വലി 3 മോഡ്സ് ഫയൽ ഓപ്പണിങ് എക്സിസ്റ്റിംഗ് ഫയലാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ കൂടുതൽ വായിച്ചാൽ ഏതെങ്കിലും മിസ്സായാലും നമുക്ക് ആക്ച്വലി ആ ക്വസ്റ്റ്യൻ്റെ ഇത് കവർ ആവും. So next 8th question, write a Python program to reverse a given integer. So ഒരു given integer എന്ന് പറഞ്ഞാൽ 1 2 3 4 5നെ നമ്മൾ റിവേഴ്സ് ചെയ്ത് 5 4 3 2 1 ആയിട്ട് പ്രിന്റ് ചെയ്യണം. സോ ഇത് അതിൻ്റെ പൈത്തൺ പ്രോഗ്രാമാണ്. സോ ഇതിൻ്റെ ജസ്റ്റ് ഒരു പ്രോഗ്രാം എഴുതിയാൽ മതി. സോ ഇതിൻ്റെ കമന്റ് ആണ് പൈത്തൺ പ്രോഗ്രാം ടു റിവേഴ്സ് എ ഗിവൻ ഇൻറ്റീജർ നമ്പർ ഈക്വൽ ടു ഇൻറ്റ് ഇൻപുട്ട് എൻ്റർ ദ ഇൻറ്റീജർ നമ്പർ. ഇത് പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റിനെ പോലത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എൻ്റർ ദ ഇൻറ്റീജർ നമ്പർ ഇൻപുട്ട് ഇനിഷ്യേറ്റ് വാല്യൂ ടു നൾ ഓർ 0. സോ ഇത് നെക്സ്റ്റ് കോമന്റ് ആണ്. സോ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്നതാണ്. റിവേഴ്സ് അണ്ടർസ്കോർ നമ്പർ ഈക്വൽ ടു 0 എന്ന് ഇനിഷ്യലൈസ് ചെയ്യണം. നെക്സ്റ്റ് കോമന്റ് റിവേഴ്സ് ദ ഇൻറ്റീജർ നമ്പർ വൈൽ യൂസിങ് ദ വൈൽ ലൂപ്പ്. സോ നമ്മൾ വൈൽ ലൂപ്പ് യൂസ് ചെയ്യണം. വൈൽ നമ്പർ ഗ്രേറ്റർ ദാൻ 0. സോ അതിൻ്റെ ലോജിക് ആണ്, അതും കോമന്റ് ആണ്. റിമൈൻഡർ ഈക്വൽ ടു നമ്പർ മോഡുലസ് 10. സോ ആ നമ്പർ 1 2 3 4 5 ആണെങ്കിൽ അതിന് മോഡുലസ് 10 ചെയ്യുമ്പോൾ 5 റിമൈൻഡർ കിട്ടും. സോ റിവേഴ്സ് നമ്പർ ഈക്വൽ ടു റിവേഴ്സ് നമ്പർ ഇൻറ്റു 10 പ്ലസ് റിമൈൻഡർ. സോ റിവേഴ്സ് നമ്പർ നമ്മൾ 0ക്ക് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. 0 × 10 0 ആവും. പ്ലസ് റിമൈൻഡർ എന്ന് പറയുന്നത് 5 ആണ്. സോ 5 റിവേഴ്സ് നമ്പറിൽ അസൈൻ ആവും അല്ലെങ്കിൽ സ്റ്റോർ ആവും. നെക്സ്റ്റ് നമ്പർ ഈക്വൽ ടു നമ്പർ /10. സോ അത് നമ്മൾ നമ്പറിനെ ഡിവൈഡ് ചെയ്തിട്ട് ആ റിമൈൻഡറിന് റൗണ്ട് ഓഫ് ചെയ്യും, അല്ലെങ്കിൽ ഡെസിമൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റൗണ്ട് ഓഫ് ചെയ്യും. സോ 1 2 3 4 5 ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ അത് നമുക്ക് 1 2 3 4 കിട്ടും. സോ അത് നെക്സ്റ്റ് നമ്പറിൽ അസൈൻ ആവും. സോ 1 2 3 4 ഇസ് അസൈൻ ടു ദ നമ്പർ. സോ ഇത് നെക്സ്റ്റ് ലൂപ്പിൽ നമ്പർ ഗ്രേറ്റർ ദാൻ 0 ചെക്ക് ചെയ്യും. സോ 1 2 3 4 ഇസ് ഗ്രേറ്റർ ദാൻ 0. വീണ്ടും ഈ സീക്വൻസ് എക്സിക്യൂട്ട് ആവും. സോ 1 2 3 4 മോഡുലസ് 10 ചെയ്യുമ്പോൾ 4 റിമൈൻഡർ വരും. സോ അത് റിമൈൻഡറിൽ സ്റ്റോർ ആവും. സോ വീണ്ടും റിവേഴ്സ് നമ്പർ ഈക്വൽ ടു റിവേഴ്സ് നമ്പർ ഇൻറ്റു 10 പ്ലസ് റിമൈൻഡർ. സോ 4 റിമൈൻഡറിലുണ്ട്, 5 ഓൾറെഡി റിവേഴ്സ് നമ്പറിലുണ്ട്. 5 × 10 50 പ്ലസ് റിമൈൻഡർ 4. സോ അത് 54 ആവും. സോ 54 is stored to റിവേഴ്സ് നമ്പർ. 1 2 3 4 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ 4 റിമൈൻഡർ വരും.
അല്ല സോറി 1 2 3 കിട്ടും. So 1 2 3 is assigned to number. Again ഇവിടെ ചെക്ക് ചെയ്യും. So number 1 2 3 is greater than 0. വീണ്ടും ഈ സീക്വൻസ് എക്സിക്യൂട്ട് ആവും. 1 2 3 മോഡുലസ് 10 ചെയ്യുമ്പോൾ 3 റിമൈൻഡർ വരും. 3 is assigned to remainder. റിവേഴ്സ് നമ്പർ എന്ന് പറയുന്നത് 54 ആണ്. 54 into 10 540 പ്ലസ് റിമൈൻഡർ 3 543 കിട്ടുക റിവേഴ്സ് നമ്പറിൽ. പിന്നെ വീണ്ടും 1 2 3 ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ 12 നമ്പറിൽ അസൈൻ ആവും. സോ വീണ്ടും 12 is greater than 0. അഗെയിൻ നമ്പർ 12 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ 2 റിമൈൻഡർ വരും. റിമൈൻഡർ 2 സേവ് ചെയ്യും. വീണ്ടും 543 into 10 5340 പ്ലസ് റിമൈൻഡർ 2. അപ്പോൾ 5342 is assigned to റിമൈൻഡർ നമ്പർ. സോ ഇത് കണക്ക് ഇത് എക്സിക്യൂട്ട് ആയിട്ട് സേവ് ആവും. സോ അതിന് എല്ലാം കംപ്ലീറ്റ് റിവേഴ്സ് ആയതിനു ശേഷം നമ്പർ ഇസ് നോട്ട് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ലൂപ്പ് നിന്ന് പുറത്തോട്ട് വന്നിട്ട് റിവേഴ്സ് ഓഫ് എ നമ്പർ ഇസ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യും. സോ ഇത് അതിൻ്റെ ഔട്ട്പുട്ട് 1 2 3 4 5. എൻ്റർ ദ ഇൻറ്റീജർ നമ്പർ 1 2 3 4 5. റിവേഴ്സ് ഈസ് 5 4 3 2 1. ഇത് വേണമെങ്കിൽ നമുക്ക് ഓൺലൈൻ പൈത്തൺ കമ്പൈലറിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഓൺലൈൻ പൈത്തൺ കമ്പൈലർ എടുത്ത് സേവ് ചെയ്ത് റൺ ചെയ്ത് നോക്കിയാൽ എൻ്റർ ദ ഇൻറ്റീജർ നമ്പർ എന്ന് ചോദിക്കുകയാണ്. സോ ഇത് ഞാൻ 1 2 3 4 5 6 എന്ന് തന്നെ കൊടുക്കാം. ദ റിവേഴ്സ് ഓഫ് എ നമ്പർ ഇസ് 6 5 4 3 2 1. സോ ഇങ്ങനെയാണ് അത് വർക്ക് ആവുന്നത്. സോ ഇത് ഔട്ട്പുട്ട് എക്സിക്യൂട്ടായി. ഇതോടുകൂടി ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആയി. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് 8 questions 5 marks. സോ ഇത് ചോയ്സ് ഇല്ല, എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ പാർട്ട് ബിയിലോട്ട് പോവുകയാണ്. പാർട്ട് ബിയിൽ 3 questions ഉണ്ട്, പക്ഷെ ഇതിൽ ചോയ്സ് ഉണ്ട്. ഇനി 2 questions ആൻസർ ചെയ്താൽ മതി. പക്ഷെ നമ്മൾ ഏതായാലും എല്ലാ 3 questions ആൻസർ ചെയ്യാം. ഫസ്റ്റ് 9A, ക്വസ്റ്റ്യൻ നമ്പർ 9A, എക്സ്പ്ലെയിൻ എനി 5 kinds of operators in C. സി പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ്. സോ 9Aയിലുള്ള ആൻസർ ആണ്. C operators can be classified into following types: arithmetic operators, relational operators, logical operators, bitwise operators, assignment operators, conditional operators, special operators. So ഇത്രയും ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് arithmetic operators. C supports all the basic arithmetic operators. The following table shows all the basic arithmetic operators. So ഈ ടേബിളിൽ എല്ലാ ബേസിക് അർത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സും ഉണ്ട്. സോ ഈ കോളത്തിലുള്ളതെല്ലാം ഓപ്പറേറ്റർ ആണ്. ഇപ്പുറത്ത് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആണ്. സോ പ്ലസ് എന്ന് പറയുന്നത് ആഡ്സ് ടു ഓപ്പറൻസ്. സോ സപ്പോസ് എയും ബിയും 2 ഓപ്പറൻ്റ് ആണെന്ന് വിചാരിക്കുക. എയും ബിയും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി പ്ലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നു. അത് കണക്ക് മൈനസ് സബ്ട്രാക്ട് സെക്കൻഡ് ഓപ്പറൻസ് ഫ്രം ദ ഫസ്റ്റ്. സോ ബിനെ എന്ന് മൈനസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറൻ്റ് ആണ് മൈനസ്. അത് കണക്ക് ആസ്ട്രിക്സ്. സോ മൾട്ടിപ്ലൈ 2 ഓപ്പറൻറ്റ്. സോ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി ആസ്ട്രിക്സ്. അതേ കണക്ക് ഡിവൈഡ് ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ, ഇത് സ്ലാഷ്. നെക്സ്റ്റ് മോഡുലസ് എന്ന് പറയുന്നത് റിമൈൻഡർ ഓഫ് ഡിവിഷൻ. സോ രണ്ടും നമ്പർ ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ റിമൈൻഡർ വാല്യൂ റിട്ടേൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് മോഡുലസ്. ഇൻക്രിമെൻറ്റ്, ഡബിൾ പ്ലസ് എന്ന് പറഞ്ഞാൽ ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ. അത് ഒരു നമ്പർ ഇൻക്രീസ് ചെയ്യും. ഇൻക്രിമെൻറ്റ് ദ വാല്യൂ ബൈ 1. അപ്പോൾ നമ്മൾ ++2 എന്ന് കൊടുത്താൽ 2 +2 ഇൻക്രിമെൻറ്റ് ചെയ്യും. +3 എന്ന് കൊടുത്താൽ +3 ഇൻക്രിമെൻറ്റ് ചെയ്യും. അത് കണക്ക് ++1 എന്ന് കൊടുത്താൽ ഒരു വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഡിക്രിമെൻറ്റ്, മൈനസ് എന്ന് കൊടുത്താൽ അതിൻ്റെ ഒരു വാല്യൂ ഡിക്രിമെൻറ്റ് ചെയ്യും. ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ ഡിക്രീസസ് ഇൻറ്റീജർ വാല്യൂ ബൈ 1. നെക്സ്റ്റ് ടൈപ്പ് ഓപ്പറേറ്റർ റിലേഷണൽ ഓപ്പറേറ്റർ. സോ രണ്ട് ഓപ്പറൻറ്റിൻ്റെ റിലേഷൻ ഇത് ചെയ്യാൻ വേണ്ടിയാണ്, എവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് റിലേഷണൽ ഓപ്പറേറ്റർ. The following table shows all relational operators supported by C. So ഇപ്പുറത്തുള്ള ഓപ്പറേറ്റർ ഡബിൾ ഈക്വൽ ടു ചെക്ക് ഇഫ് 2 ഓപ്പറൻഡ് ആർ ഈക്വൽ. സോ ഇതിൽ എന്താണ് യൂഷ്വലി അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് ട്രൂ ഓർ ഫോൾസ് ആണ്. സോ ഇതിൽ രണ്ട് എക്സ്പ്രഷൻ എവാലുവേറ്റ് ചെയ്തിട്ട് ഇത് രണ്ടും ഈക്വൽ ആണ്. സോ ഈക്വൽ ആണെങ്കിൽ അത് ട്രൂ ആണ്, ഈക്വൽ അല്ലെങ്കിൽ ഫോൾസ് ആണ്. സോ ഇത് നോട്ട് ഈക്വൽ ടു, ചെക്ക് ഇഫ് 2 ഓപ്പറൻഡ്സ് ആർ നോട്ട് ഈക്വൽ. സോ നോട്ട് ഈക്വൽ ടു. നെക്സ്റ്റ് greater than, check if operand on the left is greater than the operand on the right. ഇത് lesser than, check operand on the left is smaller than the operand on the right. Next, greater than or equal to, check if left operand is greater than or equal to right operand. Next, lesser than or equal to, check if the operand on left is smaller than or equal to right operand.
Next, logical operators. C supports the following three logical operators. Suppose A is equal to 1 and B is equal to 0. So this is AND gate, OR gate, NOT gate and the so in the description, logical AND, logical OR, logical NOT. So the double ampersand anangi, രണ്ട് ഇൻപുട്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ അത് ട്രൂ ആവും. സോ എയും ബിയും സോ ഈ എക്സാമ്പിളിൽ A1ഉം B0 ആണ്. സോ ഇതുകൊണ്ട് ഇതിൽ ഔട്ട്പുട്ട് ഫോൾസ് ആയിരിക്കും. സോ ഇതിൽ എപ്പോഴും ട്രൂ ആണെങ്കിൽ എയും ബിയും രണ്ടും ട്രൂ ആയിരിക്കണം, എയും ബിയും രണ്ടും 1 ആയിരിക്കണം. സോ ഇതിൽ എയ്തർ A or B 1 ആയിരുന്നാലും ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. സോ A or B ഈസ് ട്രൂ. ലോജിക്കൽ നോട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിവേഴ്സ് ആണ് വരുന്നത്. സപ്പോസ് A1 ആണെങ്കിൽ ഇതിൻ്റെ നോട്ട് ഗേറ്റ് യൂസ് ചെയ്താൽ ഇതിൻ്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. അടുത്തത് ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ്. ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ് പെർഫോം മാനിപ്പുലേഷൻസ് ഓഫ് ഡേറ്റ അറ്റ് ബിറ്റ് ലെവൽ. These operators also perform shifting of bits from right to left. Bitwise operators are not applied to float or double. So this is bitwise operators in the table. So in the definition. So we bitwise value binary convert operations bitwise operator right shift, left shift. അതൊക്കെ ചെയ്യുന്നതിന് അല്ലെങ്കിൽ അതിൻ്റെ 1-0 വാല്യൂവിൽ നമ്മൾ കോംപ്ലിമെൻ്റ് എടുക്കുന്നത് അതെല്ലാം ബിറ്റ് വൈസ് ഇതാണ്. സോ ഇതിൽ ആൻഡ് സിംഗിൾ ആംപർസാൻഡിന് ബിറ്റ് വൈസ് ആൻഡ് എന്ന് പറയും, ഓർ സിംഗിൾ ഓറിന് ബിറ്റ് വൈസ് ഓർ എന്ന് പറയും. അത് കണക്ക് ക്യാരറ്റ് സിമ്പിളിന് ബിറ്റ് വൈസ് എക്സ്ക്ലൂസീവ് ഓർ എന്ന് പറയും. അത് കണക്ക് ലെഫ്റ്റ് ഷിഫ്റ്റ്, റൈറ്റ് ഷിഫ്റ്റ്. സോ നെക്സ്റ്റ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. സോ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ സപ്പോർട്ടഡ് ബൈ C language are as follows. So assignment operator എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മാത്തമാറ്റിക്കലി എഴുതുന്നതിൻ്റെ കുറച്ച് ഡിഫറെൻ്റ് ആണ് C ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്നത്. സോ ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നത് അസൈൻസ് വാല്യൂസ് ഫ്രം ദ റൈറ്റ് സൈഡ് ഓപ്പറാൻഡ് ടു ദ ലെഫ്റ്റ് സൈഡ് ഓപ്പറാൻഡ്. സോ ഇത് ആസ് പെർ C പ്രോഗ്രാം A ഈസ് ഈക്വൽ ടു ബിയുടെ മീനിങ് എന്ന് പറഞ്ഞാൽ ബിയുടെ വാല്യൂ നമ്മൾ എയിൽ കോപ്പി ചെയ്യുന്നതാണ്. അതേപോലെ പ്ലസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അസൈൻസ് റൈറ്റ് ഓപ്പറാൻഡ് ടു ദ ലെഫ്റ്റ് ഓപ്പറാൻഡ് and assign the result to the left. So A plus equal to Bയുടെ മീനിങ് എന്ന് പറഞ്ഞാൽ എയും ബിയും കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ ടോട്ടൽ വാല്യൂ എയിൽ അസൈൻ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ A ഈക്വൽ ടു ഇത് തന്നെ ഇസ് സെയിം ആസ് A ഈസ് ഈക്വൽ ടു A പ്ലസ് ബി. എയും ബിയും കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ടോട്ടൽ വാല്യൂ എയിൽ അസൈൻ ചെയ്യും. നെക്സ്റ്റ് മൈനസ് ഈക്വൽ ടു മൈനസ് സബ്ട്രാക്ട്സ് ദ റൈറ്റ് ഓപ്പറാൻഡ് ഫ്രം ദ ലെഫ്റ്റ് ഓപ്പറാൻഡ് ആൻഡ് അസൈൻ ദ റിസൾട്ട് ടു ദ ലെഫ്റ്റ് ഓപ്പറാൻഡ്. സോ A മൈനസ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ ബീനെ എന്ന് മൈനസ് ചെയ്തിട്ട് അതിൻ്റെ പുതിയ വാല്യൂ എയിൽ കോപ്പി ചെയ്യുന്നു. സോ അതാണ് ഈ സെയിം ആസ് A മൈനസ് ബി ഈക്വൽ ടു A. സോ ആക്ച്വലി നമ്മൾ റീഡ് ചെയ്യുമ്പോൾ A ഈസ് ഈക്വൽ ടു A മൈനസ് ബി എന്നാണ്. പക്ഷേ അത് ആക്ച്വലി എയും ബിയും മൈനസ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ എയിലോട്ട് കോപ്പി ചെയ്യുന്നതാണ്. അത് കണക്ക് തന്നെ ആസ്ട്രിക്സ് ഈക്വൽ ടു. സോ മൾട്ടിപ്ലൈ ലെഫ്റ്റ് ഓപ്പറാൻഡ് വിത്ത് ദ റൈറ്റ് ഓപ്പറാൻഡ് ആൻഡ് അസൈൻ ദ റിസൾട്ട് ടു ദ ലെഫ്റ്റ് ഓപ്പറാൻഡ്. സോ ഇത് ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ A സ്റ്റാർ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ എയും ബിയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ എയിൽ അസൈൻ ചെയ്യുന്നതാണ്. സോ നെക്സ്റ്റ് സ്ലാഷ് ഈക്വൽ ടു ഡിവൈഡ്സ് ദ ലെഫ്റ്റ് ഓപ്പറാൻഡ് വിത്ത് ദ റൈറ്റ് ഓപ്പറാൻഡ് ആൻഡ് അസൈൻ ദ റിസൾട്ട് ടു ദ ലെഫ്റ്റ് ഓപ്പറാൻഡ്. A സ്ലാഷ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ എയും ബിയും ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഡിവൈഡ് ചെയ്ത് കിട്ടിയ വാല്യൂ എയിൽ അസൈൻ ചെയ്യുന്നതാണ്. നെക്സ്റ്റ് മോഡുലസ് ഈക്വൽ ടു. So percentage എന്ന് പറഞ്ഞാൽ മോഡുലസ് ആണ്. കാൽക്കുലേറ്റ് ദ മോഡുലസ് യൂസിങ് 2 ഓപ്പറാൻഡ്സ് ആൻഡ് അസൈൻ ദ റിസൾട്ട് ടു ലെഫ്റ്റ് ഓപ്പറാൻഡ്. സോ A മോഡുലസ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ എയും ബിയും ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ റിമൈൻഡറിൻ്റെ വാല്യൂ എയിൽ അസൈൻ ചെയ്യുന്നതാണ്. സോ അത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് കണ്ടീഷണൽ ഓപ്പറേറ്റർ ആണ്. കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ് ഇൻ C ലാംഗ്വേജ് ആർ നോൺ ബൈ 2 more names, ternary operator, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക്. സോ ക്വസ്റ്റ്യൻ മാർക്ക് ഓപ്പറേറ്റർ. സോ ഇറ്റ് ഈസ് ആക്ച്വലി if the condition that we use in C language decision making, but using conditional operator, we turn the if condition statement into a short or simple operator. The syntax of a conditional operator is expression 1 question mark, expression 2 expression 3. So എന്താണെന്ന് വെച്ചാൽ expression 1 either expression 2 or expression 3 evaluate ആവും. സോ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ്. സോ ഇത് എൻ്റെ ഡെഫിനേഷൻ ആണ്. Explanation: the question mark in the syntax represents the if part.
The first expression generally returns either true or false, based on which it is decided whether expression true will be executed or expression 3. So if expression 1 returns true, then the expression on the left side of semicolon, that is expression 2, is executed. If expression 1 returns false, then the expression on the right side of colon, that is expression 3, is executed. So expression 1, expression true ആണെങ്കിൽ expression 1 expression 2 execute ആവും, അല്ലെങ്കിൽ 3 execute ആവും. അടുത്തത് സ്പെഷ്യൽ ഓപ്പറേറ്റർ ആണ്. സ്പെഷ്യൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ സൈസ് ഓഫ് ആംപർസാൻഡ് സ്റ്റാർ. സോ സൈസ് ഓഫ് എന്ന് കൊടുത്താൽ നമ്മൾ ഒരു ഇൻറ്റീജർ വേരിയബിളിൻ്റെ സൈസ് ഓഫ് എന്ന് കൊടുത്താൽ ആ വേരിയബിൾ എത്ര ബൈറ്റ്സ് ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് അത് റിട്ടേൺ ചെയ്യും. ആംപർസാൻഡ് കൊടുത്താൽ അതിൻ്റെ അഡ്രസ്സ്, ഫോർ എക്സാമ്പിൾ നമ്മളൊരു വേരിയബിൾ പി ഈക്വൽ ടു 100 എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. സോ അഡ്രസ് ഓഫ് പി എന്ന് കൊടുത്താൽ ആ പിയുടെ അഡ്രസ്സിൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്യും. സോ നമ്മൾ പി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു അഡ്രസ്സിലാണ് സ്റ്റോർ ആയിരിക്കുന്നത്. സോ 1000, 2000 അങ്ങനെ ഒരു അഡ്രസ്സിൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്യും. അത് കണക്ക് സ്റ്റാർ എന്ന് പറയുന്ന ആസ്ട്രിക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റർ വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നതാണ്. സോ അത് ഏത് വേരിയബിളിലാണ് പോയിന്റ് ചെയ്യുന്നത് അതിൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്യും. സോ size of returns the size of a variable. Size of x return size of the variable x. Ampersand returns the address of a variable. Ampersand x return address of a variable x. Star pointer to a variable. Star x will be a pointer to a variable x. So ഇത്രയും പോയിന്റ്സ് പഠിച്ചാൽ നമ്മൾ ഓർമ്മിച്ച് എഴുതിയാൽ നിയർലി നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും 5 മാർക്സ്. സോ നെക്സ്റ്റ് 9B, ഡ്രോ എ ഫ്ലോ ചാർട്ട് ടു ഫൈൻഡ് ദ സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് എൻ ഇൻറ്റീജർ, 5 മാർക്സ്. സോ ഇത് ഫ്ലോ ചാർട്ട് വരച്ചാൽ 5 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. സോ സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് എൻ ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇൻറ്റീജറിന് വിചാരിക്കുക 687 എന്ന് പറഞ്ഞൊരു ഇൻറ്റീജറിന് വിചാരിക്കാം. സോ അതിൻ്റെ സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ 6 + 8 + 7. 6 + 8 + 7 എന്ന് പറയുന്നത് 21 ആണ്. സോ അതാണ് സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് എൻ ഇൻറ്റീജർ. സോ അതിൻ്റെ ഫ്ലോ ചാർട്ടാണ്. സോ ഫസ്റ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ഒരു ഓവലായിട്ട് ഡിഫൈൻ ചെയ്യുന്ന. നെക്സ്റ്റ് ഇൻപുട്ട്, നമ്മൾ ഇൻപുട്ട് അല്ലെങ്കിൽ ഇനിഷ്യലൈസ് ചെയ്യുന്ന വാല്യൂ സം ഈക്വൽ ടു 0. സോ നമ്മൾ 3 ഡിജിറ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സം 0 എന്ന് ഇനിഷ്യലൈസ് ചെയ്യുന്ന. പിന്നെ നമ്മൾ 3 ഇൻറ്റീജർ നമ്മൾ ഡിഫൈൻ 3 ഡിജിറ്റ് അല്ലെങ്കിൽ എനി നമ്പർ ഓഫ് ഡിജിറ്റ് നമ്മൾ കൊടുക്കുന്ന ഇൻറ്റീജറിൻ്റെ നമ്പർ ഓഫ് ഡിജിറ്റ്. സോ റീഡ് എൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ഡിജിറ്റിൻ്റെ വാല്യൂ ആണ് റീഡ് എൻ. നെക്സ്റ്റ് ഈ വാല്യൂ നമ്മൾ എവാലുവേറ്റ് ചെയ്യും. സോ എൻ ഇസ് ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു 0 ആവുന്നവരെ ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. സോ യൂഷ്വലി ഇത് വൈൽ ലൂപ്പ് ആയിരിക്കും. സോ റിമൈൻഡർ ഈക്വൽ ടു എൻ മോഡുലസ് 10. സോ നമ്മൾ ആ നമ്പറിന് നേരത്തെ കണ്ട അതേ ലോജിക്ക് തന്നെയാണ്. സോ ഇത് നേരത്തെ നമ്മൾ പ്രീവിയസ് പ്രോഗ്രാമിൽ റിവേഴ്സ് ഓഫ് ഒരു പൈത്തൺ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തായിരുന്നല്ലോ. സോ ആ പൈത്തൺ പ്രോഗ്രാമിൻ്റെ അതേ ലോജിക്കാണ്. സോ ഇവിടെ ഉണ്ട്. സോ ഈ ലോജിക്ക് തന്നെയാണ്. പക്ഷേ ഇത് പൈത്തൺ പ്രോഗ്രാമാണ്, പക്ഷെ അത് സി പ്രോഗ്രാമിൽ നമ്മൾ ഫ്ലോ ചാർട്ടിൽ എഴുതുന്നതാണ്. സോ റിമൈൻഡർ ഈക്വൽ ടു എൻ മോഡുലസ് 10. ആ നമ്പർ മോഡുലസ് 10 ചെയ്തിട്ട് അതിൻ്റെ റിമൈൻഡറിൽ സ്റ്റോർ ചെയ്യും. സം ഈക്വൽ ടു സം പ്ലസ് റിമൈൻഡർ. സോ റിമൈൻഡർ സമ്മിലൂടെ ആഡ് ചെയ്ത് സമ്മിൽ അസൈൻ ചെയ്യും. പിന്നെ നമ്പറിന് ഡിവൈഡ് ബൈ 10 ചെയ്യും. ഡിവൈഡ് ബൈ 10 ചെയ്തിട്ട് അതിൻ്റെ പുതിയ വാല്യൂ നമ്മൾ എന്നിലോട്ട് അസൈൻ ചെയ്ത് പിന്നെ വീണ്ടും ചെക്ക് ചെയ്യും ഇഫ് എൻ ഈസ് ഗ്രേറ്റർ നോട്ട് ഈക്വൽ ടു 0. എന്നിട്ട് വീണ്ടും ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് എൻ 0 ആയാൽ ഫോൾസ് ആയിട്ട് ലൂപ്പിൽ നിന്ന് എക്സിക്യൂട്ട് ആയിട്ട് സം പ്രിന്റ് ചെയ്യും. എന്നിട്ട് പ്രോഗ്രാം എൻഡ് ചെയ്യും. ഇതാണ് എൻ്റെ ഫ്ലോ ചാർട്ട്. സോ ഇത്ര ഇത് ചെയ്താൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ്.
10a. If more than one kind of operator is present in an expression, explain the order of precedence. ഇത് 5 മാർക്സിനാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് precedence of operators. The precedence of operators determines which operator is executed first if there is more than one operator in an expression. സോ നമ്മൾ മാത്തമാറ്റിക്സിൽ ബോർഡ് മാസ് ഒന്നും വായിച്ചില്ലേ, അത് കണക്ക് സിമിലർ ആണ്, പക്ഷെ ഇതിൽ ചെറിയ ഡിഫറൻസസ് ഒക്കെ ഉണ്ട്. സോ അത് അനുസരിച്ച് നോക്കാം. സോ ലെറ്റസ് ഇതാണ് ക്വസ്റ്റ്യൻ്റെ ഡീറ്റെയിൽസ്. ദ precedence of operators determines which operator is executed first if there is more than one operator in an expression. So let us consider an example. So ഈ ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റും. സോ ഇൻറ്റീജർ എക്സ്, സോ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 - 17 × 6. സോ ഇതിൽ ഫസ്റ്റ് ഏതാണ് നമ്മൾ പ്രസിഡൻസ് കൊടുക്കണം, മൈനസ് ചെയ്യുന്ന അതോ മൾട്ടിപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഈസ് ഈക്വൽ ടു അസൈൻ ചെയ്യുന്ന, അത് എന്താണ് പ്രസിഡൻസ് എങ്ങനെയാണെന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. സോ ഇൻ സി ദ പ്രസിഡൻസ് ഓഫ് ആസ്ട്രിക്സ് ഈസ് ഹയർ ദാൻ മൈനസ്, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ഈസ് ഹയർ ദാൻ മൈനസ് ആൻഡ് ഈസ് ഈക്വൽ ടു. സോ ഫസ്റ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഹെൻസ് 17 × 6 ഈസ് എവാലുവേറ്റഡ് ഫസ്റ്റ്, ദെൻ ദ എക്സ്പ്രഷൻ ഇൻവോൾവിംഗ് മൈനസ് ഈസ് എവാലുവേറ്റഡ് ആസ് ദ പ്രസിഡൻസ് ഓഫ് മൈനസ് ഈസ് ഹയർ ദെൻ ദാറ്റ് ഓഫ് ഈസ് ഈക്വൽ ടു. സോ ഫസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ആ കിട്ടിയ വാല്യൂ ഇതിൽ മൈനസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഈ എക്സിൽ അസൈൻ ചെയ്യുന്നു. ഹിയർ എ ടേബിൾ ഓഫ് ഓപ്പറേറ്റേഴ്സ് പ്രസിഡൻസ് ഫ്രം ഹയർ ടു ലോവർ. സോ ഇതൊരു ഒരു ടേബിൾ തന്നെ ഉണ്ട്. സോ ഓപ്പറേറ്റേഴ്സ് പ്രസിഡൻസ് ടേബിൾ. സോ ഇതിൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് എന്താണ്, റൗണ്ട് ബ്രാക്കറ്റ് ഫംഗ്ഷൻ കോൾ. സോ ഇതിൻ്റെ പ്രസിഡൻസ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. അത് കണക്ക് സ്ക്വയർ ബ്രാക്കറ്റ് നമ്മൾ അറേ എലിമെന്റ് റെഫറൻസിന് യൂസ് ചെയ്യുന്നതാണ്, അതും ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. നെക്സ്റ്റ് ആരോ മാർക്ക്, അതൊരു ഹൈഫണും ഒരു ഗ്രേറ്റർ ദൻ സിമ്പിളും ആണ്. സോ അതൊരു ഇൻഡയറക്റ്റ് മെമ്പർ സെലക്ഷൻ ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. അത് കണക്ക് പിന്നെ ഒരു ഡോട്ട് ഓപ്പറേറ്റർ ഉണ്ട്. ഡോട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് സ്ട്രക്ചറിൽ യൂസ് ചെയ്യുന്നതാണ്, ഡയറക്റ്റ് മെമ്പർ സെലക്ഷൻ. സോ നമ്മൾ സ്ട്രക്ചറിൻ്റെ ഒരു മെമ്പർ ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡോട്ട് ഓപ്പറേറ്റർ. നെക്സ്റ്റ് നോട്ട്, ലോജിക്കൽ എക്സ്പ്രഷൻ റൈറ്റ് ടു ലെഫ്റ്റ്. സോ ഈ ടേബിളിൽ വരുന്നതെല്ലാം റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. സോ ഇത് എസ്കേപ്പ് സിമ്പിൾ എന്ന് പറയുന്നത് ബിറ്റ് വൈസ് വൺസ് കോംപ്ലിമെന്റ്, പ്ലസ് എന്ന് പറയുന്ന യൂണറി പ്ലസ്, മൈനസ് എന്ന് പറയുന്ന യൂണറി മൈനസ്, പ്ലസ് എന്ന് പറയുന്ന ഇൻക്രിമെന്റ്, മൈനസ് എന്ന് പറയുന്നത് ഡിക്രിമെന്റ്, ആംപർസാൻഡ് എന്ന് പറയുന്ന ഡി റെഫറൻസ് അഡ്രസ്, ആസ്ട്രിക്സ് ഇസ് പോയിന്റർ റെഫറൻസ്, സൈസ് ഓഫ് റിട്ടേൺസ് ദ സൈസ് ഓഫ് എൻ ഒബ്ജെക്ട്, ടൈപ്പ് കാസ്റ്റ് കൺവേർഷൻ. സോ ഇതിൽ വരുന്ന എല്ലാം റൈറ്റ് ടു ലെഫ്റ്റ് ആണ് പ്രസിഡൻസ്. നെക്സ്റ്റ് ആസ്ട്രിക്സ് മൾട്ടിപ്ലൈ, അത് കണക്ക് സ്ലാഷ് ഡിവൈഡ്, മോഡുലസ് ഓർ പെർസെൻറ്റേജ്, റിമൈൻഡർ. സോ ഇതെല്ലാം ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. നെക്സ്റ്റ് പ്ലസ് മൈനസ്, ബൈനറി അഡീഷൻ, ബൈനറി പ്ലസ് അഡീഷൻ, ബൈനറി മൈനസ് സബ്ട്രാക്ഷൻ. സോ ഇതും ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. നെക്സ്റ്റ് ഫോർ ലെസ്സർ ദൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഷിഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ് ആണ്. അത് കണക്ക് ഫോർ ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഷിഫ്റ്റ് ലെഫ്റ്റ് ടു റൈറ്റ്. നെക്സ്റ്റ് ലെസ്സർ ദൻ, ലെസ് ദൻ ഓർ ലെസ്സർ ദൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദൻ ഓർ ഈക്വൽ ടു. സോ ഇതെല്ലാം ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. നെക്സ്റ്റ് ഇസ് ഈക്വൽ ടു, ഡബിൾ ഈക്വൽ ടു, ലെഫ്റ്റ് ടു റൈറ്റ്, നോട്ട് ഈക്വൽ ടു, ലെഫ്റ്റ് ടു റൈറ്റ്. നെക്സ്റ്റ് ബിറ്റ് വൈസ് ആൻഡ് ലെഫ്റ്റ് ടു റൈറ്റ്, എക്സ്ക്ലൂസീവ് ഓർ. സോ ക്യാരറ്റ് സിമ്പിൾ എക്സ്ക്ലൂസീവ്, ബിറ്റ് വൈസ് എക്സ്ക്ലൂസീവ് ആർ ആണ്, ലെഫ്റ്റ് ടു റൈറ്റ്. Or bitwise or left to right, logical and left to right, logical or left to right, conditional operator right to left. So idanukku simple assignment. So equal to, assign product, assign quotient, assign remainder, assign sum, assign difference, assign bitwise and, assign bitwise XOR, assign bitwise or, അസൈൻ ലെഫ്റ്റ് ഷിഫ്റ്റ്, അസൈൻ റൈറ്റ് ഷിഫ്റ്റ്. സോ ഇതെല്ലാം റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. സോ ഇതെല്ലാം പ്രസിഡൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. സോ ഇത് ക്വസ്റ്റ്യൻ നമ്പർ 9 കംപ്ലീറ്റ് ആവും, അല്ല 10A കംപ്ലീറ്റ് ആവും. നെക്സ്റ്റ് 10B, റൈറ്റ് എ C program to print the prime numbers between 101 and 500. Those numbers whose sum of digits is 5 need not be printed. യൂസ് വൈൽ ലൂപ്പ് ഇൻ ദ പ്രോഗ്രാം. സോ ഇതിൽ കണ്ടീഷൻസ് കൊടുത്തിരിക്കുന്ന നമ്മൾ പ്രൈം നമ്പേഴ്സ് ബിറ്റ്വീൻ 101 and 500 ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ ഇത് അത് തന്നെ വൈൽ ലൂപ്പും യൂസ് ചെയ്യണം. പിന്നെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 101 and 500 ഇടയ്ക്ക് ചില പ്രൈം നമ്പേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ 113, 131, 401,
സോ ഈ പ്രൈം നമ്പേഴ്സിന് നമ്മൾ ഈ ടോട്ടൽ ഡിജിറ്റ്സിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് 5ന് ഈക്വൽ ആയാൽ അത് പ്രിന്റ് ചെയ്യാൻ പാടില്ല. ബാക്കിയുള്ള പ്രൈം നമ്പേഴ്സ് എല്ലാം പ്രിന്റ് ചെയ്യണം. സോ 101 എന്ന് പറയുന്ന പ്രൈം നമ്പറാണ്. 3309. ഓക്കെ, അത് ചെക്ക് ചെയ്യണം. സോ 101ൻ്റെ ഇതിലുള്ളത്. സോ നെക്സ്റ്റ് ഹാഷ് ഇൻക്ലൂഡ് stdio.h int sum int n. സോ int n എന്ന് പറയുന്നത് നമ്മൾ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യാണ്. നെക്സ്റ്റ് സം എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ പേരാണ്. സോ അതിൽ നമ്മൾ പാരാമീറ്ററായിട്ട് പാസ് ചെയ്യുന്ന ആ പ്രൈം നമ്പറിനെയാണ് പാസ് ചെയ്യുന്നത്. സോ നമ്മൾ 101ൻ്റെയും 500ൻ്റെ ഇടയ്ക്ക് നമ്പേഴ്സ് 1 by 1 പാസ് ചെയ്യാണ്. സോ ഇത് ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്ത് നെക്സ്റ്റ് ഫംഗ്ഷൻ കോൾ ചെയ്ത് സം ഇൻറ്റീജർ n ഫംഗ്ഷൻ കോൾ ചെയ്തപ്പോൾ നെക്സ്റ്റ് ഫംഗ്ഷനിലോട്ട് പോവുകയാണ്. ഇൻറ്റീജർ s=0. ആ നമ്പറിന് നമ്മൾ സമ്മിൻ്റെ വാല്യൂ s=0 എന്ന് ഇനിഷ്യലൈസ് ചെയ്തു. സോ നമ്മൾ അതിൽ കുറച്ച് ഓപ്പറേഷൻസ് ചെയ്താലോ നമുക്ക് അതിൻ്റെ വാല്യൂ നമുക്ക് പ്രൈം നമ്പർ ആണെന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റും. വൈൽ നമ്പർ നോട്ട് ഈക്വൽ ടു 0. സോ പ്രൈം നമ്പറിൻ്റെ വാല്യൂ 0 അല്ലാത്തടത്തോളം നമ്മൾ ഈ ഓപ്പറേഷൻസ് എക്സിക്യൂട്ട് ചെയ്യും. s പ്ലസ് n മോഡുലസ് 10 n/10. സോ ആ നമ്പറിൻ്റെ വാല്യൂ മോഡുലസ് ചെയ്ത് അതിൻ്റെ റിമൈൻഡറിൻ്റെ വാല്യൂ സമ്മിൽ അസൈൻ ചെയ്യും. പിന്നെ നമ്പറിനെ വീണ്ടും ഡിവൈഡ് ബൈ 10 ചെയ്യും. സോ ഇത് നമ്പറിൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്യും. സോ റിട്ടേൺ എസ് സമ്മിൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്യും. സോ ഇതിന് ശേഷം മെയിൻ ഫംഗ്ഷനിൽ പോകും. മെയിനിൽ വരുന്നത് സോ അതൊരു ഇൻഡെക്സ് വേരിയബിൾ ആണ്. സോ നമ്മൾ ഓരോരോ 1 by 1 പ്രൈം നമ്പേഴ്സ് 101, 102 1 by 1 ചെക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരു ഇൻഡെക്സ് വേരിയബിൾ യൂസ് ചെയ്യുന്നത്. പിന്നെ റിസൾട്ട് നമ്പർ ഈക്വൽ ടു 100ന് ഇനിഷ്യലൈസ് ചെയ്ത്. സോ നമ്പർ 100 or 101ന് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തു. സോ എന്നിട്ട് കൗണ്ട്. സോ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യുന്നു. സോ നെക്സ്റ്റ് ഒരു പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത്. സോ ഇത് 100 ആയാലും കുഴപ്പമില്ല. സോ എൻ്റർ ദ പ്രൈം നമ്പേഴ്സ് ഫ്രം 101 to 500. സോ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിരിക്കുന്ന 101 എന്നാണ്. സോ 101 എന്ന് തന്നെ കൊടുക്കാം. സോ prime numbers from 101 to 500 and whose sum of digits is 5 need not be printed or. സോ ഇത് പ്രോഗ്രാമിൻ്റെ തുടക്കമാണ്. സോ ജസ്റ്റ് ഒന്നുകൂടെ നോക്കാം. സോ ഇത് മെയിൻ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്ത് ഫംഗ്ഷൻ കോൾ ചെയ്ത് നെക്സ്റ്റ് ഇത് ഫംഗ്ഷൻ്റെ പാർട്ടാണ്. അതിനുശേഷം റിട്ടേൺ ചെയ്ത വാല്യൂ നെക്സ്റ്റ് മെയിൻ പ്രോഗ്രാമിൻ്റെ ഇതാണ്. സോ നമ്മൾ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് വൈൽ നമ്പർ ലെസ്സർ ദാൻ ഈക്വൽ ടു 500. സോ 500 ആവുന്നവരെ ഈ വൈൽ ലൂപ്പ് ട്രൂ ആയിരിക്കും. സോ നമ്പർ നമ്മൾ തുടക്കം മുതൽ സ്റ്റാർട്ട് ചെയ്യണം. സോ നമ്പർ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്ത് 101 അല്ലെങ്കിൽ 100 എന്ന് തന്നെ കൊടുക്കാം. സോ അല്ലെങ്കിൽ 101 എന്ന് കൊടുക്കാം. സോ കൗണ്ട് ഈക്വൽ ടു 0. ഫസ്റ്റ് നമ്മൾ പ്രൈം നമ്പർ 0 ആണ്, നമ്പർ ഓഫ് പ്രൈം നമ്പർ 0 ആണെന്ന് വിചാരിക്കുകയാണ്. I equal to 2, index value 2 എന്ന് സ്റ്റാർട്ട് ചെയ്യണം. സോ ഇത് ഇൻഡെക്സ് വാല്യൂ ഇസ് ലെസ്സർ ദാൻ ഓർ ഈക്വൽ ടു നമ്പർ ഡിവൈഡഡ് ബൈ 2. സോ നമ്മൾ ടോട്ടൽ നമ്പർ പ്രൈം നമ്പർ ആണെന്ന് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി 100 ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. സോ അപ് ടു 50 വരെ ഇത് എക്സിക്യൂട്ട് ആവും. സോ ഇത് ഡിവൈഡ് ബൈ 2 ചെയ്തെന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇറ്ററേഷൻസ് കുറയും, പക്ഷെ അതിൻ്റെ വാല്യൂ കറക്റ്റ് ആയിരിക്കും. പ്രൈം നമ്പേഴ്സ് ഡിവൈഡ് ആവുന്ന വാല്യൂസ് കറക്റ്റ് ആയിരിക്കും. സോ ഇഫ് നമ്പർ മോഡുലസ് I equal to 0 കൗണ്ട് പ്ലസ് പ്ലസ്. സോ അതിൻ്റെ വാല്യൂ 2 എന്ന് ഡിവൈഡ് ചെയ്തിട്ട് 0 ആണെങ്കിൽ കൗണ്ട് പ്ലസ് പ്ലസ് ബ്രേക്ക് ക്ലോസ് ബ്രാക്കറ്റ്. I വീണ്ടും ഇൻക്രിമെൻ്റ് ആവും. I equal to 2 എന്നുള്ളത് I3 ആവും. സോ അങ്ങനെ ഇൻക്രിമെൻ്റ് ആയിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ ഈക്വൽ ടു 0 ആണെന്ന് ചെക്ക് ചെയ്തിട്ട് 0 ആണെങ്കിൽ വീണ്ടും ബ്രേക്ക് എക്സിക്യൂട്ട് ആവും. സോ ഇത് കണക്ക് ഇതാവുമ്പോൾ നമുക്ക് പ്രൈം നമ്പർ ആണെന്ന് മനസ്സിലാവും. സോ ഇഫ് കൗണ്ട് ഈക്വൽ ടു 0 ആൻഡ് നമ്പർ നോട്ട് ഈക്വൽ ടു 1, ഓപ്പൺ ബ്രാക്കറ്റ്, ഇഫ് സം ഓഫ് നമ്പർ നോട്ട് ഈക്വൽ ടു 5, then print number. സോ നമ്മൾ സം ഓഫ് നമ്പർ നോട്ട് ഈക്വൽ ടു 5. സോ ഇത് ആക്ച്വലി ഇതെന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്പർ ഈ മെയിൻ പാർട്ടിലാണ് നമ്മൾ പ്രൈം നമ്പർ ആണോ എന്ന് നമ്മൾ ഫൈൻഡ് ചെയ്തത്. സോ ഇതിൽ കിട്ടുന്ന ഔട്ട്പുട്ട് പ്രൈം നമ്പർ ആണെങ്കിൽ
നെക്സ്റ്റ് ഈ ഫംഗ്ഷനിലോട്ട് പോകും. സോ ഈ ഫംഗ്ഷനിൽ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സം ഓഫ് ഡിജിറ്റ്സ് ചെയ്യണം. സോ ആ നമ്പറിൻ്റെ സം ഓഫ് ഡിജിറ്റ്സ് ചെയ്യുമ്പോൾ എന്താവും, അതിൻ്റെ ഡിജിറ്റ് ഈക്വൽ ടു 5 ആണോ എന്ന് ചെക്ക് ചെയ്യും. സോ ഈ റിട്ടേൺ എസ് എന്ന് പറയുന്നത് അതിൻ്റെ ടോട്ടൽ വാല്യൂ ആണ് ഫൈൻഡ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ 113 ആണെന്ന് വിചാരിക്കാം. സോ സം ഈക്വൽ ടു 0 പ്ലസ് 113 മോഡുലസ് 10 ചെയ്യുമ്പോൾ 3 റിമൈൻഡർ വരും. സോ ഇതിൽ സമ്മിൽ അസൈൻ ആവും. 113 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ 11 കിട്ടും. സോ നമ്പർ എന്നിൽ 11 വരും. സോ ഇതിൽ 3 പ്ലസ് 11 അത് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ടോട്ടൽ ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേ ലോജിക്ക് തന്നെയാണ്. സോ ഇത് ചെയ്യുമ്പോൾ ഡിജിറ്റ്സിൻ്റെ ടോട്ടൽ വാല്യൂ കിട്ടും. സോ ഡിജിറ്റിൻ്റെ ടോട്ടൽ വാല്യൂ 5 ആണെങ്കിൽ ഈ കണ്ടീഷൻ എക്സിക്യൂട്ട് ആവില്ല. സോ ഈ താഴെ വരുന്ന ഈ നോട്ട് ഈക്വൽ ടു 5 എക്സിക്യൂട്ട് ആവില്ല. അപ്പോൾ എന്താവും, ആ പ്രൈം നമ്പർ പ്രിന്റ് ചെയ്യില്ല. സോ ഇഫ് സം ഓഫ് നമ്പർ നോട്ട് ഈക്വൽ ടു 5 ആണെങ്കിൽ, ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം നമ്പർ പ്രിന്റ് ചെയ്യും. ഈ നമ്പർ ഫോൾസ് ആയാൽ നോട്ട് ഈക്വൽ ടു 5 അല്ലെങ്കിൽ ഈക്വൽ ടു 5 ആണെങ്കിൽ ഇത് നമ്പർ പ്രിന്റ് ചെയ്യില്ല. സോ അത് കണക്ക് ഓരോരോ നമ്പർ ഇൻക്രിമെന്റ് ചെയ്തിട്ട്, സോ ഇത് പ്രൈം നമ്പർ ആണോന്ന് 1 by 1 ഡിവൈഡ് ചെയ്ത് ചെക്ക് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യും. സോ സാധാരണ ഒരു നമ്പർ ഡിവൈഡ് ആവുന്നത് എത്രയാണ്, 1 2 3 4 5 7 11 അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതാണ്. സോ ഇതാണ് പ്രോഗ്രാം കംപ്ലീറ്റ് ആവുന്നത്. സോ ഇഫ് കൗണ്ട് ഈക്വൽ ടു 0 ആൻഡ് നമ്പർ നോട്ട് ഈക്വൽ ടു 1, സം നമ്പർ നോട്ട് ഈക്വൽ ടു 5, പ്രിന്റ് നമ്പർ പ്ലസ് പ്ലസ് ക്ലോസ് ബ്രാക്കറ്റ് റിട്ടേൺ 0 ക്ലോസ് ബ്രാക്കറ്റ്. സോ ഇവിടെ വെച്ച് പ്രോഗ്രാം എൻഡ് ആവുകയാണ്. സോ ജസ്റ്റ് ഒന്നും കൂടെ വന്ന് പ്രോഗ്രാം ഡിസ്പ്ലേ ചെയ്യാം. സോ ഇതൊരു ഫംഗ്ഷൻ്റെ, ഇത് പ്രോഗ്രാമിൻ്റെ തുടക്കമാണ്. ഇത് സോ ഇത് വൈൽ ലൂപ്പ് സ്റ്റാർട്ടിംഗ് ആണ്. നെക്സ്റ്റ് ഫംഗ്ഷൻ പാർട്ട്, അതിനുശേഷം മെയിൻ പാർട്ട്. നെക്സ്റ്റ് പ്രൈം നമ്പർ ആണെന്ന് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ വെച്ച് പ്രോഗ്രാം കംപ്ലീറ്റ് ആവണം. വേണമെങ്കിൽ നമുക്ക് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. കോപ്പി ചെയ്ത് ഓൺലൈൻ സി കമ്പൈലറിൽ പേസ്റ്റ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം. ഇത് പ്രൈം നമ്പേഴ്സ് പ്രിന്റ് ചെയ്യണം. പ്രൈം നമ്പേഴ്സ് ഫ്രം 101 to 500 and whose sum of digits is 5 need not be printed are. സോ ഇതിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാലും ഇതെല്ലാം പ്രൈം നമ്പേഴ്സ് ആണ്. ഇതിൽ 113 ഇല്ല. 113 ഒരു പ്രൈം നമ്പറാണ്. 113 ഡിസ്പ്ലേ ആവുന്നില്ല. അത് കണക്ക് 131 ഡിസ്പ്ലേ ആവുന്നില്ല. അത് കണക്ക് 401 പ്രൈം നമ്പറാണ്. സോ അതും ഡിസ്പ്ലേ ആവുന്നില്ല. സോ ഇതെല്ലാം ടോട്ടൽ ഡിജിറ്റ്സ് ആഡ് ചെയ്താൽ 5 കിട്ടുന്നതാണ്. സോ ഇത് കറക്റ്റായിട്ട് വർക്ക് ആവുന്നു. സോ ഇതൊരു സാമ്പിൾ ഔട്ട്പുട്ട് എഴുതിയിട്ടുണ്ട്. ഇതിനെ കോപ്പി പേസ്റ്റ് ചെയ്താണ്. പ്രൈം നമ്പർ ഫ്രം 101 to 500 whose sum of digits is 5 need not be printed or. സോ ഇത് ഔട്ട്പുട്ടാണ്. സോ ഇതിന് ആക്ച്വലി 5 മാർക്സ് ആണ്. ഇതൊരു ടഫ് പേപ്പറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11, എക്സ്പ്ലെയിൻ സ്വിച്ച് ആൻഡ് ഗോ ടു സ്റ്റേറ്റ്മെന്റ്സ് ഇൻ സി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സാമ്പിൾസ്. ഇതും 5 മാർക്സ് ആണ്. സോ 11th A question, switch statement. The if-else statement provides a way of selecting any one of the possible alternatives, and nested if allows to select one of the many alternatives, but it is time consuming. It tests all conditions and based on the result a particular branch is taken for execution.
To overcome this, the switch statement is used. So if a statement എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നെസ്റ്റഡ് ഇഫ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് അത് നെസ്റ്റ് ചെയ്ത് പോകുന്നതാണ്. ഒരു കണ്ടീഷൻ എവാലുവേറ്റ് ചെയ്ത് അത് ഫോൾസ് ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എടുത്ത് എവാലുവേറ്റ് ചെയ്യും. സോ അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്. സോ ഇത് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അതൊരു പർട്ടിക്കുലർ ബ്രാഞ്ചിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. സോ മൾട്ടിപ്പിൾ വേ ബ്രാഞ്ചിങ്. സോ ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് കാണും, അതിൽ നിന്ന് ഏതെങ്കിലും ഒരു കറക്റ്റ് ആൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് അത്രയും ടൈം സേവ് ആവും. The switch statement provides a multiple way branching. That is, it allows the user to select any one of the several alternatives depending on the value of an expression. Depending upon the value of the expression, the control transfers to a particular case label branch, and all the statements followed by that case label are executed. So adinte syntax aanu switch expression open bracket case label 1 block 1 break. So ഇതിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത് സ്വിച്ച് എക്സ്പ്രഷൻ കൊടുക്കുന്ന കേസ് 1 കേസ് 2 കേസ് 3 അങ്ങനെ കൊടുക്കുന്ന. അപ്പോൾ സോ ഇതിന് കേസ് ലേബിൾ 1 അപ്രോപ്രിയേറ്റ് ആണെങ്കിൽ ഈ ബ്ലോക്ക് മാത്രം എക്സിക്യൂട്ട് ആവും. സോ നമ്മൾ എക്സ്പ്രഷൻ കൊടുക്കുന്ന കേസ് ലേബിൾ 2 അപ്രോപ്രിയേറ്റ് ആണെങ്കിൽ കേസ് ലേബിൾ 2 ബ്ലോക്ക് മാത്രം എക്സിക്യൂട്ട് ആവും. സോ അതിനുശേഷം ബ്രേക്ക് ഉള്ളതുകൊണ്ട് അതിന്റെ നെക്സ്റ്റ് ഉള്ള ഇത് എക്സിക്യൂട്ട് ആവില്ല, അത് ഡയറക്റ്റ് പ്രോഗ്രാമിന്റെ എൻഡിലോട്ട് പോകും. സോ ഇതാണ് സ്വിച്ചിന്റെ കൂടെ നമ്മൾ ബ്രേക്കും യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. സോ ഇത് സിന്റാക്സ് സ്വിച്ച് എക്സ്പ്രഷൻ കേസ് ലേബിൾ 1 ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്തിട്ട് ബ്രേക്ക് എടുത്ത് നെക്സ്റ്റ് പ്രോഗ്രാമിന്റെ എൻഡിൽ പോകും. സോ സപ്പോസ് അത് ലേബിൾ 2 ആണെങ്കിൽ ബ്ലോക്ക് 2 എക്സിക്യൂട്ട് ചെയ്ത് ബ്രേക്ക് യൂസ് ചെയ്ത് പ്രോഗ്രാമിന്റെ എൻഡിലോട്ട് പോകും. അല്ലെങ്കിൽ കേസ് 3 ലേബിൾ 3 ആണെങ്കിൽ ഈ ബ്ലോക്ക് 3 എക്സിക്യൂട്ട് ചെയ്ത് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്ത് പ്രോഗ്രാമിന്റെ എൻഡിലോട്ട് പോകും. സപ്പോസ് ഇത് അവസാനത്തെ അത് കണക്ക് കേസ് 1 ടു കേസ് 3 കേസ് 4 അങ്ങനെ ലാസ്റ്റിലെ കേസും ആണെങ്കിൽ ലാസ്റ്റിലെ കേസ് എക്സിക്യൂട്ട് ചെയ്ത് ബ്രേക്കിൽ പോകും. സപ്പോസ് ഇത് ഒരു കേസും അതിൽ മാച്ച് ആവുന്നില്ല, സോ കേസ് 1 അല്ല കേസ് 2 അല്ല കേസ് 3 അല്ല, അപ്പോൾ അത് ഡിഫോൾട്ട് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. സോ ഡിഫോൾട്ട് ഒരു ബ്ലോക്ക് കാണും, ആ ഡിഫോൾട്ട് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്ത് ബ്രേക്ക് കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് അതിന് പ്രോഗ്രാമിന് എക്സിക്യൂട്ട് ആവും. സോ ഇതൊരു അതിൻ്റെ സ്വിച്ചിൻ്റെ എക്സാമ്പിൾ പ്രോഗ്രാമാണ്. ഹാഷ് ഇൻക്ലൂഡ് stdio.h മെയിൻ ക്യാരക്ടർ ജെൻഡർ പ്രിന്റ് എൻ്റർ ദ ജെൻഡർ കോഡ്. സോ ഇത് ജെൻഡർ കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു കോഡ് എം എന്ന് എൻ്റർ ചെയ്താൽ അത് മെയിൽ എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് കാണിക്കും, എഫ് എന്ന് എൻ്റർ ചെയ്താൽ ഫീമെയിൽ എന്ന് എൻ്റർ ചെയ്ത് കാണിക്കും. സോ നമ്മൾ എം എഫും അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ആൽഫബറ്റ് എൻ്റർ ചെയ്താൽ ഇറ്റ് ഈസ് എറർ ഇൻ കോഡ് എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്യും. സോ എൻ്റർ ദ ജെൻഡർ കോഡ് എം ഓർ എഫ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സ്കാൻ ഓഫ് %d അതൊരു ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ ആംപർസാൻഡ് ജെൻഡറിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന എം ഓർ എഫിന്റെ വാല്യൂ അല്ലെങ്കിൽ എനി അതർ വാല്യൂ അതിൽ റീഡ് ചെയ്ത് സ്റ്റോർ ആവും. എന്നിട്ട് സ്വിച്ച് ലേബിൾ ജെൻഡർ, സോ നമ്മൾ എന്താണ് എൻ്റർ ചെയ്ത് ജെൻഡർ ആ ബ്ലോക്ക് എക്സിക്യൂട്ട് ആവും. സോ നമ്മൾ എൻ്റർ ചെയ്ത് ജെൻഡറിൽ എം ആണെങ്കിൽ ഈ ബ്ലോക്ക് എക്സിക്യൂട്ട് ആവും, കേസ് എം പ്രിന്റ് മെയിൽ. എന്നിട്ട് ബ്രേക്ക് എക്സിക്യൂട്ട് ചെയ്ത് ലൂപ്പിൽ നിന്ന് പുറത്തു പോകും. ഇഫ് എഫ് ആണെങ്കിൽ പ്രിന്റ് ഫീമെയിൽ, ബ്രേക്ക് പുറത്തു പോകും. എനി അതർ ദെൻ എം ഓർ എഫ് ആണെങ്കിൽ എറർ ഇൻ ടൈപ്പിംഗ് ജെൻഡർ കോഡ്, ബ്രേക്ക്, എൻഡ് ഓഫ് സ്വിച്ച്. സോ ഇതാണ് സ്വിച്ച് ലേബിളിൻ്റെ ഇത്. സോ ഇത് ഔട്ട്പുട്ട് സാമ്പിൾ ഔട്ട്പുട്ടാണ്. എൻ്റർ ദ ജെൻഡർ കോഡ് എം ഓർ എഫ് എം മെയിൽ. നെക്സ്റ്റ് go to statement. So go to statement transfers control to a specified statement in a program. It is an unconditional control statement. So then the syntax go to label. So go to keyword label symbolic constant. So അതിൻ്റെ എക്സാമ്പിൾ ആണിത്. സോ ഒരു പ്രോഗ്രാമിൽ നമ്മൾ റിവേഴ്സ് ഓഫ് എ നമ്പർ, സോ ഒരു ഇൻറ്റീജറിൻ്റെ റിവേഴ്സ്, സോ 1 2 3 4 5ൻ്റെ റിവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഒരു ലോജിക്കാണ്. സോ നമ്മൾ നേരത്തെ ചെയ്ത് പൈത്തൺ പ്രോഗ്രാമിൽ ചെയ്ത അതേ ലോജിക്ക് തന്നെയാണ്. സോ ഇത് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് ഇത് ഒരു ലേബിൾ കൊടുത്തിരിക്കുകയാണ്. സോ ഗോ ടു ലേബിൾ സ്റ്റാർട്ട് എന്നുള്ള എൻ്റെ മീനിങ് ആണ്. നെക്സ്റ്റ് ഈ എക്സിക്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഇഫ് നമ്പർ ഗ്രേറ്റർ ദെൻ 0 എവാലുവേറ്റ് ആണ്. നമ്മൾ ഇവിടെ ഇഫ് കണ്ടീഷൻ കൊടുത്തിട്ട് ചെക്ക് ചെയ്യും. സോ ഈ നമ്പർ ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ നമ്പറിന് ഒരു പുതിയൊരു വാല്യൂ അസൈൻ ആവും. സോ ആ നമ്പർ ഗ്രേറ്റർ ദെൻ 0 ആണെന്ന് ചെക്ക് ചെയ്തിട്ട് നമ്പർ ഗ്രേറ്റർ ദെൻ 0 ട്രൂ ആണെങ്കിൽ ഗോ ടു സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു ഗോ ടു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്ത ഉടനെ സ്റ്റാർട്ട് കണ്ടീഷൻ ഇവിടുന്ന് വന്ന് ഈ ബ്ലോക്ക് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും. സോ ഇതിനു വേണ്ടി നമ്മൾ ഇവിടെ ഒരു ഗോ ടു കണ്ടീഷൻ, ഒരു അൺകണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ആണ്.
സോ ഇതാണ് അതിൻ്റെ എക്സാമ്പിൾ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 11A ആണ്, അല്ല 11B ആണ്. റൈറ്റ് എ C പ്രോഗ്രാം ടു പ്രിന്റ് ദ ഫോളോയിങ് പാറ്റേൺ യൂസിങ് ഫോർ ലൂപ്പ്. സോ നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതേപോലത്തെ ഒരു ഡിസൈൻ പാറ്റേൺ പ്രിന്റ് ചെയ്യണം. സോ ഇതിൻ്റെ പ്രോഗ്രാം എഴുതിയാൽ മതി. ഹാഷ് ഇൻക്ലൂഡ് stdio.h ഇൻറ്റീജർ മെയിൻ ഇൻറ്റീജർ n. സോ അതൊരു നമ്പർ ഓഫ് റോസ്, എത്ര നമ്പർ ഓഫ് റോസ് എന്ന് പ്രിന്റ് ചെയ്യാൻ വേണ്ടി. സോ ഇതിൽ ആക്ച്വലി ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന 5 റോസ് ആണ്, 1 2 3 4 5. സോ നമ്മൾ n എന്ന് പറയുന്ന നമ്പർ ഓഫ് റോസ് ആണ്. സോ എൻ്റർ ദ നമ്പർ ഓഫ് റോസ് എന്ന് ചോദിക്കുന്ന സ്കാൻ ഓഫ് %d %n. സോ നമ്മൾ n-ൻ്റെ വാല്യൂ 5 എന്ന് കൊടുത്തു. ഫോർ ഇൻറ്റ് i ഈക്വൽ ടു 1 i ലെസ് ദാൻ ഓർ ഈക്വൽ ടു n i പ്ലസ് പ്ലസ്. സോ നമ്മൾ അത്രയും തവണ നമ്മൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഒരു ഫോർ ലൂപ്പ് കൊടുത്തിരിക്കുന്നതാണ്. സോ ഇൻഡെക്സ് വേരിയബിളിൻ്റെ ഇനിഷ്യൽ വാല്യൂ 1 ആണ്. സോ അത് ഇൻഡെക്സ് വേരിയബിൾ നമ്മൾ ഇവിടെ വെച്ച് ഡിക്ലെയർ ചെയ്യാണ്, ഇൻറ്റീജർ i എന്ന് പറയും. നെക്സ്റ്റ് അതിനകത്ത് നമ്മളൊരു നെസ്റ്റഡ് ഫോർ ലൂപ്പ്, വീണ്ടും ഒരു നെസ്റ്റഡ് ഫോർ ലൂപ്പ്. സോ ഇതിൽ ആക്ച്വലി റോസും ഉണ്ട് കോളംസും ഉണ്ട്. സോ ഇത് 5 റോസ് ഉണ്ട്, 5 കോളംസ് തന്നെ ഉണ്ട്. സോ അത് അത്രയും കോളംസ് പ്രിന്റ് ചെയ്യാനും അത്ര റോസ് പ്രിന്റ് ചെയ്യാനും വേണ്ടി ഒരു നെസ്റ്റഡ് ഫോർ ലൂപ്പ് യൂസ് ചെയ്യണം. സോ അതിന് 2 ഇൻഡെക്സ് വേരിയബിൾ യൂസ് ചെയ്യണം. നമ്മൾ ഇവിടെ തന്നെ ഇൻഡെക്സ് വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നതാണ്. സോ ഇൻറ്റ് j ഈക്വൽ ടു 1 j ലെസ് ദാൻ ഓർ ഈക്വൽ ടു i j പ്ലസ് പ്ലസ്. സോ ആക്ച്വലി ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ നെസ്റ്റഡ് ഫോർ ലൂപ്പ് ആണ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇതിനനുസരിച്ചാണ് ആ പാറ്റേൺ പ്രിന്റ് ആവുന്നത്. സോ ഇൻറ്റ് i ഈക്വൽ ടു 1 i ലെസ് ദാൻ ഓർ ഈക്വൽ ടു n i പ്ലസ് പ്ലസ്. ഫോർ ഇൻറ്റ് j ഈക്വൽ ടു 1 j ലെസ് ദാൻ ഓർ ഈക്വൽ ടു i j പ്ലസ് പ്ലസ്. സോ ഈ ഫോർ ലൂപ്പാണ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ അതിനുശേഷം ഇത് എക്സിക്യൂട്ട് ആയിട്ട് നമ്മൾ n കൊടുക്കുന്നതിനനുസരിച്ച് അത് എക്സിക്യൂട്ട് ആവും. എന്നിട്ട് പ്രിന്റ് എഫ് ഇത് ജസ്റ്റ് നമ്മളൊരു ആസ്ട്രിക്സ് സിമ്പിൾ കൊടുത്ത് ക്ലോസ് ചെയ്യണം. എന്നിട്ട് ഒരു നെക്സ്റ്റ് പ്രിന്റ് എഫ്, അതിൻ്റെ നെക്സ്റ്റ് പ്രിന്റ് എഫ് സ്ലാഷ് ന്യൂ ലൈൻ. സോ അത് നെക്സ്റ്റ് ലൈൻ പോയിട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ന്യൂ ലൈൻ കൊടുത്ത് ക്ലോസ് ചെയ്യണം. നെക്സ്റ്റ് ക്ലോസ് ബ്രാക്കറ്റ് റിട്ടേൺ 0 ക്ലോസ് ബ്രാക്കറ്റ്. സോ ഔട്ട്പുട്ട് എൻ്റർ ദ നമ്പർ ഓഫ് റോസ് 5 എന്ന് കൊടുക്കുമ്പോൾ അത് ഇതേപോലെ പ്രിന്റ് ചെയ്യും. സോ വേണമെങ്കിൽ നമുക്ക് ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സോ എൻ്റർ ദ നമ്പർ ഓഫ് റോസ് എന്ന് ചോദിക്കുന്നത് ഞാൻ ഒരു 6 എന്ന് കൊടുക്കാം. 6 എന്ന് കൊടുത്ത് എൻ്റർ ചെയ്യുമ്പോൾ സോ ഇത് ഔട്ട്പുട്ട് ഇത് കണക്ക് കാണിക്കുകയാണ്. 1 2 3 4 5 6. സോ ഇത് ഈ പ്രോഗ്രാമിന് 5 മാർക്സ് ആണ്. സോ ഔട്ട്പുട്ടും കൂടെ എഴുതുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി കാണും. നെക്സ്റ്റ് പാർട്ട് സി ആണ്. പാർട്ട് സിയിലും 3 ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ ഇതിന് ചോയ്സ് ഉണ്ട്. സോ ഏതായാലും നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുന്നു. Question number 12A. Explain how a 3-dimensional array is declared and initialized. How is a character array different from a string? സോ ഒരു 3-dimensional array എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്ത് ഇനിഷ്യലൈസ് ചെയ്യുന്നത്, പിന്നെ ക്യാരക്ടർ അറേ സ്ട്രിങ് അറേയിൽ നിന്ന് എങ്ങനെ ഡിഫറെൻ്റ് ആണ്. സോ ഫസ്റ്റ് ക്യാരക്ടർ അറേ നോക്കാം. നമ്മളൊരു ക്യാരക്ടർ അറേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ക്യാരക്ടർ ഡിഫൈൻ ചെയ്തിട്ട് നമ്പർ ഓഫ് ആൽഫബറ്റ്സിനെ നമ്മൾ ഒരു അറേയിൽ ഡിഫൈൻ ചെയ്യുന്നതാണ്. സ്ട്രിങ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൽഫബറ്റ്സ് ആണ്. സോ ഏതായാലും ഫസ്റ്റ് നമുക്ക് അറേ നോക്കാം. An array is a group of elements with the same or homogeneous data type. സോ ഒരേപോലത്തെ ഡേറ്റ ടൈപ്പ് ഒരേ ഗ്രൂപ്പ് ഓഫ് എലിമെന്റ്സ് ഒരേ കോൺസിക്യൂട്ടീവ് മെമ്മറി ലൊക്കേഷൻസിൽ അല്ലെങ്കിൽ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതിന് നമ്മൾ അറേ എന്ന് പറയും. സോ ഇറ്റ് ഈസ് കോൾഡ് derived data type. A 3-dimensional array increases the space exponentially and an extra position is added to locate the element in the array. So ഇത്
3-dimensional array എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ആ 3 dimension അനുസരിച്ച് അതിൻ്റെ സ്പേസ് എക്സ്പോണൻഷ്യലി അത് അലോക്കേറ്റ് ചെയ്യും. പിന്നെ ആ എലിമെൻറ്റ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി അതിനൊരു എക്സ്ട്രാ സ്പേസ് അലോക്കേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ കൺസിഡർ എ 4-level ബിൽഡിംഗ് വിത്ത് മെനി ഫ്ലാറ്റ്സ് ഓർ റൂംസ്. സോ നമ്മൾ 2-dimensional array എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ക്വയർ ബോക്സിന് നമ്പർ ഓഫ് റോസ് കോളംസിന് 2-dimensional array എന്ന് പറയും. അല്ലെങ്കിൽ ഒരു മാട്രിക്സ് നമ്പർ ഓഫ് റോസ് കോളംസ് ഉള്ള ഒരു മാട്രിക്സിനെ നമ്മൾ 2-dimensional array എന്ന് പറയും. പക്ഷെ 3-dimensional arrayക്ക് നമ്മൾ ഒരു ക്യൂബ് യൂസ് ചെയ്താൽ അതൊരു നല്ലൊരു എക്സാമ്പിളാണ്. അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ്, ഒരു 4 നില ബിൽഡിംഗ്, 4 ഫ്ലോറുള്ള ബിൽഡിങ്ങിനകത്ത് ഒരുപാട് റൂംസ് കാണും, ഒരുപാട് ഫ്ലോർസിൽ, ഒരുപാട് ലെവലിൽ, അല്ലെങ്കിൽ ഒരുപാട് അറേസിൽ, ആ റോയിൽ, കോളത്തിൽ ഒരു റൂംസ് കാണും. സോ അതിനനുസരിച്ച് നമ്മൾ 3-dimensional array നമ്മൾ ഡിഫൈൻ ചെയ്യണം. So for getting the perfect slot directions of the rooms, we need to tell the floor level number with row and column number. When we just tell the array row number 7 and column 4, 3-die array is just for storing more amounts of data and representing the positions. How we can define and implement them going further? Let's understand those concepts. In C, 3-dimensional array can be declared as follows. A data type, variable name, size 1, size 2, size 3. So നമ്മൾ 2-dimensional array ഡിഫൈൻ ചെയ്യുന്നത് അതേപോലെ തന്നെ 3-dimensional array ഡിഫൈൻ ചെയ്തു. സോ ഇൻറ്റീജർ, മാട്രിക്സ്, 1 square bracket, 2nd square bracket, 3rd square bracket. സോ ഇത് എൻ്റെ എക്സാമ്പിളാണ്. ഇൻറ്റീജർ C 2, 3, 4. സോ ഇതെല്ലാം സബ്സ്ക്രിപ്റ്റിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നതാണ്. സോ ദ മീനിങ് ഓഫ് ദ എബോവ് റെപ്രസെൻറ്റേഷൻ can be understood as the memory allocated to variable C is of data type int. The total capacity that this array can hold is 2 into 3 into 4, which is equal to 24 elements. The data is being represented in the form of 2 arrays with 3 rows and 4 columns each. So 3 rows 4 columns each ഉള്ള 2 array ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. സോ ഇതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 2 into 3 into 4. സോ 24 എലിമെൻറ്റ്സിൻ്റെ അത്രയും മെമ്മറി അത് കൺസ്യൂം ചെയ്യും. സോ ഇൻറ്റീജർ എന്ന് പറയുന്നത് ഒരു ഇതിന് 2 bytes വെച്ച് 24 എലിമെൻറ്റ്സിന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ അത്ര ടോട്ടൽ മെമ്മറി കൺസ്യൂം ആവും. സോ ഇതിനെ നമ്മൾ അഡ്രസ്സ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുള്ള റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടേബിളാണ്. സോ ഇത് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് C of 0 ആണ്. സോ ഫസ്റ്റ് എലിമെൻറ്റിന്, ഫസ്റ്റ് അറേനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 0 എന്നാണ്, 0th array എന്നാണ്. സെക്കൻഡ് അറേ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 1 എന്നാണ്. സോ ഫസ്റ്റ് അറേയിൽ 4 കോളംസും 3 റോസും ഉണ്ട്. സോ അതാണ് 4 കോളംസ്. സോ അവസാനത്തെ ഇതാണ് സബ്സ്ക്രിപ്റ്റാണ് കോളംസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് മെൻഷൻ ചെയ്യുന്നത് റോസ് ആണ്. അത് കണക്ക് ഫസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്ന array ആണ്. സോ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് 2 array വിത്ത് 4 columns ആൻഡ് 3 rows. സോ ഇങ്ങനെയാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സാധാരണ array C00, 01, 02, 03, 10, 11, 12, 13, 20, 21, 22, 23. അതേപോലെ 0, 0, 01, 02, 03 സെയിം തന്നെ. സോ ഇതേ കണക്ക് 2 array consisting of 3 rows and 4 columns. The data inside the array can be accessed through the above representation. In 3-dimensional array representation, the first square bracket represents the level of the array that has to be considered. Second would be the number of rows, and third one is the number of columns. The index representation of the array for the first element always starts with 0 and ends with the size -1. So size 3 ആണെങ്കിൽ 2 എന്ന് പറഞ്ഞ് എൻഡ് ആവും. സോ 4 ആണെങ്കിൽ 4 - 1 3 എന്ന് എൻഡ് ആവും. സോ ആക്ച്വലി 4 rows 3 columns ആണ്. പക്ഷേ ഇതിൽ ലാസ്റ്റ് എലിമെന്റ് 2, 3. So for example, if the number of rows is 3, then the index representation for accessing the data and rows will be 0, 1, 2. The same logic applies for the array level and column indexes also. So for the above representation, to get the data of first level of the array with second row, third column, we access it by C0, 1, 2.
സോ ഇത് ആക്ച്വലി നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന 2, 3, 4. സോ ഇത് അതിൻ്റെ സൈസാണ്. പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 നിന്നാണ്. അതുകൊണ്ട് 1 മൈനസ് ആവും. സോ നമ്മൾ 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ റോയും കോളവും അറയും എല്ലാം 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ 2, 3. സോ 0, 2, 3 എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ 2, 3, 4. അതേപോലെ ഇവിടെ 1 എന്ന് പറഞ്ഞാൽ ഇത് സെക്കൻഡാണ്. സോ നെക്സ്റ്റ്, initializing 3-dimensional arrays in C. So we can initialize a 3-dimensional array similar to the 2-dimensional array. So ഇതിനെ initialize ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. Integer C243. So ഇത് എന്താണെന്ന് വെച്ചാൽ C എന്ന് പറയുന്ന ഒരു 3-dimensional array ആണ്. ഇൻറ്റീജർ ടൈപ്പ് ആണ്. അതിന് 2 array ഉണ്ട്, 3 columns ഉണ്ട്, 4 rows ഉണ്ട്. സോ അതിലുള്ള ആ എലിമെന്റ്സിനെ എല്ലാം നമുക്ക് ഇനിഷ്യലൈസ് ചെയ്യാൻ പറ്റും. ഓപ്പൺ ഫ്ലോർ ബ്രാക്കറ്റ്, വീണ്ടും ഓപ്പൺ ഫ്ലോർ ബ്രാക്കറ്റ്, 1, 2, 3, 4, 5, 6, 7, 8, 9 അങ്ങനെ നമ്മൾ മെൻഷൻ ചെയ്ത് അത്രയും എലിമെന്റ്സിനെ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യാൻ പറ്റും. സപ്പോസ് ഏതെങ്കിലും ഒരു അഡ്രസ് ലൊക്കേഷൻ ബ്ലാങ്ക് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഡേറ്റ എൻറ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് 0 അസൈൻ ചെയ്യും. As mentioned above, the total number of elements that can fit into the array would be array size 1 into array size 2 into array size 3. Here it is 2 into 4 into 3, which gives 24. Next question. Question number 12B ആണ്. Write a C program to count the number of characters, words and lines in a text. സപ്പോസ് ഇതൊരു ടെക്സ്റ്റ് ആണെങ്കിൽ ഇതിൽ എത്ര വേർഡ്സ് ഉണ്ട്, എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്, എത്ര ലൈൻസ് ഉണ്ട് എന്ന് അത് പ്രിന്റ് ചെയ്ത് കാണിക്കും. സോ ഇതാണ് നെക്സ്റ്റ് പ്രോഗ്രാം 12B. സോ ഇത് #include stdio.h int main declare the variables. സോ നമ്മൾ ആ വേർഡ് ടൈപ്പ് ചെയ്ത് അതിൽ എത്ര ബ്ലാങ്ക് സ്പേസ് ഉണ്ട്, എത്ര ക്യാരക്ടർ ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യണം. സോ സ്ട്രിങ് 20, ക്യാരക്ടേഴ്സ് str of 200. സോ അതൊരു 200 വേർഡ്സ് അല്ലെങ്കിൽ ഇതുള്ള ഒരു ക്യാരക്ടർ വേരിയബിൾ ആണ്. സോ ഇതൊരു അറേ ആയിട്ട് ഡിക്ലെയർ ചെയ്ത് ഇൻറ്റീജർ ലൈൻ വേർഡ് CH. സോ ലൈനിന് ഒരു ഇൻറ്റീജർ വേരിയബിൾ, വേർഡ് എന്ന് പറഞ്ഞ ഒരു ഇൻറ്റീജർ വേരിയബിൾ, ക്യാരക്ടർ എന്ന് പറയുന്ന ഇൻറ്റീജർ വേരിയബിൾ, അതിൻ്റെ നമ്പേഴ്സ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി. സോ ഇനിഷ്യലൈസ് കൗണ്ട് വേരിയബിൾസ് വിത്ത് 0. സോ ലൈൻ ഈക്വൽ ടു വേർഡ് ഈക്വൽ ടു ക്യാരക്ടർ ഈക്വൽ ടു 0 എന്ന് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. റീഡ് മൾട്ടി ലൈൻ സ്ട്രിങ്. സോ ഇതെല്ലാം ആക്ച്വലി കൊമൻസ് ആണ്. സോ ഇത് എക്സിക്യൂട്ട് ആവില്ല. ഈ ഡബിൾ സ്ലാഷ് ഇട്ടിരിക്കുന്ന എല്ലാം കൊമൻസ് ആണ്, ഇത് എക്സിക്യൂട്ട് ആവില്ല. സോ നെക്സ്റ്റ്, പ്രിന്റ് എൻ്റർ ദ സ്ട്രിങ് ടെർമിനേറ്റഡ് വിത്ത് എസ്കേപ്പ് സിമ്പിൾ. സോ എസ്കേപ്പ് സിമ്പിൾ ഇട്ടാൽ അത് നമ്മൾ എൻ്റർ ചെയ്യുന്ന വാല്യൂ ഒന്ന് എക്സിറ്റ് ആയിട്ട് അത് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ആവും. സ്കാൻ ഓഫ് പെർസെൻറ്റേജ് ക്യാരറ്റ് സിമ്പിൾ എസ്കേപ്പ് സീക്വൻസ് ക്ലോസ് STR. സോ അതാണ് റീഡ് ചെയ്യുന്നത്. നമ്മൾ എൻ്റർ ചെയ്യുന്ന ലൈൻസ് എല്ലാം ഈ STR ഇത് യൂസ് ചെയ്തിട്ട് സ്റ്റോർ ആവും. സ്ട്രിങ്, ക്യാരക്ടർ സ്ട്രിങ്. സോ ചെക്ക് എവറി ക്യാരക്ടർ. സോ എവറി ക്യാരക്ടർ ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഫോർ ലൂപ്പ് കൊടുത്ത് ഇൻഡെക്സ് ഈക്വൽ ടു 0, STR നോട്ട് ഈക്വൽ ടു /0. സോ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്ട്രിങ് എക്സിക്യൂട്ട് ചെയ്ത് എൻറ്റർ ചെയ്ത് അവസാനത്തെ അത് കമ്പൈലർ റീഡ് ചെയ്യുമ്പോൾ അവസാനത്തത് /0 എന്നാണ് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു സ്ട്രിങ് എൻഡ് ആവുമ്പോൾ അവസാനത്തെ ആൽഫബറ്റിന് ശേഷം വരുന്നത് /0 ആയിട്ട് ഇത് വന്നാൽ അത് ആണ് എൻഡിങ്. അപ്പോൾ അത് 1 by 1 ചെക്ക് ചെയ്തിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യും. സോ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഓപ്പറേഷൻസ് എക്സിക്യൂട്ട് ചെയ്യും. If it is a new line, then 1 line and 1 word completed. സോ സപ്പോസ് അതൊരു നെക്സ്റ്റ് ലൈൻ, ഒരു ലൈൻ ഞാൻ ബ്ലാങ്ക് ആയിട്ട് വിട്ടാൽ ഒരു ലൈനും ഒരു വേർഡും കംപ്ലീറ്റഡ് ആയിട്ടെന്ന് കൺസിഡർ ചെയ്യും. സോ ഇഫ് STR of I equal to new line, open bracket, line plus plus word plus plus, else it is a character. So അതല്ലെങ്കിൽ if character is space or tab, then 1 word is also completed. സോ നമ്മളൊരു ടാബ് സ്പേസ് വിട്ടിട്ട് ഇത് ചെയ്താൽ അതൊരു 1 വേർഡ് ആയിട്ട് കൺസിഡർ ചെയ്യും. സോ ഇഫ് STR of I equal to ബ്ലാങ്ക് സ്പേസ്. സോ ഇത് ആക്ച്വലി ഒരു ബ്ലാങ്ക് സ്പേസ് ആണ്. ഇൻ ബിറ്റ്വീൻ സിംഗിൾ ഇൻവെർട്ടഡ് കോഡ്സ് വിട്ടിരിക്കുന്ന ഒരു ബ്ലാങ്ക് സ്പേസ്, ഓർ STR of I equal to /T. സോ ഇത് ടാബ് സ്പേസിനുള്ളതാണ്.
Next word plus character plus. So so it was not slash new line space or tab, it is a normal character. So new line allengilum tab allengi or normal character ആണ്. അപ്പോൾ എന്താ else open bracket character plus close. എന്നിട്ട് ഡിസ്പ്ലേ വാല്യൂസ്. സോ അത് കൗണ്ട് ചെയ്ത വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി പ്രിന്റ് ഓഫ് ക്യാരക്ടർ കൗണ്ട് ഈക്വൽ ടു %d print of word count equal to %d word, print of line count equal to %d line, return 0. So this is the output execute the value. University is conducting online exams due to COVID. It will help the students to write the exam from home. പിന്നെ ഒരു blank line വിട്ട്. So blank line വിട്ടിട്ട് വീണ്ടും next line this will save time. Escape simple അടിച്ച് എൻട്രി ചെയ്തപ്പോൾ character count equal to 118, word count equal to 22, line count equal to 3. So ഇത് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് നമുക്ക് പ്രോഗ്രാം ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. ഇതാണ് പ്രോഗ്രാം. നമുക്ക് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. പ്രോഗ്രാം പേസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് റൺ ചെയ്യുന്ന. എൻ്റർ ദ സ്ട്രിംഗ് ടെർമിനേറ്റഡ് വിത്ത് എസ്കേപ്പ്. സോ ഈ സ്ട്രിംഗ് തന്നെ വേണമെങ്കിൽ ഒന്നും കൂടെ ടൈപ്പ് ചെയ്യാം. University is conducting online exams due to COVID. So അല്ലെങ്കിൽ ഇതിനെ കോപ്പി പേസ്റ്റ് ചെയ്യാം. So actually ഔട്ട്പുട്ട് ഇങ്ങനെ കാണിക്കും. സോ അല്ലെങ്കിൽ ഒന്നും കൂടെ റൺ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാം. പിന്നെ ഒരു സ്പേസ് വിട്ട് അതിനുശേഷം ഒരു എസ്കേപ്പ്, ഷിഫ്റ്റ് എസ്കേപ്പ്, എൻ്റർ. സോ ഇത് ഔട്ട്പുട്ട് കാണിക്കുന്ന ക്യാരക്ടർ കൗണ്ട് 116, വേർഡ് കൗണ്ട് 22, ലൈൻ കൗണ്ട് 3. സോ ഇത് ക്വസ്റ്റ്യൻ നമ്പർ 12B കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് 13A, write a C program to find the product of two matrices, 5 marks. So ഇത് program to find the product of two matrices, hash include stdio.h, hash include conayo.h, hash include math.h, main integer a of 10 subscript 10, b 10 subscript 10, c 10 subscript 10. പിന്നെ ഇൻഡെക്സ് വേരിയബിൾ i, j, k, റോ 1, റോ 2, കോളം 1, കോളം 2. സോ ഇത്രയും വേരിയബിൾസ് എന്ന് പറയുന്നത് ഇത് ഫസ്റ്റ്
മാട്രിക്സ് 2-dimensional മാട്രിക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് മാട്രിക്സിനുള്ളതാണ്. ബി എന്നുള്ളത് 2-dimensional മാട്രിക്സ് സെക്കൻഡ് മാട്രിക്സിനാണ്. എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് സേവ് ചെയ്യാൻ വേണ്ടി സി മാട്രിക്സ് ആണ്. പിന്നെ നമ്മൾ അതിൽ റോ ഓപ്പറേഷൻ എന്താണ് ഈ നെസ്റ്റഡ് ഫോർ ലൂപ്പിന് വേണ്ടി അതിന് റോ ഓപ്പറേഷൻ കോളം ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി IJK എന്നുള്ള 3 ഇൻഡെക്സ് വേരിയബിൾ യൂസ് ചെയ്യുന്നു. സോ ഇത് ആക്ച്വലി കെ എന്നുള്ള വേരിയബിൾ നമ്മൾ മാട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റോയും കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യും. സോ അതിനു വേണ്ടിയാണ് കെ ഇതും കൂടെ യൂസ് ചെയ്യുന്നത്. പിന്നെ റോ 1 റോ 2 കോളം 1 കോളം 2. സോ മാട്രിക്സ് 1ന്റെ റോ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി റോ 1, മാട്രിക്സ് 2ന്റെ റോ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി റോ 2. സോ അതേപോലെ മാട്രിക്സ് 1ന്റെ കോളംസ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി കോളം 1, മാട്രിക്സ് 2ന്റെ കോളംസ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി കോളം 2. സോ നെക്സ്റ്റ് enter the number of rows and columns of matrix A. സോ അത് റീഡ് ചെയ്യാൻ വേണ്ടി റോ 1 ആൻഡ് കോളം 1. സോ ഇത് രണ്ടും ഇൻറ്റീജർ ടൈപ്പ് ആണ്. അടുത്തത് പ്രിന്റ് ഓഫ് എൻ്റർ ദ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ഓഫ് മാട്രിക്സ് ബി %d ആംപർസാൻഡ് റോ 2 ആംപർസാൻഡ് കോളം 2. സോ ഇത് രണ്ടും സേവ് ആവും. നെക്സ്റ്റ് മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആവണമെങ്കിൽ റോ 1ഉം കോളം 1ഉം റോ 2ഉം ഈക്വൽ ആയിരിക്കണം. സോ ഇഫ് കോളം 1 നോട്ട് ഈക്വൽ ടു റോ 2 open bracket printf the multiplication of matrices is not possible. So suppose നമ്മൾ മാട്രിക്സ് എയും മാട്രിക്സ് ബിയുടെയും കോളവും റോവും തമ്മിൽ ഈക്വൽ അല്ലെങ്കിൽ മാട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ വെച്ചിരിക്കുകയാണ്. സോ എൽസ് കോളം 1 റോ 2 ഈക്വൽ ആണെങ്കിൽ എൻ്റർ ദ എലിമെന്റ്സ് ഓഫ് മാട്രിക്സ് എ. സോ ഇതൊരു നെസ്റ്റഡ് ഫോർ ലൂപ്പ് ആണ്. ഫോർ ഐ ഈക്വൽ ടു 0. സോ ഇത് 3-4 തവണ റിപ്പീറ്റ് ആവും. സോ ഫോർ ഐ ഈക്വൽ ടു 0 ഐ ലെസ് ദൻ റോ 1 I++. ഫോർ ജെ ഈസ് ഈക്വൽ ടു 0 ജെ ലെസ് ദൻ കോളം 1 J++. എന്നിട്ട് നമ്മൾ മാട്രിക്സ് 1ന്റെ വാല്യൂ ഇതിൽ സ്റ്റോർ ആവും. സോ ആംപർസെൻഡ് എ ഓഫ് ഐ ഓഫ് ജെ. സോ നമ്മൾ മാട്രിക്സ് 1ന്റെ എലിമെന്റ്സ് ഫോർ എക്സാമ്പിൾ ഒരു 3x3 മാട്രിക്സ് കൊടുത്തിരിക്കുകയാണെങ്കിൽ 9 എലിമെന്റ്സ് കാണും. 9 എലിമെന്റ്സ് എൻ്റർ ആവുന്നതും ഇതിൽ സ്റ്റോർ ആവും. നെക്സ്റ്റ് എൻ്റർ ദ എലിമെന്റ്സ് ഓഫ് മാട്രിക്സ് ബി. സോ അതേപോലെ തന്നെ ഐ ഈക്വൽ ടു 0 ഐ ലെസ് ദൻ റോ 2 I++, ജെ ഈസ് ഈക്വൽ ടു 0 ജെ ലെസ് ദൻ കോളം 2 J++. ഇതൊരു നെസ്റ്റഡ് ഫോർ ലൂപ്പ് ആണ്. സോ അതാണെങ്കിൽ ബിന്റെ എലിമെന്റ്സും എൻ്റർ ചെയ്യുന്നത് ഇതിൽ ബി എന്നുള്ള ഇതിൽ സ്റ്റോർ ആവും. സോ ഫോർ എക്സാമ്പിൾ 3x3 മാട്രിക്സ് ആണ് ബി എന്ന് വിചാരിക്കുക. സോ അതിൽ 9 എലിമെന്റ്സും ബി ഓഫ് ഐ ഓഫ് ജെയിൽ സ്റ്റോർ ആവും. നെക്സ്റ്റ് നമ്മൾ എൻ്റർ ചെയ്ത മാട്രിക്സിനെ ഒന്ന് പ്രിന്റ് ചെയ്യും. സോ എൻ്റർ ദ മാട്രിക്സ് എലിമെന്റ്സ് ഓഫ് മാട്രിക്സ് എ ഈസ് സോ ആൻഡ് സോ, എലിമെന്റ്സ് ഓഫ് മാട്രിക്സ് ബി ഈസ് സോ ആൻഡ് സോ എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഇതൊരു ബ്ലോക്കാണ്. സോ അതിനും വേണ്ടിയും വീണ്ടും നെസ്റ്റഡ് ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നു. റോ 1 കോളം 1. സോ മാട്രിക്സ് എ റെപ്രസെന്റ് ചെയ്യാൻ റോ 1 കോളം 1 യൂസ് ചെയ്യും. എന്നിട്ട് മാട്രിക്സ് എയുടെ വാല്യൂ പ്രിന്റ് ചെയ്യും. എന്നിട്ട് ന്യൂ ലൈൻ യൂസ് ചെയ്യും. നെക്സ്റ്റ് ലൈനിൽ പോകാൻ വേണ്ടി. അത് കണക്ക് എലിമെന്റ്സ് ഓഫ് മാട്രിക്സ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി സെയിം അതേ കണക്ക് ഒരു നെസ്റ്റഡ് ഫോർ ലൂപ്പ്. സോ ഇതിൽ റോ 2 കോളം 2 യൂസ് ചെയ്യുന്നു. സോ ഇത് ബി ഓഫ് ഐ ഓഫ് ജെ പ്രിന്റ് ചെയ്യുന്നത് മാട്രിക്സ് 2ന്റെ വാല്യൂസ് ആയിരിക്കും. സോ അതിനുശേഷം മാട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി ഫോർ ഐ ഈക്വൽ ടു 0 ഐ ലെസ് ദൻ റോ 2 I++, ഫോർ ജെ ഈസ് ഈക്വൽ ടു 0 ജെ ലെസ് ദൻ കോളം 2 J++. സോ ഇത് നമ്മൾ മാട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. റിസൾട്ടന്റ് മാട്രിക്സ് എപ്പോഴും ഈ ഓർഡറിലാണ് വരുന്നത്. റോ 2 കോളം 2 എന്നുള്ള ഓർഡറിലാണ് വരുന്നത്. സോ സി ഓഫ് ഐ ഓഫ് ജെ എന്ന് പറയുന്നത് ആ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന പ്രോഡക്റ്റിന്റെ ഇനിഷ്യൽ വാല്യൂ ആണ്. എന്നിട്ട് നമ്മളൊരു വേറൊരു ഇൻഡെക്സ് വേരിയബിൾ യൂസ് ചെയ്യുന്നത് കെ ഈസ് ഈക്വൽ ടു 0 കെ ലെസ് ദൻ റോ 2 K++. അതെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് മാട്രിക്സിന്റെ ഫസ്റ്റ് റോയും സെക്കൻഡ് മാട്രിക്സിന്റെ ഫസ്റ്റ് കോളവും കൂടെ ആഡ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ എലിമെന്റ്സിനെ ആഡ് ചെയ്തിട്ട് ഇതിന്റെ ഫസ്റ്റ് എലിമെന്റ് ആക്കുന്നത് റിസൾട്ടന്റ് മാട്രിക്സിന്റെ. അതിനു വേണ്ടിയാണ് ഈ ഫോർമുല യൂസ് ചെയ്യുന്നത്. സി ഓഫ് ഐ ഓഫ് ജെ ഈസ് ഈക്വൽ ടു സി ഓഫ് ഐ ഓഫ് ജെ പ്ലസ്. സോ ഇത് ഈ ഫോർമുല വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സി ഓഫ് ഐ ഓഫ് ജെ ഈസ് ഈക്വൽ ടു സി ഓഫ് ഐ ഓഫ് ജെ പ്ലസ് എ ഓഫ് ഐ ഓഫ് കെ ഇൻറ്റു ബി ഓഫ് കെ ഓഫ് ജെ. സോ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. സി ഓഫ് ഐ ഓഫ് ജെ ഈക്വൽ ടു സി ഓഫ് ഐ ഓഫ് ജെ പ്ലസ് എ ഓഫ് ഐ ഓഫ് കെ ഇൻറ്റു ബി ഓഫ് കെ ഓഫ് ജെ. സോ ഇത് ആക്ച്വലി ജെ ആണ്. സോ ഇത് ഇത്രയും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ പർട്ടിക്കുലർ ആ എലിമെന്റിന്റെ കറസ്പോണ്ടിങ് എലിമെന്റിന്റെ ലൊക്കേഷനിൽ അത് ഇതാവും സേവ് ആവും. എന്നിട്ട് പ്രോഡക്റ്റ് ഓഫ് എ മാട്രിക്സ് ഈസ് എ ഇൻറ്റു ബി ഈസ് അത് നമ്മൾ പ്രോഡക്റ്റ് മാട്രിക്സ് സിയിലുള്ള നമ്മൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് മാട്രിക്സ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും ഒരു നെസ്റ്റഡ് ഫോർ ലൂപ്പ്. ഫോർ ഐ ഈക്വൽ ടു 0 ഐ ലെസ് ദൻ റോ 1 I++, പ്രിന്റ് ഓഫ് ന്യൂ ലൈൻ ജെ ഈസ് ഈക്വൽ ടു 0 ജെ ലെസ് ദൻ കോളം 2 J++.
So printf percentage d c of I of j. So this output matrix print ചെയ്യാനുള്ള printf statement ആണ് get ch. So ഇത് ഇവിടെ വെച്ച് program complete ആവും. So ഞാൻ output enter ചെയ്തപ്പോൾ enter the number of rows and columns of matrix A 3 into 3. Enter the number of rows and columns of matrix B 3 into 3. So elements of matrix A എന്ന് കൊടുത്തിരിക്കുന്നത് 1 2 3 4 5 6 7 8 9. Elements of matrix B എന്ന് കൊടുത്തിരിക്കുന്നത് 9 8 7 6 5 4 3 2 1. So ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു തവണ മാട്രിക്സ് എയുടെയും ബിയുടെയും എലിമെന്റ്സ് ഒന്ന് ഡിസ്പ്ലേ ആവും. പ്രിന്റ് ചെയ്തിട്ട് പ്രോഡക്റ്റ് ഓഫ് മാട്രിക്സ് സി ഈസ് എ ഇൻറ്റു ബി ഈസ് സി ഈക്വൽ ടു എ ഇൻറ്റു ബി ഈസ്. സോ ഇത് ഔട്ട്പുട്ട് കാണിക്കും. സോ ഇതാണ് പ്രോഗ്രാം. ഇത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. കോപ്പി ചെയ്ത് കമ്പൈലറിൽ പേസ്റ്റ് ചെയ്ത് റൺ ചെയ്യുന്ന. സോ ചില കമ്പൈലറിൽ ക്ലിയർ സ്ക്രീൻ എറർസ് കാണിക്കും. സോ അപ്പോൾ നമ്മളത് കോമന്റ് ആക്കുന്ന, വീണ്ടും റൺ ചെയ്യുന്ന. ഇപ്പോൾ വന്ന് എൻ്റർ ദ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ഓഫ് മാട്രിക്സ് എ. സോ ഇത് ഞാൻ 3 സ്പേസ് 3 എന്ന് കൊടുക്കുന്നു. എൻ്റർ ദ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ഓഫ് മാട്രിക്സ് ബി. വീണ്ടും ഇത് 3 സ്പേസ് 3 എന്ന് കൊടുക്കുന്നു. എൻ്റർ കൊടുക്കുമ്പോൾ എൻ്റർ ദ എലിമെന്റ്സ് ഓഫ് മാട്രിക്സ് എ. സോ 1 സ്പേസ് 2 സ്പേസ് 3 എൻ്റർ, 4 സ്പേസ് 5 സ്പേസ് 6 എൻ്റർ, 7 സ്പേസ് 8 സ്പേസ് 9. വീണ്ടും എൻ്റർ ദ എലിമെന്റ്സ് ഓഫ് മാട്രിക്സ് ബി. 9 സ്പേസ് 8 സ്പേസ് 7 എൻ്റർ, 6 സ്പേസ് 5 സ്പേസ് 4 എൻ്റർ, 3 സ്പേസ് 2 സ്പേസ് 1 എൻ്റർ. സോ ഇത് ഔട്ട്പുട്ട് കാണിക്കും. സോ ഇത് ദ എലിമെന്റ്സ് ഓഫ് മാട്രിക്സ് എ ഈസ് നമ്മൾ എൻ്റർ ചെയ്ത വാല്യൂ ഡിസ്പ്ലേ ചെയ്യും. എലിമെന്റ്സ് ഓഫ് മാട്രിക്സ് ബി ഈസ് ഡിസ്പ്ലേ ചെയ്യും. ദ പ്രോഡക്റ്റ് ഓഫ് മാട്രിക്സ് സി ഈസ് ഇത് ഔട്ട്പുട്ട് കാണിക്കും. സോ ഇതോടുകൂടി ക്വസ്റ്റ്യൻ നമ്പർ 13A കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് 13B. Explain the differences between pass by value and pass by reference with the help of examples. 5 marks. So arguments are sent to the functions and their values are copied in the corresponding function. This sort of information exchange between the calling function and the called function is known as parameter passing. There are 2 methods of parameter passing. Number 1, call by value. Number 2, call by reference. First, call by value. When the values of arguments are passed from calling function to a called function, these values are copied into the called function. If any changes are made to the values in the called function, there is no change in the original values within the calling function. So ഈ പ്രോഗ്രാമിൽ കോളിംഗ് ഫംഗ്ഷൻ, കോൾഡ് ഫംഗ്ഷൻ, പാരാമീറ്റർ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഈ പ്രോഗ്രാമിലുള്ളത് ഹാഷ് ഇൻക്ലൂഡ് std.h മെയിൻ ഓപ്പൺ ബ്രാക്കറ്റ് ഇൻറ്റീജർ n1 n2 x. സോ n1 n2 എന്ന് പറയുന്ന വേരിയബിൾസ് ആണ്, x എന്ന് പറയുന്ന വേറൊരു വേരിയബിൾ ആണ്. സോ ഇത് ഫംഗ്ഷൻ ഡിക്ലറേഷൻ ആണ്. സോ ഇൻറ്റ് കോൾ ബൈ വാല്യൂ. സോ കോൾ ബൈ വാല്യൂ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫംഗ്ഷൻ നെയിം ചെയ്തിരിക്കുന്നതാണ്. സോ ഇതൊരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നതാണ്. സോ n1 ഈക്വൽ ടു 6 n2 ഈക്വൽ ടു 9. സോ നമ്മൾ n1 നും n2നും 2 വാല്യൂ നമ്മൾ അസൈൻ ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. സോ പ്രിന്റ് ഓഫ് n1 equal to percentage d and n2 equal to percentage d, n1 comma n2. So നമ്മൾ
ഈ ഒരു തവണ നമ്മൾ n1 n2യുടെ വാല്യൂ പ്രിന്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം. സോ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ n1, n2 എന്ന് പറയുന്ന ആക്ച്വൽ ആർഗ്യുമെന്റ്സ് ആണ്. സോ ഇത് മെയിൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ കോളിംഗ് ഫംഗ്ഷൻ ആണ്. സോ കോളിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്ന മെയിൻ ഫംഗ്ഷൻ ആണ്. സോ ഇത് ആക്ച്വൽ ആർഗ്യുമെന്റ്സ്. സോ നമ്മൾ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഈ രണ്ടെണ്ണം പിന്നെ എക്സിക്യൂട്ട് ആവും, ഡയറക്റ്റ് ഫംഗ്ഷനിലോട്ട് പോകും. സോ കോൾ ബൈ വാല്യൂ p1, p2. സോ n1ന്റെ വാല്യൂ p1ൽ കോപ്പി ആവും, n2യുടെ വാല്യൂ p2ൽ കോപ്പി ആവും. സോ ഇത് ഫോർമൽ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ കോൾഡ് ഫംഗ്ഷൻ എന്ന് പറയും. സോ ഇത് രണ്ടും p1, p2 എന്ന് പറയുന്ന ഫോർമൽ പാരാമീറ്റേഴ്സ് ആണ്. ഇത് കോൾഡ് ഫംഗ്ഷൻ ആണ്. സോ ഇത് കോൾ ബൈ വാല്യൂ p1, p2 എന്ന് പറയുന്ന കോൾഡ് ഫംഗ്ഷൻ. സോ ഇത് കോളിംഗ് ഫംഗ്ഷൻ, ഇത് കോൾഡ് ഫംഗ്ഷൻ. സോ p1, p2ൽ നമ്മൾ വാല്യൂ ചേഞ്ച് ചെയ്തിട്ട് ഈ n1, n2യുടെ വാല്യൂ ചേഞ്ച് ആവുമെന്ന് നോക്കാം. സോ ഇത് കോൾ ബൈ വാല്യൂ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ഇതാണ്, എക്സാമ്പിൾ ആണ്. സോ ഇന്റീജർ p1, p2 നമ്മൾ ഡിക്ലെയർ ചെയ്ത് ഇന്റീജർ വേരിയബിൾ ആയിട്ട് ഇൻറ്റ് സം ഡിക്ലെയർ ചെയ്ത് നെക്സ്റ്റ് സം ഈക്വൽ ടു p1 പ്ലസ് p2. സോ p1, p2 ആഡ് ചെയ്ത് സമ്മിൽ അസൈൻ ചെയ്ത് നെക്സ്റ്റ് p1 പ്ലസ് ഈക്വൽ ടു 2. സോ നമ്മളിവിടെ p1ന്റെ വാല്യൂ ചേഞ്ച് ചെയ്യണം. സോ p1ന്റെ വാല്യൂടെ ആക്ച്വലി p1ന്റെ വാല്യൂ എത്രയാണ്? 6 ആണ്. 6 p1ൽ കോപ്പി ചെയ്തിരിക്കുന്നതാണ്. സോ 6 പ്ലസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ 6 പ്ലസ് 2 അത് എന്നിട്ട് 8 ആയിട്ട് p1ൽ അസൈൻ ആവും. നെക്സ്റ്റ് p2യുടെ വാല്യൂ n2 ആണ്, 9 ആണ്. സോ p2 ഇൻറ്റു ഈക്വൽ ടു p1 ഇൻറ്റു p2. സോ p1 p2 ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ p2ൽ അസൈൻ ആവും. സോ 9 ഇൻറ്റു സോ ഇപ്പോഴത്തെ പ്രസന്റ് വാല്യൂ ഓഫ് p1 എന്ന് പറയുന്നത് 8 ആണ്. സോ 8 ഇൻറ്റു 9 എന്ന് പറയുന്നത് 72 ആണ്. സോ p2യുടെ വാല്യൂ 72 ആയി. സോ ഇവിടെ ഒരു തവണ ഫംഗ്ഷനിൽ ഒരു തവണ p1 p2യുടെ വാല്യൂ പ്രിന്റ് ചെയ്യും. സോ p1 ഈക്വൽ ടു %d, p2 ഈക്വൽ ടു %d, p1, p2. സോ p1ന്റെ വാല്യൂ 6 പ്ലസ് 2 8 ആയി, 8. p2യുടെ വാല്യൂ 72, 8 9 72 ആണ്. സോ എന്നിട്ട് റിട്ടേൺ സം. സോ ഈ p1 p2 ഇവിടെ p1 p2യുടെ വാല്യൂ ആക്ച്വലി 6 പ്ലസ് 9 15. സോ 15 ആണ് സമ്മിൽ റിട്ടേൺ ചെയ്യണം. പക്ഷെ ഇവിടെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ മെയിൻ ഫംഗ്ഷനിൽ വാല്യൂ ചേഞ്ച് ആവില്ല. സോ ഇവിടെ റിട്ടേൺ ആവുന്ന വാല്യൂ ഡിഫറെൻറ്റ്, നേരത്തെ ഉള്ള വാല്യൂ തന്നെ ആയിരിക്കും, ചേഞ്ച് ആവില്ല. സോ പ്രിന്റ് ഓഫ് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആയതിനു ശേഷം പ്രിന്റ് ചെയ്യുന്ന വാല്യൂ n1 ഈക്വൽ ടു %d, n2 ഈക്വൽ ടു %d, n1, n2. പ്രിന്റ് ഓഫ് x ഈക്വൽ ടു %d x. സോ ഇത് ആക്ച്വലി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താവെന്ന് വെച്ചാൽ n1 equal to 6, n2 equal to 9, p1 equal to 8, p2 equal to 72. So ഇത് ഫസ്റ്റ് ഈ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും, അതിനുശേഷം ഈ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും, അതിനുശേഷം ഇത് രണ്ടും എക്സിക്യൂട്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ ആ സീക്വൻസിൽ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. ഫസ്റ്റ് പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്, പിന്നെ ഫംഗ്ഷൻ കോൾ ചെയ്യും, ഫംഗ്ഷനിൽ പോയിട്ട് പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ റിട്ടേൺ ആയതിനു ശേഷം ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ n1 വാല്യൂ ഈക്വൽ ടു 6, n2 വാല്യൂ ഈക്വൽ ടു 9 ആൻഡ് x ഈക്വൽ ടു 15. സോ അതെന്താണെന്ന് വെച്ചാൽ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ വാല്യൂസ് ഓഫ് n1 ആൻഡ് n2 ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ ഫംഗ്ഷൻ ഈസ് എക്സിക്യൂട്ടഡ്. സോ ഇത് കോൾ ബൈ വാല്യൂയുടെ എക്സ്പ്ലനേഷൻ ആണ്. നെക്സ്റ്റ് കോൾ ബൈ റെഫറൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ വാല്യൂസ് ആർ നോട്ട് പാസ്ഡ്, ഇൻസ്റ്റെഡ് their addresses are passed. There is no copying of values since their memory locations are referenced. If any modification is made to the values in the called function, then original values get changed within the calling function. Mechanism by which pointers can be passed as arguments to the functions. Thus, the data items of the calling program can be accessed by the called program or function. No value is copied when pointers are passed as arguments, as in call by value method. So unlike call by value method, if the values are changed in the functions, this will modify the original contents of the actual parameters. When the pointers are passed as arguments, then the following 2 points must be considered. In the calling program, the function is invoked within the function name and the addresses of actual parameters enclosed within the parenthesis. So ഇവിടെ ചെറിയ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ അഡ്രസ്സാണ് പാസ് ചെയ്യുന്നത്. സോ അഡ്രസ്സ് പാസ് ചെയ്യുമ്പോൾ നമുക്ക് സോ ഇത് തന്നെ എടുക്കാം. സോ ഇതിൽ ആക്ച്വലി നമ്മൾ ഇവിടെ പാസ് ചെയ്യുന്നതിന് ഇതിൻ്റെ വാല്യൂസ് പാസ് ചെയ്യുന്ന പകരം അഡ്രസ് ഓഫ് ദ വേരിയബിൾ ആക്ച്വൽ ആർഗ്യുമെന്റ്സിന്റെ അഡ്രസ്സാണ് നമ്മൾ ഇങ്ങോട്ട് പാസ് ചെയ്യുന്നത്. സോ ഇങ്ങോട്ട് അഡ്രസ്സ് പാസ് ചെയ്യുമ്പോൾ നമുക്ക്
അതിൻ്റെ വാല്യൂ ആക്സസ് ചെയ്ത് നമ്മളിവിടെ എന്തെങ്കിലും ചേഞ്ചസ് ചെയ്താൽ ഇവിടെയും ആ ചേഞ്ചസ് റിഫ്ലക്റ്റ് ചെയ്യും. സോ ഇവിടെയും ചേഞ്ച് ആവും. സോ ഇതിനാണ് കോൾ ബൈ റെഫറൻസ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ നെയിം ആംപർസാൻഡ് വേരിയബിൾ 1, ആംപർസാൻഡ് വേരിയബിൾ 2 and so on. So number of formal parameters കൂടുതലുണ്ടെങ്കിൽ up to ampersand variable n. So in the called program parameter list, each and every formal parameters pointers must be preceded by an indirection operator. So നമ്മൾ അഡ്രസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതൊരു പോയിന്റർ വേരിയബിൾ ആണെന്ന് മെൻഷൻ ചെയ്യണം. സോ ആസ്ട്രിക്സ് യൂസ് ചെയ്തിട്ട്. സോ ഇത് കോൾ ബൈ റെഫറൻസിന്റെ എക്സാമ്പിൾ പ്രോഗ്രാമാണ്. Illustrates the call by reference method to interchange the contents of two integer variables. Hash include stdio.h, main, open floor bracket, integer n1, number 1, number 2. So രണ്ട് നമ്പർ മെൻഷൻ ചെയ്യാനുള്ള വേരിയബിൾസ് ആണ്. ഇത് നമ്മൾ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതാണ്. സോ interchange int pointer n1, int pointer n2. So enter the two numbers, scanf %d, and num1 and num2. So ഇത് രണ്ട് നമ്പർ എൻ്റർ ചെയ്യുന്നത് അതിൽ സ്റ്റോർ ആവും. പ്രിന്റ് num1 equal to %d and num2 is equal to %d before calling function num1, num2. Next, interchange ampersand num1 ampersand num2 function reference. So ഇതെന്താവും, സോ ഇത് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതാണ്. ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എന്താണ്, ഡയറക്റ്റ് ഫംഗ്ഷനിലോട്ട് പോകും. ഇത് പിന്നെ പ്രിന്റ് ചെയ്യും. സോ interchange int star n1 in star n2. സോ ഇത് നമ്മൾ അഡ്രസ്സാണ് പാസ് ചെയ്യുന്നത്. സോ num1ൻ്റെ അഡ്രസ്സ് സ്റ്റാർ n1ൽ സ്റ്റോർ ആവും. സോ അത് കണക്ക് അഡ്രസ് ഓഫ് n2 num2 n2ൽ സ്റ്റോർ ആവും. സോ ആക്ച്വലി അതിൻ്റെ കണ്ടന്റും അഡ്രസ്സും രണ്ടും ആക്സസ് ചെയ്യാൻ പറ്റും. സോ ഇതൊരു ടെമ്പററി വേരിയബിൾ ആണ് യൂസ് ചെയ്യുന്നത്. എന്തെന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ്. നമ്പർ 1ൻ്റെ വാല്യൂ നമ്പർ 2ൽ സ്റ്റോർ ചെയ്യാനും നമ്പർ 2യുടെ വാല്യൂ നമ്പർ 1ൽ സ്റ്റോർ ചെയ്യാനും. സോ സ്റ്റാർ n1 എന്ന് പറഞ്ഞാൽ ആക്ച്വലി num1ൻ്റെ വാല്യൂ ആണ്. അത് കണക്ക് സ്റ്റാർ n2 എന്ന് പറയുന്ന num2യുടെ വാല്യൂ ആണ്. സോ സ്റ്റാർ n1 ഇസ് അസൈൻ ടു ടെംപ്, സ്റ്റാർ n2 ഇസ് അസൈൻ ടു സ്റ്റാർ n1, ടെംപ് ഇസ് അസൈൻ ടു n2. സോ ഇങ്ങനെ ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ n1 n2യുടെ വാല്യൂ ഇന്റർചേഞ്ച് ആവും. എന്നിട്ട് ക്ലോസ്, എന്നിട്ട് ഈ വാല്യൂ പ്രിന്റ് ചെയ്യും. പ്രിന്റ് ഓഫ് num1 equal to %d and num2 equal to %d after function is called num1, num2. സോ ഇത് ജസ്റ്റ് ഒന്ന് കോൾ ബൈ വാല്യൂയുടെ പ്രോഗ്രാം ഒന്ന് നോക്കാം. നെക്സ്റ്റ് കോൾ ബൈ റെഫറൻസ്. ഔട്ട്പുട്ട്. സോ എൻ്റർ ദ ടു നമ്പേഴ്സ് എന്ന് ചോദിക്കുമ്പോൾ 56 and 88. സോ ഫസ്റ്റ് num1 equal to 56 and num2 equal to 88 before calling function. സോ ഇത് ആക്ച്വലി ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആയിട്ട് ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട് ഇവിടെ പോവും. ഇവിടെ വന്ന് ഈ ബ്ലോക്ക് എക്സിക്യൂട്ട് ആവും. ഈ ഫംഗ്ഷൻ കംപ്ലീറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് പിന്നെ ഈ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ആവും. സോ ഇത് ആക്ച്വലി num1 equal to 88 and num2 is equal to 56 ആഫ്റ്റർ ഫംഗ്ഷൻ ഇസ് കോൾഡ് എന്ന് പറഞ്ഞാൽ കോൾ ബൈ റെഫറൻസിൽ നമ്മൾ ഫംഗ്ഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാലും അത് മെയിൻ ഫംഗ്ഷനിൽ അല്ലെങ്കിൽ കോളിംഗ് ഫംഗ്ഷനിൽ ഡിസ്പ്ലേ ആവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 14. Question number 14B. Write a program. Question number 14A. Explain recursive function with the help of an example program. So recursive function ഇതാണ് ചോദിച്ചിരിക്കുന്നത്. So recursive function എന്ന് പറഞ്ഞാൽ function calling itself. Recursion is the technique that defines a function in terms of itself. A function which performs a particular task is repeatedly called itself. There should be an exclusive stopping statement, terminating condition. Otherwise, the function will not be terminated. It becomes circular. അത് ലൂപ്പ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇതാവും. സോ ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ. സോ നമ്മളൊരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ ഫൈൻഡ് ചെയ്യണമെങ്കിൽ ഫോർ എക്സാമ്പിൾ 4 എന്ന് വിചാരിക്കുക. സോ അതിൽ നമ്മൾ
ഫംഗ്ഷൻ അപ്ലൈ ചെയ്യും. സോ ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് 4ൻ്റെ ഫാക്ടോറിയൽ എന്നാണ് 4 into 3. എന്നിട്ട് വീണ്ടും ഫംഗ്ഷൻ അപ്ലൈ ചെയ്യും. അത് 4 into 3 into 2, പിന്നെ 4 into 3 into 2 into 1 അൺടിൽ ഫാക്ടോറിയൽ 0 ആവുന്നവരെ അത് എക്സിക്യൂട്ട് ആയിട്ട് ഫാക്ടോറിയലിൻ്റെ നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യും. സോ ഇതാണ് എൻ്റെ എക്സാമ്പിൾ. Program accepts a number from the keyboard and computes its factorial by recursive function. Hash include studio.h, hash include conoyo.h, long int recursion in 10. So ഇത് recursive function declaration ആണ്. സോ n എന്ന് പറയുന്ന ആ നമ്പറിൻ്റെ ഫാക്ടോറിയലാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. സോ റിക്കർഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഫംഗ്ഷൻ്റെ റിക്കർസീവ് ഫംഗ്ഷൻ്റെ പേരാണ്. void main open bracket in 10. സോ ഏത് നമ്പറിൻ്റെ ആണ് നമ്മൾ ഫാക്ടോറിയൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത് അതാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് n. നെക്സ്റ്റ് എൻ്റർ ദ നമ്പർ എന്ന് ചോദിക്കുന്നത് സ്കാൻ ഓഫ് %d %n. സോ ആ നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പർ സ്റ്റോർ ആവുന്നു. പ്രിന്റ് ഓഫ് ഫാക്ടോറിയൽ ഓഫ് %d ഈക്വൽ ടു %ld n, റിക്കർഷൻ ഓഫ് n. സോ നമ്മൾ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റിൽ തന്നെ റിക്കർസീവ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് റിക്കർസീവ് ഫംഗ്ഷൻ കോൾ ചെയ്ത് സോ റിക്കർസീവ് ഫംഗ്ഷൻ കോൾ ചെയ്ത് സോ ഇവിടെ LD എന്ന് പറയുന്ന ലോങ് ഇൻറ്റീജർ ഡിഫൈൻ ചെയ്യുന്നതാണ്. സോ നമ്മൾ സാധാരണ ഇൻറ്റീജറിന് ഒരു ലിമിറ്റ് ഉണ്ട്. സോ ഒരു 33,000 ആകുമ്പോൾ അത് കറക്റ്റ് വാല്യൂ പ്രിന്റ് ചെയ്യില്ല. സോ അതുകൊണ്ട് ലോങ് ഇൻറ്റീജർ കൊടുത്താൽ കൂടുതൽ പ്രിസിഷൻ അല്ലെങ്കിൽ ആക്യുറസി കാണും ഔട്ട്പുട്ടിൽ. സോ റിക്കർഷൻ കൊടുക്കുമ്പോൾ long int recursion integer n. So if n is greater than or equal to n, return n into recursion of n minus 1. So അത് ടെർമിനേറ്റിംഗ് കണ്ടീഷൻ അത് ഈക്വൽ ടു 1 ആകുമ്പോൾ ഈക്വൽ ടു 1 എന്ന് താഴോട്ട് പോകുമ്പോൾ 0 ആകുമ്പോൾ അത് ടെർമിനേറ്റിംഗ് കണ്ടീഷൻ ആവും, എന്നിട്ട് റിട്ടേൺ ആവും. സോ ഇത് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഫാക്ടോറിയൽ 5 എന്ന് കൊടുത്ത് ഫാക്ടോറിയൽ 5 എന്ന് കൊടുക്കും എന്താണ് 5 into റിക്കർഷൻ ഓഫ് 5 minus 1. സോ 5 into 4 അത് ഇത് റിട്ടേൺ ആയിട്ട് ലൂപ്പിൽ വന്ന് ചെക്ക് ചെയ്യും. 4 is greater than or equal to 1 ട്രൂ ആണ്. ഇപ്പോൾ വീണ്ടും 5 into 4 into 4 minus 1 3. അത് വീണ്ടും അത് എക്സിക്യൂട്ട് ആയിട്ട് 3 is greater than or equal to 1 ട്രൂ ആണ്. നെക്സ്റ്റ് വീണ്ടും 5 into 4 into 3 into 3 minus 1. സോ അത് വീണ്ടും 2 is greater than 1. വീണ്ടും അത് 1 ആയിട്ട് 1 is equal to 1. സോ നെക്സ്റ്റ് 0 ആകുമ്പോൾ അത് സ്റ്റോപ്പ് ആവും. സോ എന്നിട്ട് റിട്ടേൺ ആവും. എന്നിട്ട് ഈ വാല്യൂ റിട്ടേൺ ആവുന്ന വാല്യൂ ഇവിടെ പ്രിന്റ് ആവും. ഫാക്ടോറിയൽ ഓഫ് 5 or 6 is 5 is 120 അത് പ്രിന്റ് ചെയ്യും. സോ ഇതാണ് അതിൻ്റെ പ്രോഗ്രാം, റിക്കർസീവ് ഫംഗ്ഷൻ്റെ പ്രോഗ്രാം. സോ ഇത് സോ ഔട്ട്പുട്ട് 5 ഫാക്ടോറിയൽ ഓഫ് 5 is 120. വേണം നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എൻ്റർ ദ നമ്പർ 6 കൊടുക്കാം. 6 എൻ്റർ. ഫാക്ടോറിയൽ ഓഫ് 6 is 720. So it's working. Next, question number 14b. Question number 14b. Write a program to print all prime numbers between any two numbers entered by user using function. So നമ്മൾ നേരത്തെ ചെയ്തത് പ്രൈം നമ്പേഴ്സ് ബിറ്റ്വീൻ 101 and 500 യൂസിങ് വൈൽ ലൂപ്പ് ആണ്. പക്ഷെ ഇത് യൂസിങ് ഫങ്ഷൻസ് ആണ്, എനി ടു നമ്പേഴ്സ്. സോ ഈ പ്രോഗ്രാമിന് 5 marks ആണ്. സോ ഹാഷ് ഇൻക്ലൂഡ് studio.h int check prime numbers in 10. സോ നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പർ 1 by 1 ചെക്ക് ചെയ്തിട്ട് അത് ഈ ഫംഗ്ഷനിൽ പാസ് ചെയ്ത് അത് ചെയ്യുന്നതാണ്. സോ ഇൻറ്റ് മെയിൻ ഇത് ഫംഗ്ഷൻ ഡിക്ലറേഷൻ ആണ്. ഇൻറ്റ് മെയിൻ ഇൻറ്റീജർ n1, n2. സോ നമ്മൾ ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് നമ്പറും റെപ്രസെൻറ്റ് ചെയ്യുന്ന n1, n2 ആണ്. i എന്ന് പറയുന്ന ഒരു നമ്പർ ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഇൻഡെക്സ് വേരിയബിൾ i ആണ്. നെക്സ്റ്റ് ഫ്ലാഗ്. സോ നമ്മൾ ഫ്ലാഗ് 1 ആണെങ്കിൽ അത് പ്രൈം നമ്പർ ആണ്, ഫ്ലാഗ് 0 ആണെങ്കിൽ പ്രൈം നമ്പർ അല്ല, അങ്ങനെ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി അതൊരു ഫ്ലാഗ് കൊടുത്തിരിക്കേണ്ടതാണ്. സോ പ്രിന്റ് ഓഫ് എൻ്റർ ദ 2 പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് സ്കാൻ ഓഫ് %d %n1 ആൻഡ് %n2. സോ നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പർ അതിൽ സ്റ്റോർ ആവും. n1 and 2 സ്റ്റോർ ആയിട്ട് പ്രൈം നമ്പേഴ്സ് ബിറ്റ്വീൻ
and percentage D and percentage D are n1, n2. എന്നിട്ട് for I equal to n1 plus 1, I less than n2, I plus I. So ഇതൊരു for loop execute ആവും. So first number n1 ആണ്. Next n1 plus 1 പിന്നെ last number n2 ആണ്. അതുവരെ അത് ഇൻക്രിമെന്റ് ചെയ്യും, പ്രീ ഇൻക്രിമെന്റ്. Flag will be equal to 1 if it is prime. Flag equal to check prime number of I. So flag നെ നമ്മൾ അസൈൻ ചെയ്തത് ഫംഗ്ഷൻ ആണ് check prime number of I. So if flag equal to 1 print I. So അത് ഫ്ലാഗിന്റെ വാല്യൂ 1 ആണെങ്കിൽ അത് പ്രൈം നമ്പർ ആണെന്നാണ് അതിന്റെ മീനിങ്. സോ ആ വാല്യൂ പ്രിന്റ് ചെയ്യും, എന്നിട്ട് റിട്ടേൺ 0. നെക്സ്റ്റ് ഫംഗ്ഷനിൽ ഉള്ള ഇതാണ്. സോ ഫംഗ്ഷനിൽ പാസ്സാവുന്ന ഐയുടെ വാല്യൂ എന്നിലോട്ട് കോപ്പി ആവും. കോപ്പി ആയിട്ട് വേറൊരു ഇൻഡെക്സ് വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് ഫ്ലാഗ് ഈക്വൽ ടു 1 എന്ന് ഇനിഷ്യലൈസ് ചെയ്ത് പിന്നെ ഒരു ഫോർ ലൂപ്പ് ഫോർ ജെ ഈക്വൽ ടു 2, ജെ ലെസ് ദൻ ഓർ ഈക്വൽ ടു n/2 പ്ലസ് ജെ. സോ ആക്ച്വലി നമ്മളൊരു പ്രൈം നമ്പർ ഡിക്ലെയർ ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ ലാസ്റ്റ് നമ്പർ ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ തന്നെ നമ്പർ ഓഫ് ഐട്രേഷൻസ് കുറയും. സോ നമ്മൾ എത്ര ഐട്രേഷൻസ് കുറയും ഏതായാലും അതിൻ്റെ വാല്യൂ കറക്റ്റ് ആയിരിക്കും. സോ നമുക്ക് കിട്ടുന്ന വാല്യൂ കറക്റ്റ് ആയിരിക്കും, പക്ഷേ നമ്പർ ഓഫ് ഐട്രേഷൻസ് കുറയും. സോ for j equal to 0, j less than or equal to n/2 plus j. So if n modulus j equal to 0, flag equal to 0, break, return flag. So ഇത് ആക്ച്വലി പ്രൈം നമ്പർ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ഉള്ളൊരു ഫംഗ്ഷനാണ്. സോ ഇത് റിട്ടേൺ ആയിട്ട് പ്രിന്റ് ചെയ്യും. സോ ഇതാണ് പ്രോഗ്രാം. സോ ഇത് ആക്ച്വലി ഞാൻ ഔട്ട്പുട്ട് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ എൻ്റർ ടു പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് 10 and 55. സോ 10 and 55യുടെ ഇടയ്ക്കുള്ള എല്ലാ നമ്പേഴ്സും പ്രിന്റ് ചെയ്യും. സോ ഏതായാലും ഒന്നും കൂടെ പ്രോഗ്രാം നോക്കാം. സോ ഇത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. Enter two positive integers. So for a change in ഒരു 15 and 155 എന്ന് കൊടുക്കാം. സോ 15 and 155യുടെ ഇടയ്ക്കുള്ള പ്രൈം നമ്പേഴ്സ് എല്ലാം പ്രിന്റ് ആവും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പാർട്ട് സി കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് പാർട്ട് ഡി ആണ്. പാർട്ട് ഡിയിലും 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി 2 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ മതി. ഇതിലും ഒരു ചോയ്സ് ഉണ്ട്. എനിവേ നമ്മൾ എല്ലാ 3 ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യും. ഫസ്റ്റ് 15A, റൈറ്റ് വാട്ട് ഈസ് എ പോയിന്റർ, ഹൗ കെൻ യു ആക്സസ് എ വേരിയബിൾ യൂസിങ് ചെയിൻ ഓഫ് പോയിന്റേഴ്സ്. 5 മാർക്സ് ആണ്. A pointer is a powerful construct of C programming language. The study of pointers goes with the organization of computer memory. The computer memory is viewed as an array of consecutive memory locations. Each memory location is given an unique identification number called address. It is similar to assigning numbers to houses. Hence, we can find the address of a desired variable and the corresponding value that resides in that address. Definition: a pointer is a variable that can hold the address of other variables, structures, and functions used in a program. It contains only the memory location of the variable rather than its content. Pointers are used to point to the variables such as variables of any basic data type, an array, functions, structures, and unions. There are 2 integer quantities, 100 and 640, stored respectively at memory locations 1000 and 1003. So ഈ ഫിഗറിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ x ഈക്വൽ ടു 100, y ഈക്വൽ ടു 640 എന്ന് വിചാരിക്കാം. സോ എക്സ് സ്റ്റോർ ആയിരിക്കുന്ന ഒരു മെമ്മറി ലൊക്കേഷനിലാണ്, അതിൻ്റെ അഡ്രസ്സ് 1000 ആണ്.
അതാണെങ്കിൽ y സ്റ്റോർ ആയിരിക്കുന്ന വേറൊരു ലൊക്കേഷനിലാണ്, മെമ്മറി ലൊക്കേഷനിലാണ്. അതിൻ്റെ അഡ്രസ്സ് 1003 ആണ്. സോ നമ്മൾ ഈ പോയിന്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സിനെ പോയിന്റ് ചെയ്യാൻ വേണ്ടി ഒരു പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്താൽ സ്റ്റാർ എക്സ് എന്ന് മെൻഷൻ ചെയ്താൽ അതൊരു പോയിന്റർ വേരിയബിൾ പോയിന്റിങ് ടു ദ വേരിയബിൾ എക്സ് ആണ്. അതാണെങ്കിൽ സ്റ്റാർ പി വൈ എന്ന് പറഞ്ഞാൽ പോയിന്റർ വേരിയബിൾ പോയിന്റിങ് ടു ദ വേരിയബിൾ വൈ. സോ അതിൽ സ്റ്റോർ ആവുന്നത് അഡ്രസ് ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. സോ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ വേരിയബിളിനെ നമുക്ക് ആക്സസ് ചെയ്യാം, വേരിയബിളിൻ്റെ വാല്യൂ ആക്സസ് ചെയ്യാൻ പറ്റും. ലെറ്റ് us assign 100 to x and 640 to y. Now x equal to 100, y equal to 640. In order to access the value of variable x via pointer, we need a variable. So പോയിന്ററിന് വേണ്ടി നമ്മളൊരു അഡീഷണൽ ഒരു പോയിന്ററിനെ പോയിന്റ് ചെയ്യാൻ ഒരു വേരിയബിൾ യൂസ് ചെയ്യും. So assume that variable bpx pointed to address of x. Also consider another variable py which points to the address of y. The following statement assigns the address of x to px. Px equal to address of x equal to 1000. So address എന്ന് പറയുന്നത് 1000 ആണ്. Similarly py equal to address of y, that is equal to 1003. Thus x, y, px and py are declared in the program as integer x, y, star px, star py, semicolon. സോ നമ്മൾ ഈ പ്രോഗ്രാമിൽ എക്സും വൈ എന്ന് പറയുന്ന വേരിയബിൾ ആണ്. സോ അതിനെ പോയിന്റ് ചെയ്യാൻ വേണ്ടി രണ്ട് പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് സ്റ്റാർ പി എക്സ്, സ്റ്റാർ പി വൺ, പി വൈ എന്ന് മെൻഷൻ ചെയ്തിട്ടാണ്. Here x and y are integer variables, but you find different declarations with other two variables, px and py. The asterisk that appears before px and py indicates that the variables are pointer variables. The general form of declaring pointer variables is type star pointer variable. So there is syntax ആണ്, where type is the data type of the variable. So either integer ആയിരിക്കാം, float ആയിരിക്കാം. So ptr underscore variable is the pointer variable name. So ഇത് py, px അങ്ങനെ ഒരു pointer variable name ആയിരിക്കും. Star ptr pointer variable is a pointer to type. So ഇത് ടൈപ്പിൻ്റെ പോയിന്റർ ചെയ്യുന്ന ഉള്ളതാണ്. സോ ഇത് നെക്സ്റ്റ് ചെയിൻ ഓഫ് പോയിന്റേഴ്സ്. നെക്സ്റ്റ് അതിൻ്റെ സബ് ക്വസ്റ്റ്യൻ ആണ്, ഹൗ കെൻ യു അക്സസ് എ വേരിയബിൾ യൂസിങ് എ ചെയിൻ ഓഫ് പോയിന്റേഴ്സ്? It is possible to make a pointer variable to point to another pointer variable, thus creating a chain of pointers. For example, in the following program, the pointer variable ptr2 contains the address of pointer variable ptr1, which contains to the location that contains the desired value. This is known as multiple indirections. A variable that is a pointer to a pointer must be declared using additional indirection operator symbols in front of the name. The declaration int star pointer2 tells the compiler that ptr2 is a pointer to a pointer of int type. Remember, the pointer ptr2 is not a pointer to an integer, but rather a pointer to an integer pointer. We can access the target value indirectly pointed to by pointer to a pointer by applying the indirection operator twice. സോ ഇതെന്താണെന്ന് വെച്ചാൽ ആക്ച്വലി ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് ആ വേരിയബിളിന് പോയിന്റ് ചെയ്യാൻ ഒരു പോയിന്ററിനെ ഡിക്ലെയർ ചെയ്ത് വീണ്ടും ആ പോയിന്ററിനെ പോയിന്റ് ചെയ്യാൻ വേണ്ടി വേറൊരു പോയിന്ററിനെ ഡിക്ലെയർ ചെയ്ത്. സോ അത് ചെയിൻ ഓഫ് പോയിന്റേഴ്സ് എന്ന് അതിനാണ് പറയുന്നത്. സോ അതിന് എക്സാമ്പിൾ പ്രോഗ്രാമാണിത്. ഇൻക്ലൂഡ് studio.h int main int x equal to 50. സോ എക്സ് ഈക്വൽ ടു 50 എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് അതിൻ്റെ വാല്യൂ 50 ആണ്. സോ ഈ എക്സിനെ പോയിന്റ് ചെയ്യാൻ വേണ്ടി ഒരു പോയിന്റർ വേരിയബിൾ ptr1 എന്ന് പറഞ്ഞ് നമ്മൾ ഡിക്ലെയർ ചെയ്ത്. സോ ഇറ്റ് വിൽ സ്റ്റോർ ദ അഡ്രസ് ഓഫ് എക്സ്. വീണ്ടും ഇൻറ്റീജർ സ്റ്റാർ ptr2. സോ സ്റ്റാർ ptr2 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റർ വണ്ണിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാം. സോ ഈ പോയിന്റർ വൺ എന്ന് പറയുന്ന വേറൊരു വേരിയബിൾ ആണ്, പോയിന്റർ വേരിയബിൾ ആണ്, അതിനൊരു അഡ്രസ്സ് കാണും. സോ ആ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി വീണ്ടും ഒരു പോയിന്റർ വേരിയബിൾ ptr1. So printf of star ptr1 equal to %d new line star ptr1. Printf star ptr2 is equal to %d star ptr2. So actually ptr1-ലുള്ളത് കണ്ടന്റ് ഓഫ് എക്സ് ആണ്. സോ 50 ആണ്. സ്റ്റാർ ptr1 എന്ന് പറയുന്നത് 50 ആണ്. സ്റ്റാർ ptr2 എന്ന് പറയുന്നത് അഡ്രസ് ഓഫ് ptr1 ആണ്. സോ ptr1 ഹോൾഡ് ചെയ്യുന്നത്
അതിൻ്റെ വാല്യൂ ആണ്. സോ ഇത് നമുക്ക് ഔട്ട്പുട്ട് നോക്കിയാൽ PTR2 ഹോൾഡ് ചെയ്യുന്ന വാല്യൂ, PTR1 ഹോൾഡ് ചെയ്യുന്ന വാല്യൂ 50 ആണ്, PTR2 ഹോൾഡ് ചെയ്യുന്ന അഡ്രസ് ഓഫ് 1000 ആണ്. സോ അതല്ലെങ്കിൽ ആക്ച്വലി PTR1 ഹോൾഡ് ചെയ്യുന്നതും 50 ആണ്. സോ 50 ആണെങ്കിൽ അത് സ്റ്റാർ PTR2 ചെയ്യുന്നതും 50 വരേണ്ടതാണ്. സോ നമ്മളത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 50 ആണ് കാണിക്കുന്നത്. സോ ഇത് ജസ്റ്റ് ചെയിൻ ഓഫ് ഓപ്പറേറ്റേഴ്സ്, ചെയിൻ ഓഫ് പോയിന്റേഴ്സ് എങ്ങനെയാണ് വർക്ക് ആവുന്നതുള്ളതിൻ്റെ എക്സാമ്പിളാണ്. സോ അതാണ് മെയിൻ വർക്കിംഗ്. സോ ഇത് ആക്ച്വലി PTR1 = 50, സ്റ്റാർ PTR2 = 50. സോ ഇത് എക്സ് എന്നാണ് മെൻഷൻ ചെയ്യുന്നത്. സോ ഇത് മെയിനായിട്ട് ചെയിൻ ഓഫ് പോയിന്റേഴ്സ് എങ്ങനെയാണ് വർക്ക് ആവുന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷനാണ്. നെക്സ്റ്റ് 15B. Write a C program to sort an array using pointers. So 15B, write a C program to sort an array using pointers. So നമ്മൾ പോയിന്റർ യൂസ് ചെയ്തിട്ട് ഒരു അറേ എങ്ങനെയാണ് സോർട്ട് ചെയ്യുന്നത് നോക്കാം. #include stdio.h, #include std library.h, lib.h, int main, integer star a, n I j temp. സോ എൻ്റർ ദ സൈസ് ഓഫ് എൻ അറേ. സോ നമ്മൾ പോയിന്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ അറേ സോർട്ട് ചെയ്യാൻ പോവാണ്, അതുകൊണ്ടാണ് സ്റ്റാർ എന്ന് കൊടുത്തിരിക്കുന്നത്. സോ എൻ്റർ ദ സൈസ് ഓഫ് എൻ അറേ, സ്കാൻ ഓഫ് %d %n. സോ സൈസ് ഓഫ് എൻ അറേ ഡിഫൈൻ ചെയ്ത് A = C alloc size of int, n. സോ നമ്മൾ C alloc യൂസ് ചെയ്തിട്ടാണ് സൈസ് ഓഫ് അറേ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത്. printf enter the %d elements. സോ നമ്മൾ 1 by 1 എലിമെന്റ്സ് എൻ്റർ ചെയ്യുന്നു. സോ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നു. for I = 0, I less than n, I plus plus, open floor bracket, scan of %d and a plus I. സോ a plus I എന്ന് പറയുന്നത് നമ്മൾ അറേയുടെ വാല്യൂ നമ്മൾ അഡ്രസ്സിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന വാല്യൂ സ്റ്റോർ ആവാൻ വേണ്ടിയാണ് a plus I എന്ന് കൊടുക്കുന്നത്. ക്ലോസ് ബ്രാക്കറ്റ്, for I = 0, I less than n minus 1, I plus plus, for j = 0, j less than n, j plus plus. ഇത് നമ്മൾ സോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. സോ നമ്മൾ അറേ സോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നെസ്റ്റഡ് ഫോർ ലൂപ്പാണ്. സോ ഇത് രണ്ടും ഫോർ ലൂപ്പിനകത്ത് നമ്മൾ അറേ ഓഫ് a plus j ഗ്രേറ്റർ ദാൻ സ്റ്റാർ a plus j plus 1. സോ ഫസ്റ്റ് നെയിം സെക്കൻഡ് നെയിമിനേക്കാളും സോർട്ട് ആൻ അറേ. സോ ആക്ച്വലി നമ്മൾ അറേ ഓഫ് നമ്പേഴ്സ് ആണ്. സോ അറേ ഓഫ് നമ്പേഴ്സ് സോർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പറിനേക്കാളും കൂടുതലാണെങ്കിൽ അത് ഇന്റർചേഞ്ച് ചെയ്യും. സോ സെക്കൻഡ് നമ്പർ ടെമ്പിൽ കോപ്പി ചെയ്യും, അത് കണക്ക് ഫസ്റ്റ് നമ്പർ ടെമ്പിൽ കോപ്പി ചെയ്യും, സെക്കൻഡ് നമ്പർ ഫസ്റ്റ് നമ്പറിൻ്റെ സ്പേസിൽ കോപ്പി ചെയ്യും, അത് കണക്ക് ടെമ്പിലുള്ളത് സെക്കൻഡ് നമ്പറിൽ കോപ്പി ചെയ്യും. അപ്പോൾ എന്താണ് ഇന്റർചേഞ്ച് ആവും. സോ ഇന്റർചേഞ്ച് ആവും. നമ്മളൊരു അറേയിൽ ഒരു 10 നമ്പേഴ്സ് കൊടുത്തിരിക്കുകയാണെങ്കിൽ ആ 10 നമ്പേഴ്സ് ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പർ ക്രോസ് ചെക്ക് ചെയ്യും. ഫസ്റ്റ് നമ്പർ കൂടുതലാണെങ്കിൽ അത് സെക്കൻഡ് പൊസിഷനിൽ വരും. സോ അങ്ങനെ സോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെമ്പററി വേരിയബിൾ ആണ്. എന്നിട്ട് സോർട്ട് ചെയ്തിട്ട് ആഫ്റ്റർ ദ സോർട്ടിങ് ഇറ്റ് ഇൻ അസെൻഡിങ് ഓർഡർ വീണ്ടും ഒരു ഇൻഡെക്സ് വേരിയബിൾ യൂസ് ചെയ്ത് I = 0, I less than n, I plus plus, printf %d star a plus I. സോ അതിൻ്റെ വാല്യൂ എല്ലാം പ്രിന്റ് ചെയ്യും. സോ ഇതാണ് പ്രോഗ്രാം. സോ ഇവിടെ ഔട്ട്പുട്ട് നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന എൻ്റർ ദ സൈസ് ഓഫ് അറേ 5, എൻ്റർ ദ 5 എലിമെന്റ്സ് 21, 74, 1, 0, 90. സോ ഇത് ആഫ്റ്റർ സോർട്ടിങ് 0, 1, 21, 74, 90. സോ ഇത് നമുക്ക് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. കോപ്പി പേസ്റ്റ് റൺ. സൈസ് ഓഫ് അറേ 6 കൊടുക്കുകയാണ്. എൻ്റർ ചെയ്ത് എൻ്റർ ദ 6 എലിമെന്റ്സ് 21 സ്പേസ് 1 സ്പേസ് 65 സ്പേസ് 2 സ്പേസ് 78 സ്പേസ് 44. സോ എൻ്റർ ചെയ്യുമ്പോൾ ആഫ്റ്റർ സോർട്ടിങ് ഇറ്റ് ഇൻ അസെൻഡിങ് ഓർഡർ 1, 2, 21, 44, 65, 78. സോ ഇത് കറക്റ്റായിട്ട് സോർട്ട് ആവാണ്. സോ 15 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. 16A.
Write a C program to store the name and roll numbers of 10 students using structure. The name has to be then printed in the ascending order of roll numbers. So നമ്മൾ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് 10 സ്റ്റുഡൻസിൻ്റെ പേരും റോൾ നമ്പറും സേവ് ചെയ്യണം. സേവ് ചെയ്തിട്ട് ആസ് പെർ ദ റോൾ നമ്പർ അസെൻഡിങ് ഓർഡറിൽ റോൾ നമ്പർ 1 2 3 4 5 6 അതേ ഓർഡറിൽ കുട്ടികളുടെ പേര് പ്രിന്റ് ചെയ്യണം. റോൾ നമ്പർ ഫസ്റ്റ് റോൾ നമ്പർ ഓർഡറിൽ പ്രിന്റ് ചെയ്യണം. സോ 16th ക്വസ്റ്റ്യൻ എ. സോ ഇത് സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് എഴുതുന്ന പ്രോഗ്രാമാണ്. Hash include std.h struct student int roll number character name of 25 student 100 t. സോ നമ്മൾ ടി എന്ന് പറയുന്ന ഒരു വേരിയബിൾ സോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സോ ഇത് ഇവിടെ നമ്മൾ സ്ട്രക്ചർ സ്റ്റുഡൻറ്റിൻ്റെ പേര് സ്റ്റുഡൻറ് എന്നുള്ളത് സ്ട്രക്ചറിൻ്റെ പേരാണ്. ഇതിലുള്ള മെമ്പേഴ്സ് എന്നുള്ളത് റോൾ നമ്പർ, അത് ഇൻറ്റീജർ ടൈപ്പാണ്. നെയിം മാക്സിമം 25 ആൽഫബറ്റ്സ്, അത് ഒരു ക്യാരക്ടർ ടൈപ്പ് വേരിയബിളാണ്. പിന്നെ സ്റ്റുഡ് എന്ന് പറയുന്നത് ഒരു അറേ ഓഫ് 100. സോ നമ്മൾ മാക്സിമം 100 സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യും. സോ പിന്നെ ആ സ്റ്റുഡൻസിൻ്റെ റോൾ നമ്പർ സോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ടെമ്പററി വേരിയബിൾ ഡിഫൈൻ ചെയ്തു. നെക്സ്റ്റ് വോയിഡ് മെയിൻ ഫംഗ്ഷൻ ഇൻറ്റീജർ i, j, n. സോ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റുഡൻസ്. നമ്മൾ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് എൻ്റർ ചെയ്യാൻ പോകുന്നത് അത് n കൊടുക്കുകയാണ്. സോ യൂഷ്വലി ഈ ആസ് പെർ ദിസ് ക്വസ്റ്റ്യൻ നമ്മൾ 10 എന്നാണ് കൊടുക്കാൻ പോകുന്നത്. സോ ഇത് നെസ്റ്റഡ് ഫോർ ലൂപ്പിന് വേണ്ടി ഐയും ജിയും രണ്ട് ഇൻഡെക്സ് വേരിയബിൾ. പ്രിന്റ് ഓഫ് എൻ്റർ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. സോ സ്കാൻ ഓഫ് %d ആംപർസാൻഡ് n. പ്രിന്റ് ഓഫ് എൻ്റർ ദ സ്റ്റുഡൻറ് ഇൻഫോ ആസ് റോൾ നമ്പർ നെയിം. സോ ഇവിടെ നെസ്റ്റഡ് ഫോർ ലൂപ്പ്. ഫോർ i is equal to 0, i less than n, i plus plus, open bracket, scan of %d percentages ampersand student of i dot roll number student of i dot name. സോ ഇതൊരു ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ റോൾ നമ്പറും പേരും റീഡ് ചെയ്യാണ്. സോ നമ്മൾ 1 by 1 എൻ്റർ ചെയ്യുന്ന റോൾ നമ്പറും നെയിമും അതേ ഓർഡറിൽ റീഡ് ആവും അല്ലെങ്കിൽ സ്റ്റോർ ആവും. എന്നിട്ട് നമ്മൾ നെസ്റ്റഡ് ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഇതിനെ സോർട്ട് ചെയ്യുന്നു. സോ ഇഫ് സ്റ്റുഡൻറ്റ് ഓഫ് ജെ ഫോർ i equal to 0, i less than n, i plus plus, for j equal to 0, j less than n minus 1, j plus plus. If student of j dot roll number is greater than student of j plus 1 roll number, അത് ഇന്റർചേഞ്ച് ചെയ്യും. സോ ഇഫ് ഫസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പർ രണ്ടാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പറിനേക്കാളും കൂടുതലാണെങ്കിൽ അത് ഇന്റർചേഞ്ച് ചെയ്യും. സോ സ്റ്റുഡൻറ്റ് ഓഫ് ജെ ഈസ് അസൈൻ ടു ടെമ്പററി വേരിയബിൾ, സ്റ്റുഡൻറ്റ് ഓഫ് ജെ പ്ലസ് 1 ഈസ് അസൈൻ ടു സ്റ്റുഡൻറ്റ് ഓഫ് ജെ, ടെമ്പററി വേരിയബിൾ ഈസ് അസൈൻ ടു സ്റ്റുഡൻറ്റ് ഓഫ് ജെ പ്ലസ് 1. സോ അങ്ങനെ ഇന്റർചേഞ്ച് ആവും. എന്നിട്ട് ക്ലോസ് ബ്രാക്കറ്റ്, എന്നിട്ട് ഔട്ട്പുട്ട് എക്സിക്യൂട്ട് ചെയ്യും. സ്റ്റുഡൻറ്റ് ഇൻഫോ ഇൻ ടേംസ് ഓഫ് മാർക്സ് ഫ്രം ഹയസ്റ്റ് ടു ലോവസ്റ്റ്. സോ ഇത് ആക്ച്വലി ഇത് കോമൻ്റ് ആണ്. ഇത് ആക്ച്വലി സെൻറ്റൻസ് ഇല്ല. സോ ഇതിൻ്റെ റിക്വയർമെൻ്റ് ഇല്ല. ആക്ച്വലി നമ്മൾ റോൾ നമ്പർ വൈസ് ആണ് അസെൻഡിങ് ഓർഡറിൽ പ്രിന്റ് ചെയ്യുന്നത്. സോ പ്രിന്റ് ഓഫ് റോൾ നമ്പർ നെയിം. സോ ഇത് ഫോർ i equal to 0, i less than n, i plus plus, open floor bracket, print of %d /t /t percentages /t/t. ഇത് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഒരു ഗ്യാപ്പ്, ഒരു ടാബ് സ്പേസ് വിട്ടിട്ട് ഡിസ്പ്ലേ ചെയ്യും. So student dot i roll number, student of i name, close bracket. So ഇത് ജസ്റ്റ് ഒന്ന് ഈ പ്രോഗ്രാമിനെ ഒന്ന് നോക്കാം. സോ ആക്ച്വലി ഔട്ട്പുട്ട് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ എൻ്റർ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് ചോദിച്ചപ്പോൾ 10 എന്ന് കൊടുത്ത് എൻ്റർ ദ സ്റ്റുഡൻസ് ഇൻഫോ ആസ് റോൾ നമ്പർ നെയിം. സോ നമ്മൾ റാൻഡം ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. 7 കിരൺ, 10 കോസി, 8 യാസി, 9 റെമോ, 1 റിതു, 5 ബാബു, 2 തരുൺ, 3 മോഹിത്, 6 സൂരജ്, 4 രാജേഷ്. സോ ഇതൊരു റാൻഡം ആയിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. സോ ഇത് ഓർഡറിൽ സോർട്ട് ചെയ്തിട്ട് ആസ് പെർ ദ റോൾ നമ്പർ കൊടുക്കും. 1 2 3 4 5 6 7 8 9 10. സോ പേര് ആൽഫബറ്റിക്കൽ ഓർഡർ അല്ല, പക്ഷേ ആസ് പെർ റോൾ നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇത് നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് ഒരു 4 സ്റ്റുഡൻസിൻ്റെ വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. 10 സ്റ്റുഡൻസ് എൻ്റർ ചെയ്യാൻ വേണ്ടി സമയം പിടിക്കും. ചെയ്ത് റൺ ചെയ്ത് എൻ്റർ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 4 കൊടുക്കുകയാണ്. 4 കൊടുത്തിട്ട് സ്റ്റുഡൻറ്റ് നമ്പർ 3 അരുൺ, സ്റ്റുഡൻറ്റ് നമ്പർ 1 റിതു, സ്റ്റുഡൻറ്റ് നമ്പർ 4
Praveen. Student number 2 Raju. So the output execute on the 1 2 3 4 other order execute. So we 10 students up to 100 students vare kodukkan pattum. So it's 16A complete. Next 16B, explain the basic control statements in Python. Basic control statements in Python are as follows. If statement. It is used to execute a statement or a set of statements conditionally. It is a simple if statement called one-way branching. Here the logical condition is tested, which results in either true or false. If the result of the logical test is true, non-zero value, then the statement that immediately follows if is executed. If the logical condition is false, then the control transfers to the next executable statement, which immediately follows if. The condition may be an expression containing constants, variables, or logical comparisons. The condition must be written within parentheses. The syntax of each statement is if test expression statements. So ഇത് ആക്ച്വലി എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റ് ഇഫ് കണ്ടീഷൻ എക്സിക്യൂട്ട് ചെയ്യും. സോ ഈ എക്സ്പ്രഷനിൽ കിട്ടുന്ന ഔട്ട്പുട്ട് ട്രൂ ആണെങ്കിൽ ഈ ഇഫിന്റെ ബോഡി എക്സിക്യൂട്ട് ആവും. സോ ഇഫിന്റെ ബോഡി ആ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ അത് ആ ലൂപ്പിൽ നിന്ന് പുറത്തോട്ട് വന്ന് ഈ പുറത്തോട്ടുള്ള നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. സോ അതിന്റെ ഫ്ലോ ചാർട്ടാണ്. സോ സിൻടാക്സ് ഓഫ് ഇഫ് എൽസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇഫ് എൽ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇഫ് അതിന്റെ കണ്ടീഷൻ എക്സിക്യൂട്ട് ചെയ്യും, അത് ട്രൂ ആണെങ്കിൽ ഒരു പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും, ഫോൾസ് ആണെങ്കിൽ എൽസ് ആണെങ്കിൽ അടുത്ത പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും. So text expression syntax. If text expression, body of if, else, body of else. The if else statement evaluates text expression and will execute the body of if only when the test condition is true. If the condition is false, the body of else is executed. Indentation is used to separate the blocks. So idana in the flow chart. If else in the test expression evaluate team true aanengi body of if execute team. Expression false ആണെങ്കിൽ else in the body execute ചെയ്യും. Next if elif else. Syntax of if elif else. If test expression true body of if. Elif test expression body of elif. Else body of else. The elif is short for else if. It allows us to check for multiple expressions. If the condition for if is false, it checks the condition of the next elif block and so on. If all the conditions are false, the body of else is executed. Only one block among the several if elif else blocks is executed according to the condition. If the if block can have only one else block, but if it can have multiple elif blocks. So ഇതെന്താണെന്ന് വെച്ചാൽ ഇഫ് കണ്ടീഷൻ എവാലുവേറ്റ് ചെയ്ത് ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ഇഫ് എക്സിക്യൂട്ട് ചെയ്യും. ഇഫ് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എലിഫ് കണ്ടീഷൻ എവാലുവേറ്റ് ചെയ്ത് അത് ട്രൂ ആണെങ്കിൽ ആ എലിഫിന്റെ എക്സിക്യൂട്ട് ചെയ്യും. അതും ഫോൾസ് ആണെങ്കിൽ ബോഡി ഓഫ് എൽസ് എക്സിക്യൂട്ട് ചെയ്യും. സോ അത് ചിലപ്പോൾ ഒരുപാട് കാണും, അല്ലെങ്കിൽ ഇത്ര സിമ്പിൾ ആയിരിക്കും. നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെന്റ്. We have a if elif else statement inside another if elif statement. So നമ്മൾ നേരത്തെ nested if statement പോലെ തന്നെ nested if elif else statement. This is called nesting in computer programming. Any number of these statements can be nested inside one another. Indentation is the only way to figure out the level of nesting. They can get confusing, so they must be avoided unless necessary. Next, for loop. The for loop in Python is used to iterate over a sequence, list, tuple, string, or other iterable objects. Syntax for loop: for value in sequence, body of for. Here val is the variable that takes the value of the item inside the sequence on each iteration. Loop continues until we reach the last item in the sequence. The body of for loop separated from the rest of the code using indentation. ഇത് ഫോർ ലൂപ്പിന്റെ ഫ്ലോ ചാർട്ട് ആണ്. ഫോർ ലൂപ്പ് ഐറ്റം ഇൻ സീക്വൻസ്. സോ അത് ഈ ലൂപ്പ് എക്സിക്യൂട്ട് ആവും. സോ ഇത് കണ്ടീഷൻ ട്രൂ ആവുന്നവരെ ഈ ലൂപ്പ് എക്സിക്യൂട്ട് ആയിട്ട് ഫോൾസ് ആവുമ്പോൾ പുറത്തോട്ട് എക്സിറ്റ് ആവും.
While loop. The while loop in Python is used to iterate over a block of code as long as the test expression condition is true. We generally use this loop when we don't know the number of times to iterate beforehand. Syntax of while loop. While test expression, body of while. In the while loop, test expression is checked first. The body of the loop is entered only if the test expression evaluates to true. After one iteration, the test expression is checked again. This process continues until the text expression evaluates to false. In Python, the body of while loop is determined through indentation. The body starts with indentation and the first unindented line marks the end. Python interprets any non-zero value as true. None and zero are interpreted as false. So while loop in the flowchart ആണ്. ഇത് condition expression evaluate ചെയ്തിട്ട് true ആവുന്ന വരെ body of while execute ആവും. False ആവുമ്പോൾ അത് loop ഒന്ന് exit ആവും. Next, break and continue. In Python, break and continue statements can alter the flow of a normal loop. Loops iterate over a block of code until the text expression is false. But sometimes we wish to terminate the current iteration or even the whole loop without checking the test expression. The break and continue statements are used in these cases. Break statement. The break statement terminates the loop containing it. Control of the program flows to the statement immediately after the body of the loop. If the break statement is inside a nested loop inside another loop, the break statement will terminate the innermost loop. Syntax of break flowchart. So test expression of loop, true, break, remaining body of loop. So നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്താൽ അത് എന്തെങ്കിലും ലൂപ്പ് ഉണ്ടെങ്കിൽ ആ ലൂപ്പ് ഒന്ന് പുറത്തോട്ട് പോകും. Continue statement. Continue statement is used to skip the rest of the code inside a loop for the current iteration only. Loop does not terminate but continues on with the next iteration. Syntax continue. So and flowchart ആണ്. So loop evaluate ചെയ്തിട്ട് continue കൊടുത്താൽ next statement skip ചെയ്തിട്ട് remaining so ഈ loop skip ചെയ്തിട്ട് അല്ലെങ്കിൽ next statement skip ചെയ്തിട്ട് ബാക്കിയുള്ള iteration complete ചെയ്യും. Next 17A. 17th question. Write a C program to copy the contents of one file to another file. So either copy the contents of one file to another, 5 marks. So in the program hash include studio.h int main character in name et. So ഇത് ഒരു ഫയൽ നെയിം കൊടുക്കാനുള്ള ഒരു പേരാണ്. So in name et, out name et. So input file, output file. So ഈ ഫയലിലുള്ള കണ്ടന്റ്സ് ഔട്ട് എന്നുള്ള ഫയലിൽ കോപ്പി ചെയ്യണം. So ഇത് രണ്ട് ഫയലാണ്. ഫയൽ ഇൻ ഫയൽ, ഔട്ട് ഫയൽ. സോ ഇത് പോയിന്റർ ടു ഫയലാണ്. സോ ഇൻ ഫയലിന് പോയിന്റ് ചെയ്യുന്ന ഒരു പോയിന്റർ ഇതാണ്, ഔട്ട് ഫയലിന് പോയിന്റ് ചെയ്യുന്ന ഒരു പോയിന്റർ ടു ഫയലാണ്. ഇൻറ്റ് CH, സോ അതിന് എൻ്റർ ചെയ്യുന്ന ക്യാരക്ടറാണ്. സോ എൻ്റർ ദ ഫയൽ നെയിം ടു ബി കോപ്പീഡ്. സ്കാൻ ഓഫ് പെർസെൻറ്റേജസ് ഇൻ നെയിം. സോ അത് നമ്മളൊരു നെയിം കൊടുത്ത് പ്രിന്റ് ഓഫ് എൻ്റർ ദ ഔട്ട്പുട്ട് ഫയൽ നെയിം. സോ നമ്മൾ ഏത് ഫയലിലോട്ടാണോ കോപ്പി ചെയ്യാൻ പോകുന്ന ആ ഔട്ട്പുട്ട് ഫയൽ നെയിം കൊടുക്കണം. സ്കാൻ ഓഫ് പെർസെൻറ്റേജസ് ഔട്ട് അണ്ടർസ്കോർ നെയിം in underscore file f open in underscore name read. സോ നമ്മൾ ആ ഫയൽ നെയിം കൊടുത്തിട്ട് ആ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് അതിൽ റീഡ് ഓപ്പറേഷൻ ചെയ്യുന്നു. സോ ഇഫ് ഇൻ ഫയൽ ഈക്വൽ ടു നൾ പ്രിന്റ് ഓഫ് കാണ്ട് ഓപ്പൺ പെർസെൻറ്റേജസ് ഫോർ റീഡിങ് ഇൻ നെയിം. സോ ഇന്ന ഫയല് നല്ലാണെങ്കിൽ ഇല്ലെങ്കിൽ അത് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് എറർ കാണിക്കും. എൽസ് ഔട്ട് ഫയൽ എഫ് ഓപ്പൺ ഔട്ട് നെയിം റൈറ്റ്. സോ നമ്മൾ രണ്ടാമത്തെ ഫയൽ ഓപ്പൺ ചെയ്ത് അതിൽ ഫസ്റ്റ് ഫയലിലുള്ള കണ്ടൻസ് റൈറ്റ് ചെയ്യാണ്. ഫസ്റ്റ് ഫയൽ ഓപ്പൺ ചെയ്തിട്ട് അത് റീഡ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ കോപ്പി ചെയ്ത് രണ്ടാമത്തെ ഫയലിൽ പേസ്റ്റ് ചെയ്യണം. സോ അതാണ് റൈറ്റ് ഓപ്പറേഷൻ, എഫ് ഓപ്പൺ റൈറ്റ്. ഇഫ് ഔട്ട് ഫയൽ ഈക്വൽ ടു നൾ പ്രിന്റ് എഫ് കാണ്ട് ഓപ്പൺ ഫയൽ എസ് ഫോർ റൈറ്റിംഗ് ഔട്ട് അണ്ടർസ്കോർ നെയിം. എൽസ് വൈൽ CH ഈക്വൽ ടു എഫ് ഗെറ്റ് C ഇൻ ഫയൽ നോട്ട് ഈക്വൽ ടു എൻഡ് ഓഫ് ഫയൽ. സോ ഇത് വൈൽ ലൂപ്പ് ട്രൂ ആവുന്നവരെ അത് റൈറ്റ് ചെയ്യും. ഇഫ് എഫ് പുട്ട് CH ഔട്ട് ഫയൽ. സോ ഈ ക്യാരക്ടർ എന്തൊക്കെ നമ്മൾ എൻ്റർ ചെയ്യുന്നോ അതെല്ലാം ഔട്ട് ഫയലിൽ റൈറ്റ് ആവും. പ്രിന്റ് ഓഫ് ഫയൽ ഹാസ് ബീൻ കോപ്പീഡ്. ആ ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഫയൽ ഹാസ് ബീൻ കോപ്പീഡ് എന്ന് ഒരു ഔട്ട്പുട്ട് മെസ്സേജ് കാണിക്കും. എഫ് ക്ലോസ് ഔട്ട് ഫയൽ, എഫ് ക്ലോസ് ഇൻ ഫയൽ, റിട്ടേൺ 0. സോ ഇത് രണ്ട് ഫയൽ ഓപ്പൺ ചെയ്ത ഫയൽ ക്ലോസ് ചെയ്തിട്ട് ആ വാല്യൂ റിട്ടേൺ ചെയ്യും. സോ ഇത് ഔട്ട്പുട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ബിഫോർ എക്സിക്യൂട്ടിംഗ് ദ പ്രോഗ്രാം we are using the online compiler. So നമ്മൾ ഓൺലൈൻ കമ്പൈലർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട്
അപ്ലോഡ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ അതിൽ തന്നെ ന്യൂ ഫയൽ കൊടുത്ത് ക്രിയേറ്റ് ചെയ്യണം. എൻ്റർ ദ ഫയൽ നെയിം ടു ബി കോപ്പീഡ് a.text, എൻ്റർ ദ ഔട്ട്പുട്ട് ഫയൽ നെയിം b.text. അത് ഫയൽ ഹാസ് ബീൻ കോപ്പീഡ് എന്ന് കാണിക്കും. സോ ജസ്റ്റ് ഒന്ന് നമ്മൾ പ്രോഗ്രാമിനെ ഒന്ന് നോക്കാം. സോ ഇത് എക്സിക്യൂട്ട് ചെയ്യാം. പേസ്റ്റ്, റൺ, എൻ്റർ ദ ഫയൽ നെയിം ടു ബി കോപ്പീഡ്. സോ ഇത് ആക്ച്വലി നമ്മൾ ഇവിടെ ചെന്ന് ആക്ച്വലി നമുക്ക് ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ആരോ ക്ലിക്ക് ചെയ്തിട്ട് a.text ആണ് ഇൻപുട്ട് ഫയൽ. അത് ഓപ്പൺ ചെയ്ത് അതിവിടെ കോപ്പി ആവും. സോ നെക്സ്റ്റ് വേറൊരു ബി എന്ന് പറഞ്ഞൊരു ഫയല് അപ്ലോഡ് ചെയ്യുന്നു. സോ നെക്സ്റ്റ് b.text സെക്കൻഡ് ഫയൽ. സോ അതും ഇത് ചെയ്ത് സോ നെക്സ്റ്റ് എന്തായി, നമ്മൾ റൺ ചെയ്യുമ്പോൾ എൻ്റർ ദ ഫയൽ നെയിം ടു ബി കോപ്പീഡ്. അത് a.txt എൻ്റർ ചെയ്യാണ്. എൻ്റർ കൊടുത്ത് എൻ്റർ ദ ഔട്ട്പുട്ട് ഫയൽ നെയിം b.txt. സോ can't open a.text for reading. സോ ഇത് ആക്ച്വലി ഓപ്പൺഡ് ആണ്. സോ ഒന്നും കൂടെ എക്സിക്യൂട്ട് ചെയ്യാം. സോ main.c ഒന്നും കൂടെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എൻ്റർ ദ ഫയൽ നെയിം ടു ബി കോപ്പീഡ് a.txt, എൻ്റർ ദ ഔട്ട്പുട്ട് ഫയൽ നെയിം b.txt. ദ ഫയൽ ഹാസ് ബീൻ കോപ്പീഡ് എന്ന് കാണിക്കുന്നു. സോ നമ്മൾ ഫയൽ എയിലെ കണ്ടന്റ് ബിയുടെ കണ്ടന്റിലോട്ട് കോപ്പി ആയി. സോ ഇതാണ് പ്രോഗ്രാം. സോ നെക്സ്റ്റ് 17b ആണ്. 17b, how can a random part in a file be accessed? സോ ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ ഫയലിൻ്റെ ഒരു കണ്ടന്റ് റാൻഡം ആയിട്ട് എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. So random access to a file, there is no need to read each record sequentially. If we want to access a particular record, C supports these functions from a random access file processing. fseek, ftell, rewind. fseek, this function is used for seeking the pointer position in the file at the specified byte. Syntax: fseek file pointer displacement pointer position. Where file pointer, it is the pointer which points to the file. Displacement, it is positive or negative. This is the number of bytes which are skipped backward if negative or forward if positive from the current position. This is attached with L because this is a long integer. Pointer position, this sets the pointer position in the file. Value pointer position, 0 beginning of file, 1 current position, 2 end of file. Example: fseek p, 10l, 0. 0 means pointer position is at the beginning of the file. From this statement, pointer position is skipped 10 bytes from the beginning of the file. ftell, this function returns the value of the current pointer position in the file. The value is counted from the beginning of the file. Syntax: ftell fpointer, fptr, where fptr is a file pointer. Rewind, this function is used to move the file pointer to the beginning of the given file. Syntax: rewind fptr, where fptr is a file pointer. So ഇത്
ഈ പേപ്പർ കംപ്ലീറ്റ് ആവാൻ. ഇതൊരു ടഫായിട്ടുള്ളൊരു പേപ്പറാണ്. സോ ഇത് റെഫർ ചെയ്ത് പഠിച്ചാൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. സോ ഇനിയും അടുത്ത പേപ്പർസൊക്കെ സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമെൻറ്റ് ചെയ്യുക. താങ്ക് യു.